റഷ്യ, ജപ്പാൻ. 1914-17 ഒന്നാം ലോക മഹായുദ്ധം. 39-45 രണ്ടാം ലോക മഹായുദ്ധം. 57 ഇസ്രയേലിനെതിരെ ആക്രമണം. 67 അറബ് ഇസ്രയേൽ വാർ. 70 മുതൽ 80 വരെ ഇറാൻ ഇറാഖ് യുദ്ധം. 90 ശേഷം സദാം ഹുസൈൻ കുവൈറ്റിനെ ആക്രമിച്ചു. ഈ കോവിഡ് കാലത്ത് കഴിഞ്ഞ ഫെബ്രുവരി 24 റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ഒലിവുമല പ്രഭാഷണം ഇന്നലെ തുടങ്ങിയത്. അതിനാസ്പദമായി യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കും. ചഞ്ചലപ്പെട്ടു പോകരുത്. റഷ്യ ഉക്രൈൻ അവസാനിച്ചിട്ടില്ല. ഇതിങ്ങനെ ഒരു പെൻഡിങ്ങിൽ പോയിട്ട് നോവിന്റെ ആരംഭം. അതാ ഇന്നലെ വായിച്ചത്. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ക്ഷാമവും ഭൂകമ്പവും മഹാവ്യാധികളും അവിടെ ഉണ്ടാകും. ഇത് ഈറ്റുനോവിന്റെ ആരംഭം. അതിനുശേഷം ഈ റഷ്യ ഉക്രൈൻ കഴിഞ്ഞാൽ ഇന്നത്തെ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കും. ഇന്നലെ രാത്രി ഞാനത് വരച്ചു കാട്ടി. അത് കഴിഞ്ഞിട്ട് ചൈന തൈവാനെ ആക്രമിക്കും. അത് കഴിഞ്ഞിട്ട് ഇസ്രായേൽ സിറിയയെ ആക്രമിക്കും. യെശയ്യാ 17:1 അവൻ ദമ്മശേക്കിന്റെ മതിലുകളെ ഇടിച്ച് അതിനെ കൂമ്പാരമായി കൂട്ടും. തീർന്നില്ല. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഈ ഇസ്രായേൽ ആരെ ആക്രമിക്കും? അറബ് രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിടും. അപ്പോൾ തന്നെ ഇന്നത്തെ റഷ്യ സാമ്പത്തികമായിട്ട് തകരുന്നു. അവൻ രക്ഷപ്പെടണമെങ്കിൽ ഇനി ഇസ്രയേലിനെ ആക്രമിച്ചേ മതിയാകൂ. മുന്നോട്ട് നാം ചിന്തിക്കും. അവൻ കൊള്ളയിടുവാൻ ഇസ്രയേലിലേക്ക് കടക്കും. അപ്പോൾ ഇന്നത്തെ അറബ് ലീഗ് മുഴുവൻ അവന് സപ്പോർട്ട് ചെയ്യും. ആ യുദ്ധമാ അന്തിമ യുദ്ധം. ഇന്നലെ രാത്രി തൊട്ടു എസെക്കിയേൽ 39:1-2 അല്ലയോ മനുഷ്യപുത്ര, നീ ഗോഗിനെ കുറിച്ച് വിളിച്ചു പറയേണ്ടത് രോഷ്, മേശക്, ട്രൂബൽ എന്നിവയുടെ പ്രഭുവായ ഗോഗേ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഞാൻ നിന്നെ താടിയലിൽ ചൂണ്ടൽ കൊളുത്തി ആറിലൊന്ന് ശേഷിപ്പിച്ച് വടക്കേറ്റത്തുനിന്ന് പുറപ്പെടുവിച്ച് ഇസ്രായേൽ പർവ്വതനിരകളിലെത്തും. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഒരു സംഘടന നടക്കുന്നു. പലസ്തീൻ, ഇസ്രായേൽ, ഗാസ വിഷയം. ഇന്നലെ 4 പ്രവചനങ്ങൾ നിങ്ങളോട് ഞാൻ പറഞ്ഞു. ആമോസിന്റെ പ്രവചനം 1:6-7. ഞാൻ ഇന്നലെ പറഞ്ഞു ഗാസ ശൂന്യമാവും, അഷ്കലോനിൽ മിസൈൽ വരും, ഇടുക്കിക്കാര് സൗമ്യ മരിക്കും. ഇതെല്ലാം 4 അതിക്രമങ്ങൾ. 2 സെഫന്യാവിന്റെ പുസ്തകം 2:4-5-6 ഗാസയ്ക്ക് മേൽ അറ്റാക്ക് ഉണ്ടാകും. വെസ്റ്റ് ബാങ്കും റമല്ലയും പലസ്തീനുമെല്ലാം ഇസ്രയേൽ ആക്രമിക്കും. മൂന്നാമത്തത് നാം തൊട്ടുവെച്ചു. ഇരമ്യാ പ്രവചനം 47:5-6-7 ഗാസയ്ക്ക് കഷണ്ടി വരും. പലസ്തീന്റെ ലീഡറെ മുഴുവൻ ഇസ്രായേൽ കൊല്ലും. അറബ് ലീഗിന്റെ ഓഫീസും തകർക്കും. അൽ ജസീറ ടെലിവിഷൻ തകർക്കും. കെട്ടിടങ്ങൾക്ക് ബോംബ് വെക്കും. അരമനകൾ ചുട്ടുകളയും. അതിനുശേഷം സക്കറിയ പ്രവചനം 9:5-6 വരുമ്പോൾ അഷ്കലോനിലും അഷ്തോദിലും എക്രോനിലും ലൂദിലും എല്ലാം പലസ്തീന്റെ മിസൈൽ വീഴും. അതായി കോവിഡ് കാലത്ത് നാം കണ്ടു. ഈ 1000 മരിക്കുമ്പോൾ പലസ്തീൻ ഇസ്രയേൽ സംഘട്ടനം. അങ്ങനെയെങ്കിൽ ഇതെവിടെ ചെല്ലുമെന്നറിയാമോ? അന്തിമ യുദ്ധത്തിലേക്കാ പോകുന്നത്. ഈ യുദ്ധം എവിടെ ആരംഭിച്ചു? അബ്രഹാമിന്റെ വീട്ടിലായത് തുടങ്ങി. ആരാ? ഇസഹാക്കും ഇസ്മായേലും. 2 ഇതെവിടെത്തി? യേശാവും യാക്കോബും. 3 ഇതെവിടെത്തി? ഏലാ താഴ്വര, ദാവീദും ഗോലിയാത്തും. ഇതിന്റെ ഫൈനല അന്തിമ യുദ്ധം ഇസ്രയേലുമായി റഷ്യ തുടങ്ങും. അപ്പോൾ അറബ് ലീഗ് ഒരുമിക്കും. അപ്പോൾ ഇന്ന് ആരുണ്ട് ഇസ്രയേലിനെ രക്ഷിക്കുവാൻ? അയൺ ഡോഗ്. ഇന്നലെ ഞാൻ നിങ്ങളോട് വരച്ചു കാട്ടി. വരാത്തവർക്ക് മീഡിയയിൽ ഷൈനത് റെക്കോർഡ് ചെയ്യുമ്പോൾ കാണാം. അതാ ഇന്നത്തെ ഇസ്രയേലിന്റെ അയൺ ഡോഗ്. യെശയ്യാ പ്രവചനം 31:5 പക്ഷി ചുറ്റിക്കറക്കുന്നത് പോലെ ഞാൻ ഇസ്രയേലിനെ പറന്ന് കാക്കും. ഈ അയൺ ഡോമെല്ലാം തകരും. അന്ന് അവൻ എന്ത് ചെയ്യും? യഹൂദൻ മുഴുവൻ നിലവിളിക്കും, കുത്തിയമങ്കലേക്ക് നോക്കും. അവരുടെ മാനസാന്തരത്തിനും അവർക്ക് വേണ്ടി ഒരു ഉറവയുമായി കർത്താവ് ഒലിവുമലയിൽ കാൽ ചവിട്ടും. ഇന്നലെ രാത്രി അവസാന ഭാഗം ആമോസ് 4:12 ഇസ്രായേലേ, ഇസ്രായേലേ, ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. എത്ര പേർക്ക് ഈ സംഭവം മനസ്സിലായി? ഇന്നലെ കേട്ടവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഞാനിതൊന്നുകൂടെ ഓർഡറിൽ പറഞ്ഞത് നിങ്ങൾ നല്ലോണം വചനം പഠിക്കണം. ഞാനങ്ങ് പോയാലും വചനത്തിൽ നിങ്ങൾ ഉറയ്ക്കുവാൻ വേണ്ടിയാ ഇത്രയും കാര്യങ്ങൾ ഇന്നലെ രാത്രി പറഞ്ഞത്. എന്ന് 10 വാക്യങ്ങൾ നാം ദൈവസന്നിധിയിൽ വായിക്കും. അവസാനം ഇടയ്ക്ക് എനിക്ക് വെള്ളം കുടിക്കണം, ശരീര സുഖമില്ല. ആ സമയത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ പാടും, കാണിക്കെടുക്കും. അവസാനം പാട്ട് പാടി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചതിന് ശേഷമേ മടങ്ങൂ. ഇന്ന് രാത്രി കഴിഞ്ഞാൽ നാളെ യോഗമില്ല. അവസാന രാത്രി ഒരിക്കൽ കൂടി കാലം അതിൻ്റെ അന്ത്യത്തിൽ, യുഗം അതിൻ്റെ പരിസമാപ്തിയിൽ, ദിനങ്ങൾ അതിൻ്റെ
അവസാന ദിനങ്ങളിലേക്ക് ഒരു ഘടികാരത്തിലെ സൂചി ചലിക്കുന്നത് പോലെ ലോക സംഭവങ്ങൾ മുഴുവൻ കോവിഡിന്റെ മറവിൽ നിങ്ങൾ കാണുമ്പോൾ അകത്തളത്തിനകത്ത് കൃപ പ്രാപിച്ച ദൈവമക്കൾ മണ്ണാകുന്ന മായവിട്ട് അനന്തതയുടെ കവാടങ്ങൾ തുറക്കുമ്പോൾ എനിക്ക് വേണ്ടി ഒരു പ്രതിഫലവുമായി എൻ്റെ നാഥൻ വരുമെന്ന് ഇന്ന് രാത്രി അകത്തളത്തിനകത്ത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി പുന്നക്കാട് പറയും. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിവർന്ന് തലകളെ ഉയർത്തുവി കാത്തിരിക്കുന്ന ദൈവകുഞ്ഞുങ്ങളെ ചേർക്കുവാൻ 10,000 പേരിൽ സുന്ദരനായി എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വെളിപ്പെടാറായി. പുന്നക്കാട് ദൈവസഭയെ, ഈ പട്ടണമേ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. വായിക്കുന്നു സെഖര്യാ പ്രവചനം 12-ാം അധ്യായം 2-3 വാക്യങ്ങൾ. സെഖര്യാ പ്രവചനം 12-ാം അധ്യായം 2-3 വാക്യങ്ങൾ. ഞാൻ യെരൂശലേമിന് ചുറ്റുമുള്ള ജെറുസലേമിന് ചുറ്റുമുള്ള സകല ജാതികൾക്കും ഒരു പരിഭ്രമ പാത്രമാക്കും. ഒന്നാമത്തെ പ്രസംഗ വിഷയമാ പരിഭ്രമ പാത്രം. 2 യെരൂശലേമിന്റെ തിരോധാനത്തിങ്കൽ അത് യഹൂദയ്ക്ക് വരും. ഇസ്രായേൽ ദേശം മുഴുവൻ ഒരു നിരോധത്തിങ്കലേക്ക് വരാൻ പോകുക. അറബ് ലീഗിന്റെ നേതൃത്വം ആഞ്ഞടിക്കും. അടുത്ത വാക്ക്, അന്നാളിൽ ഞാൻ യെരൂശലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കി വെക്കും. രണ്ടാമത്തെ ഭാഗം, ജെറുസലേം ഭാരമുള്ള കല്ലായി വരും. അടുത്തത്, അതിനെ ചുമക്കുന്നവരൊക്കെയും യെരൂശലേമിന്റെ വിഷയത്തിൽ ആര് കൈവെക്കുന്നു അവരെല്ലാം കഠിനമായി മുറിവേൽക്കും. എല്ലാവരും കരയാൻ പോകുന്നു, കഠിനമായി മുറിവേൽക്കും. അടുത്ത ഭാഗം, ഭൂമിയിലെ സകല ജാതികളും അതിന് വിരോധമായി കൂടി വരും. ഇന്ത്യക്കാർ വരെ അവിടുത്തെ സകല ജാതികളും വിരോധമായി കൂടി വരും. 1 ജെറുസലേം, 2 പരിഭ്രമ പാത്രം, 3 ഭാരമുള്ള കല്ല്, 4 ജാതികൾ വിരോധമായി കൂടി വരും, 5 കഠിനമായി മുറിവേൽക്കപ്പെടും. 5 കാര്യം പറയും, യോഗം അവസാനിക്കും. കണ്ണുകളടയ്ക്കാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കൂടി കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കുക. ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിച്ചല്ലോ. എന്നാൽ വൈകിട്ട് മഴയൊന്നുമില്ലാതെ ഇത്രത്തോളം മക്കൾക്ക് ഇവിടെ കടന്നു വന്ന് ദൈവത്തെ സ്തുതിപ്പാൻ ഒരു അവസരം കൂടി തന്നതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചാട്ട്. മഹത്വവാനായ ദൈവത്തിൻ്റെ കരം ഇന്ന് രാത്രി പ്രവർത്തിക്കുന്നതിന് വേണ്ടി എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചാട്ട്. ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ തിരുസാന്നിധ്യം ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. ചതഞ്ഞ ഓട ഉടയ്ക്കാത്ത നല്ല ദൈവം, പുകയുന്ന തിരിയെ കെടുത്താത്ത നല്ല ദൈവം, ആവശ്യഭാരങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുവാൻ കരുണാമയനായ കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ നടുവിലേക്ക് വന്നിട്ടുണ്ട്. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചാട്ട്. കരുണാമയനും നിത്യനും നീതിമാനുമായി ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി വേളയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. ഒരു രാത്രി കൂടി ഞങ്ങൾ തിരുപ്പാദ പീഠത്തിലേക്ക് വരുന്നു. കഴിഞ്ഞ 2 രാത്രി ഞങ്ങളെ അനുഗ്രഹിച്ച മഹത്വവാനായ കർത്താവ് ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിലേക്ക് ആഗതനായിട്ടുണ്ടല്ലോ. മഹാദൈവത്തിന്റെ തിരുസാന്നിധ്യം ഇന്ന് രാത്രി ഞങ്ങളെ മുഴുവൻ രാത്രിയായി മാറട്ടെ. വേദനയോടെ വന്ന മക്കളുടെ വേദനകൾ മാറുവാൻ, ദുഃഖത്തോടെ വന്ന കുഞ്ഞുങ്ങളുടെ ദുഃഖങ്ങൾ മാറുവാൻ, പ്രയാസത്തോടെ വന്ന കുഞ്ഞുങ്ങളുടെ പ്രയാസങ്ങൾ മാറുവാൻ, കാൽവറിയിലെ മുറിഞ്ഞ കര ഇന്ന് രാത്രി ഹല്ലേലൂയ ഉയർത്തപ്പെടുന്ന രാത്രിയായി മാറട്ടെ. ഒരു കാര്യത്തിന്റെ ആരംഭത്തെക്കാൾ അതിന്റെ അവസാനം നന്നെന്ന് പറയുവാൻ ഇന്ന് രാത്രി കേൾക്കുന്ന വചനം, ചില പാപികൾ മാനസാന്തരപ്പെടുവാൻ, ചില പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ, ചില മദ്യപാനികൾ യേശുവിനെ കാണുവാൻ, ഈ പട്ടണത്തിനകത്ത് ഒരു ആത്മീയ ഉണർവ് നടക്കുവാൻ, ഇനിയും അനേക യോഗങ്ങൾ നടക്കുവാൻ, അനേക പ്രാർത്ഥനാ മന്ദിരങ്ങൾ ഉയരുവാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദേശത്ത് പോരാടുന്ന എല്ലാ അന്ധകാര ശക്തികൾ, എല്ലാ ദുഷ്ടന്റെ പോരുകൾ, എല്ലാ നാമധേയ ബന്ധനങ്ങൾ ഇന്ന് രാത്രി സ്വർഗത്തിന് ഭൂമിക്ക് നാഥനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ പട്ടണം വിട്ടുമാറട്ടെ. ഒരു രാത്രി കൂടി യേശുവിന്റെ നാമത്തിലുള്ള ജയക്കൊടി ഇന്ന് രാത്രി ഞങ്ങൾ ഈ പട്ടണത്തിനകത്ത് ഉയർത്തുന്നു. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശുനാഥൻ ചൊല്ലി ദാഹിക്കുന്ന ഏവരും എൻ്റെ അടുക്കൽ വരട്ടെ. എൻ്റെ എൻ്റെ ഉള്ളിൽ വിശ്വസിക്കുന്നവൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് പറയുന്നത് പോലെ ഹല്ലേലൂയ വചനമാകുന്ന ജീവന്റെ നദി ഒഴുകുമ്പോൾ ഇന്ന് രാത്രി ഒരു അഭിഷേകത്തിന്റെ നദി ഇതിനകത്ത് പുറപ്പെടട്ടെ. എൻ്റെ ഉള്ളിൽ വിശ്വസിക്കുന്ന അവന്റെ അകത്ത് ജീവജല നദി പോലെ ഇന്ന് രാത്രി ഒരു അഭിഷേകത്തിന്റെ നദി ഒഴുകട്ടെ, ഒരു പ്രാർത്ഥനയുടെ നദി ഒഴുകട്ടെ, ഒരു വിടുതലിന്റെ നദി ഇന്ന് രാത്രി ഒഴുകട്ടെ, അത്ഭുത രോഗശാന്തിയുടെ നദി ഇന്ന് രാത്രി ഒഴുകുന്ന രാത്രിയായി മാറട്ടെ. ചില പേരുകൾ ഇന്ന് രാത്രി ജീവന്റെ പുസ്തകത്തിനകത്ത് ചേർക്കപ്പെടുന്ന രാത്രിയായി മാറട്ടെ. ഒരു രാത്രി കൂടി വചനവുമായി അടിയൻ നിൽക്കുന്നു. വചനത്തിന്റെ വാതിലുകൾ ഇന്ന് രാത്രി തുറക്കണം. ഞങ്ങളുടെ പേരോ പ്രശസ്തിയോ ഉയരണ്ട. ക്രൂശിക്കപ്പെട്ട യേശുവിന്റെ നാമം മാത്രം 67ാമത് സഭാദിന കൺവെൻഷനിൽ ഉയരണം.
ആദിയോടൊന്ന് തിരുസാന്നിധ്യത്തിൽ മറയ്ക്കും. കുഞ്ഞുങ്ങളെല്ലാം ദൈവം കാക്ക്. ശബ്ദം, വെളിച്ചം, പ്രകൃതി എല്ലാം കാക്ക്. ഓൺലൈൻ മീഡിയയിൽ ഞങ്ങൾ ശ്രമിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുക. പ്രാർത്ഥന അങ്ങ് മാനിച്ചതിനായ സ്തോത്രം. കാൽവറിയിലെ ദിവ്യകരം തൊട്ടതിനായ സ്തോത്രം. മഹത്വമെല്ലാം അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ. ആമേൻ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഉണർവോടെ ദൈവത്തെ സ്തുതിക്കാം. ശ്രദ്ധയോടെ ഇരിക്കണം. ഇനി സ്പീഡിൽ പോകത്തില്ല. അത് പ്രവചനമാ, പെരിയേ പോകത്തുള്ളൂ. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞതുപോലെ ബൈബിളിൽ 39:27 39 പഴയ നിയമഗ്രന്ഥങ്ങൾ, പുതിയ നിയമങ്ങൾ 27. പഴയ നിയമത്തിലെ 38ാമത്തെ പുസ്തകമാണ് സെഖരിയ പ്രവചനം. ഇത് എഴുതിയിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് പിൻപിൽ 530 550 കാലഘട്ടമെന്ന് പഠിതാക്കൾ പറയുന്നു. 30ാമത്തെ പുസ്തകമാണ്. 211 വാക്യങ്ങളാണ് ഇതിനകത്തുള്ളത്. 14 അധ്യായങ്ങൾ സെഖരിയ പ്രവചനത്തിനകത്തുണ്ട്. അതിനകത്ത് ഇന്ന് രാത്രി 12ാമത്തെ അധ്യായമാണ് വായിച്ചത്. 12ന്റെ 2-3 വാക്യങ്ങൾ. 14 അധ്യായങ്ങൾ, 211 വാക്യങ്ങൾ. ഇദ്ദോ പ്രവാചകന്റെ കൊച്ചുമകനായ സെഖര്യാവിനോട് സ്വർഗത്തിലെ ദൈവം പറഞ്ഞ ചില അരുളപ്പാടുകളാ ഇതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2 പേരെ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. യോശുവ പുരോഹിതനെയും സെരുബ്ബാബേലിനെയും കാണിച്ചിട്ടുണ്ട്. ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ജെറുസലേമിനെ പറ്റിയും യഹൂദിയെ പറ്റിയും ശമരിയെ പറ്റിയും യേശു ക്രിസ്തുവിന്റെ ജനനത്തിന് മുമ്പിൽ വരച്ചു കാട്ടിയത് സെഖര്യാ പ്രവചനം. ഇന്ന് രാത്രി അതിൻ്റെ ഒരു ഭാഗമാണ് തൊട്ടത്. 4 ഭാഗങ്ങൾ ഇതിനകത്തുണ്ട്. 1 ജെറുസലേം, 2 പരിഭ്രമപാത്രം, 3 ഭാരമുള്ള കല്ല്, 4 ജാതികൾ വിരോധമായി കൂടി വരും, 5 കഠിനമായി മുറിവേൽക്കപ്പെടും. ഇത് പറഞ്ഞിട്ട് ഈ പ്രവചനം അവസാനിക്കത്തുള്ളൂ. 2 ഭാഗം കഴിയുമ്പോൾ നാം ദൈവസന്നിധിയിൽ പാട്ടുപാടി കാണിക്കെടുക്കുക. അതിനാസ്പദമായി ഓൺലൈനിൽ പോകുന്നത് കൊണ്ട് തെളിവുകൾ കൂടി കാണിക്കുന്നു. യോബേൽ സംവത്സരത്തിൽ ജെറുസലേം, അന്തിമ ദിനങ്ങളുടെ ന്യായവിധിക്ക് വേണ്ടി യെരുസലേം ഒരുങ്ങുന്നു. യോബേൽ സംവത്സരത്തിനകത്ത് യെരുസലേം തീർന്നില്ല. യഹൂദന്റെ അവസാന ആരാധനയ്ക്ക് വേണ്ടി ജെറുസലേം ഒരുങ്ങുന്നു. ശബത്തുകളുടെ ശബത്തിലേക്ക് യെരുസലേം നീങ്ങുന്നു. 3ാമത്തെ ഭാഗമായി ഒരു ഭാഗം കൂടി പറഞ്ഞ് വചനത്തിലേക്ക് കിടക്കുന്ന അടയാളങ്ങളുടെ അവസാന ദിനങ്ങൾ. ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ അടയാളങ്ങളുടെ അവസാനമായി യെരുശലേം അവസാന ശബത്തിലേക്ക് വരുന്നു. യോബേലിന്റെ സംവത്സരമായി ഇസ്രായേലിന്റെ 70 ആഴ്ചവട്ടം. അങ്ങനെയെങ്കിൽ എന്താ ജെറുസലേം, എന്താ ഇസ്രായേൽ? ഇത് പറയാതെ ഈ പ്രസംഗത്തിലേക്ക് കടക്കാൻ പറ്റത്തില്ല. ഇനി ശ്രദ്ധയോടെ വിശുദ്ധ തിരുവചനം. ഉൽപ്പത്തി 1 പ്രപഞ്ചം, 2 മനുഷ്യൻ, 3 പാപം. 1 പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. ആദിയിൽ ദൈവം ആകാശം ഭൂമി, പിന്നത്തതിൽ പാഴും ശൂന്യവും, വെള്ളത്തിന്മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. 2ാമത് മനുഷ്യനെ സൃഷ്ടിച്ചു. എവിടുന്നാ മനുഷ്യനെ സൃഷ്ടിച്ചത്? ഏദനിൽ നിന്നല്ല. കുരങ്ങ് രൂപാന്തരപ്പെട്ടതല്ല മനുഷ്യൻ. ചിമ്പാൻസി മാറിയതല്ല മനുഷ്യൻ. ഇന്ന് ഇറാഖിന്റെ വടക്കേറ്റ ഒരു നദിയുണ്ട്. രാത്രിയിൽ ചിന്തിക്കും, യൂഫ്രട്ടീസ് ടൈഗ്രീസ്. അതിന്റെ തൊട്ടപ്പുറത്ത് ഒരു പട്ടണമുണ്ട്. ആ പട്ടണത്തിന്റെ പേര് എത്യോപ്യ. എത്യോപ്യയിൽ സർവശക്തനായ ദൈവം കടന്നു വരുന്നു. 6 ഘടകം സ്വർഗത്തിലെ ദൈവം എടുക്കുന്നു. സാദൃശ്യം, സ്വരൂപം, തേജസ്, ബഹുമാനം, അധികാരം, ജീവശാസ്ത്രം. 7ാമത്തെ ഘടകം നിലത്ത പൊടിയിൽ നിന്ന് മനുഷ്യനെ മെനയുന്നു. ബൈബിൾ ശ്രദ്ധയോടെ. ഉൽപ്പത്തി 2:17 നിലത്ത പൊടിയിൽ നിന്ന് മനുഷ്യനെ മെനഞ്ഞു. ഇയ്യോബ് 19:25 എന്നെ വീണ്ടെടുക്കുന്നവൻ ഒരുവൻ പൊടിമേൽ നിൽക്ക്. ദാനിയേൽ 12:2 നിലത്ത പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ ചിലർ നിത്യ ജീവനായും ചിലർ നിത്യ ലജ്ജയ്ക്കായും എഴുന്നേൽക്ക്. അപ്പുറത്തേക്ക് വന്നാൽ സങ്കീർത്തനം 90 അഹരോന്റെ മരണം കണ്ട് മോശയെ സ്വർഗം കാണിക്കുമ്പോൾ അനാദിയായി ശാശ്വതമായി നീ ഞങ്ങളുടെ ദൈവം, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവൻ എന്ന് മടക്കി വിളിക്കുന്ന സ്വർഗത്തിലെ ദൈവം. അതിനുശേഷം വീണ്ടും എഴുതിയിരിക്കുന്നു, മനുഷ്യപുത്രന്മാരെ പൊടിയിലേക്ക് മടക്കി ചേരുമാറാക്കുന്ന ദൈവം. അങ്ങനെയെങ്കിൽ മണ്ണി നല്ല മനുഷ്യനെ മെനഞ്ഞത് നിലത്ത പൊടി. മണ്ണിനകത്ത് 97 മൂലകമുണ്ട്. അതിന്റെ കട്ടി മൂലകം പെറോക്സോൺ. അതീ നല്ല മനുഷ്യനെ മെനഞ്ഞത് നിലത്ത പൊടിയിൽ നിന്ന്. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. ആദമിന്റെ മൂക്കിലേക്ക് സർവശക്തൻ ജീവശ്വാസം ഊതിയപ്പോൾ ആദമിന്റെ കണ്ണുകൾ തുറന്നു, കരങ്ങൾ ചലിക്കുവാൻ തുടങ്ങി, കിഡ്നിയുടെ പ്രവർത്തനം ഓക്കെയായി, കാലിന്റെ തള്ളവിരകളിലേക്ക് ചലനം തുടങ്ങി, നഖവും തലമുടിയുമെല്ലാം ചലിച്ചു. അപ്പോൾ ആദം ജീവനുള്ള ദേഹിയായി തീർന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, സർവശക്തന്റെ വചനം നിന്റെ മേൽ ഇറങ്ങിയാൽ, അവന്റെ അഭിഷേകത്തിന്റെ ശക്തി നിന്റെ മേൽ ഇറങ്ങിയാൽ, ചലിക്കാത്ത ഓർഗനെ ചലിപ്പിക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. ഇല്ലാത്ത അവയവത്തിനകത്ത് ചലനം കൊടുക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് സൃഷ്ടാവായ
പിതാവായ ദൈവത്തിന്റെ ഹല്ലേലൂയ ശ്വാസം ആദമിന്റെ മൂക്കിലേക്ക് ഇറങ്ങിയപ്പോൾ ആദം ജീവനുള്ള ദേഹിയായി തീർന്നു. അങ്ങനെയെങ്കിൽ അതുകൊണ്ടാണ് ഞങ്ങൾ ഘോരം പറയുന്നത്, കത്തി തൊടാതെ സർജറി ചെയ്യുവാൻ കരുത്തുറ്റവനാ ഞങ്ങൾ ആരാധിക്കുന്ന ദൈവം. അവൻ തന്റെ വചനമയച്ച് അവരെ വിടുവിക്കുന്ന ദൈവം. അവന്റെ ശ്വാസത്താൽ മനുഷ്യന്റെ ശരീരത്തിലെ ഓർഗൻസിനെ മുഴുവൻ ചലിപ്പിക്കുന്നു. ആ സമയത്ത് അവന് തക്ക തുണയായി, ഇണയല്ല ദൈവം കൊടുത്തത്, ആദമിന് തക്ക തുണ. ഇണയുടെ പ്രത്യേകത എന്താ? എല്ലാവരും ഉണ്ടല്ലോ, 5 മിനിറ്റ് പോയാലും വേണ്ടിയില്ല. ഇണയുടെ പ്രത്യേകത, തമ്പാനൂരിൽ നിന്ന് നാഗർകോവിൽ വണ്ടി കയറി കഴിഞ്ഞാൽ പെങ്കൊച്ച് കളിക്കാവിളയിൽ ഇറങ്ങും, ചെറുക്കൻ മാർത്താണ്ടത്ത് ഇറങ്ങും. അതിൻ്റെ പേരാ ഇണ. സന്തോഷം ഇല്ലല്ലോ? ഹല്ലേലൂയ. തുണയുടെ പ്രത്യേകത എന്താ? സഹോദരിക്ക് ഹല്ലേലൂയ ഒരു നെഞ്ചുവേദന കരൾ വേദന വന്നാൽ നെയ്യാറ്റിൻകര ഫാസ്റ്റ് ഫുഡിൽ പോകത്തില്ല, അച്ചായനൊരു കട്ടൻ കാപ്പിയും ദോശയും ചുട്ടു കൊടുക്കുക. സന്തോഷമില്ലല്ലോ? അതിൻ്റെ പേരാ തുണ. സഹോദരിമാർക്ക് നല്ല വാക്ക്. ചേട്ടനൊരു സുഖമില്ലായിരുമ്പോൾ ഡൈവോഴ്സ് മേടിച്ച് പോകുന്നതല്ല, ദൈവം കൂട്ടിച്ചേർത്തതിന് മനുഷ്യൻ പിരിക്കരുത്. സന്തോഷമില്ലല്ലോ? നമ്മുടെ കൺവെൻഷനായാലും ഇതിൻ്റെ പേരാ തുണ, പരസ്പര സഹായം. അങ്ങനെയെങ്കിൽ തക്ക തുണയെ കൊടുത്തു, ഏദനിലേക്ക് കൊണ്ടുവന്നു. ഏദനിനകത്ത് വരുമ്പോൾ 5-6 കാര്യം സ്വർഗം പറഞ്ഞു. അടക്കി വാഴുക, പെറ്റുകരുക, സന്താനപുഷ്ടി ഉള്ളവരാകുക, നിത്യനിത്യം കർത്താവിനെ ആരാധിക്കുക. അതിനുശേഷം വേറൊരു കാര്യമുണ്ട്. തോട്ടത്തിൻ്റെ നടുവിൽ ഒരു വൃക്ഷമുണ്ട്, അതിൻ്റെ ഫലം നിങ്ങൾ ഭക്ഷിക്കരുത്. കർത്താവ് അറിഞ്ഞുകൊണ്ടാണ് മഴ പെയ്യുന്നത്. ഇപ്പം നല്ല AC, അതുകൊണ്ടൊരു 10 മണി വരെ യോഗം പോട്ടെന്ന് വിചാരിച്ച കർത്താവ് നല്ല തണുപ്പ് തന്നുകൊണ്ടിരിക്കുക. വിഷമിക്കേണ്ട. നേരത്തെ ആയിരുന്നേ നിങ്ങൾ ആരും വരത്തില്ലായിരുന്നു. ദൈവം അത് അറിഞ്ഞുകൊണ്ടാണ് കൃത്യസമയത്ത് മഴ തന്നത്. പുറത്തൊരു മഴ പെയ്യുമ്പോൾ അകത്ത് വചനത്തിൻ്റെ മഴ പെയ്യട്ടെ. സ്തോത്രം. അതിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. മക്കളെ, അങ്ങനെയെങ്കിൽ ഈ സർപ്പം പണ്ട് അരുണോദയ പുത്രനായ ശുക്ര, നീ വെട്ടേറ്റ് വീണതെങ്ങനെ? കർത്താവിൻ്റെ ഒരു ആരാധനാ സംഘം ഉണ്ടായിരുന്നു. അതിനകത്ത് ഒരു വർഷിപ്പ് ലീഡർ ഉണ്ടായിരുന്നു. അവൻ്റെ പേരാ ലൂസിഫർ. ലൂസി പ്രകാശം, ഫെർ രശ്മി. അവൻ ദൈവത്തോട് മറുതലിച്ചു, ഞാൻ സിംഹാസനത്തിലെ കയറും, നിന്റെ കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവനെ വെട്ടി ദൈവം താഴെയിട്ടു. തേജസ് നഷ്ടപ്പെട്ട ദൂതന പിശാചായി മാറിയത് ലൂസിഫർ. അവൻ എന്തോ ഇത് തോട്ടത്തിൻ്റെ നടുവിലെ വൃക്ഷം കണ്ടിട്ട് ആദമിനെ ചാക്കിട്ടു. ആദമിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് കഴിക്കണം, നിങ്ങൾ ദൈവത്തെ പോലെയാകും. കർത്താവിൻ്റെ കരമിറങ്ങി ആദമിന് പിടികിട്ടി ഇതൊരു ഉപായമാണ്. ആദം കഴിച്ചില്ല. അന്നേ ഈ സർപ്പത്തിന് പിടികിട്ടി ആദമിനോട് പരിപാടി നടക്കത്തില്ല, അതുകൊണ്ട് ഹവ്വാമ്മയെ ചാക്കിടാം. സന്തോഷമില്ലല്ലോ? അത് പാസ്റ്റർമാരായാലും പ്രവാചകന്മാരായാലും എല്ലാ കണ്ണൂർ ലുട്ടാപ്പയായാലും ആദ്യം ചാക്കിടുന്ന ആരെയാ? സഹോദരിമാരെയാ. സന്തോഷമില്ലല്ലോ? അച്ചായന്മാരെങ്ങനെ പീഡിക്കാൻ പാടാ? അത് ഏതനി തുടങ്ങിയതാ. എന്നിട്ട് എന്തായ? ആ സഹോദരി ഭക്ഷിച്ച് കഴിച്ചു. ആർക്ക് കൊടുത്തു? ആദമിനും കൊടുത്തു. സായം സന്ധ്യയിൽ സ്വർഗത്തിൻ്റെ ക്യാമറ ഇതെല്ലാം കാണുക. എന്നിട്ട് സ്വർഗം വന്ന് ചോദിക്കുന്നു പാപം ചെയ്ത ആദമിനോട്, ആദമേ നീ എവിടെ? ഒരു മനുഷ്യൻ നശിച്ചു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കയില്ല. അന്ന് ദൈവം വെച്ച ആയുസത്ര? ഒരു ദിവസം 1000 സംവത്സരം. അത് കഴിഞ്ഞു. ഈ ജനം ഇങ്ങോട്ട് പാപം ചെയ്തു. കായീൻ ഹാബേലിനെ കൊല്ലുന്നു. സ്വർഗം മടുത്തു. ഉൽപ്പത്തി 5 വരുമ്പോൾ 1000 സംവത്സരം ജീവിച്ച ഒരു കുഞ്ഞുങ്ങൾ പോലും ബൈബിളിലില്ല. 969 സംവത്സരം ആര് ജീവിച്ചു? മെതുശലേഖ് ആരായിരുന്നു? കൺവെൻഷൻ പ്രാസംഗികനായിരുന്നു, ചർച്ചിലെ പാസ്റ്ററായിരുന്നു. അല്ല, ഹാനോക്കിന്റെ മകനാ മെതുശലേഖ്. അപ്പൻ ദൈവത്തോട് കൂടെ നടന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം തലമുറയെ അനുഗ്രഹിച്ചു. കണ്ടോ? ആരാ ദൈവത്തോട് കടന്ന്? ഹല്ലേലൂയ. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നപ്പോൾ തലമുറയെ ദൈവം അനുഗ്രഹിച്ചു. 969 സംവത്സരം. ഉൽപ്പത്തി 6 വരുമ്പോൾ ദൈവത്തിന്റെ പുത്രന്മാർ ലോകത്തിന്റെ പുത്രിമാരെ തെരഞ്ഞെടുത്തു. ഇന്നത്തെ കണക്ക് കല്യാണമില്ല, ബ്രോക്കറില്ല, ഓൺലൈൻ. സന്തോഷമില്ലല്ലോ? ചെറുക്കനും പെങ്കൊച്ചും പഠിക്കാൻ പോയാൽ വീട്ടിൽ വന്ന് മമ്മിയോടടുത്ത് പറയും, എൻ്റെ പാർട്ട്ണറെ കിട്ടി. ചെറുക്കനെ കിട്ടിയെന്നല്ല, എൻ്റെ പാർട്ട്ണറെ കിട്ടിയെന്ന്. സ്വോത്രം. ബിസിനസ് പോലെ. അതിൻ്റെ പേരാ ഓൺലൈൻ. സ്വോത്രം. അവസാനം പെരുവഴിയാവുക മക്കള്. ഈ ഓൺലൈനാ വന്നത്. തിരുവനന്തപുരത്ത് വന്നില്ലേ ലോകത്തിന്റെ പുത്രന്മാർ, ദൈവത്തിന്റെ പുത്രന്മാർ, ലോകത്തിന്റെ പുത്രി. അതിനായി ക്യാമ്പസിനകത്ത് ചില കള്ളന്മാർ കൊണ്ടുവരുന്ന ലവ് ഓഫ് കിസ് ഓഫ് ലവ്. പിന്നെ MG കോളേജ് ചുംബന സമരം, അങ്ങനെയൊക്കെ വല്ലതും കേട്ടായിരുന്നു? സ്വോത്രം. ഇതിനങ്ങും പോകരുത്. ഒന്ന് കർത്താവ് അടിക്കും, 2 RSSകാർ അടിക്കും. സന്തോഷമില്ലല്ലോ? അതിനായി ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുന്നു. സ്വോത്രം. ഇതെല്ലാം അന്ത്യകാലമാണ്. അപ്പോൾ സ്വർഗത്തിലെ ദൈവം ആയുസിനെ മാറ്റപ്പെടുത്തി. നമ്മുടെ നെയ്യാറ്റിൻകരയിലെ ടൈലറിങ് ജോളി ചേച്ചി ചുരിദാറിന്റെ കാല് വെട്ടുന്ന ഒരൊറ്റ വെട്ടി 120 സംവത്സരമായി. സന്തോഷമില്ലല്ലോ? 1000 ഒറ്റയടിക്ക് 120. ഈ ജനം പാപം ചെയ്തപ്പോൾ സ്വർഗത്തിലെ ദൈവം ഒരു ഉപദേശിയെ പിടിച്ചു. ആ ഉപദേശിയുടെ പേരാ നോഹ.
നോഹ കാലത്ത് സ്വർഗം കണ്ടു, ദൈവത്തിന്റെ കൃപ ലഭിച്ചു. പെട്ടകം പണിയാൻ അഡ്വാൻസ് കൊടുത്തു, സ്ട്രക്ചർ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ കൊടുത്തു. നോഹയോട് പറഞ്ഞ് നല്ലതുപോലെ പ്രസംഗിക്കാൻ. നോഹ നല്ലതുപോലെ പ്രസംഗിച്ച് പെട്ടകത്തിന് പെയിന്റ് അടിച്ചവനും കയറിയില്ല, നെയ്യാറ്റിൻകര പാട്ട് പാടിയവനും കയറിയില്ല. കണ്ടോ, ഇത് തന്നെ നമ്മുടെ സൂചിച്ചിട്ട് നമ്മൾ നെഞ്ചു കയറി പ്രസംഗിക്കും, ആരും കയറത്തില്ല. നോഹ പെട്ടകത്തിന് കുറ്റിയിട്ട്, നോഹ പെട്ടകത്തിൽ കയറിയപ്പോൾ സ്വർഗത്തിലെ ദൈവം കുറ്റിയിട്ടു. എന്താ സ്വർഗത്തിലെ ദൈവം കുറ്റിയിട്ടത്? നോഹ പെട്ടകത്തിൽ കയറിയപ്പോൾ ഇന്നത്തെ കണക്ക് യെല്ലോ, മാംഗോ, പൈനാപ്പിൾ, ഓറഞ്ച് അലർട്ടെല്ലാം കൂടെ വന്നത് സ്വോത്രം. അപ്പോൾ നോഹ കുറ്റിയിട്ടാൽ ഇന്നത്തെ കണക്ക് പല ചർച്ച വെച്ചേക്കുന്ന CC ക്യാമറ ഉണ്ട്. ഈ നോഹയുടെ പ്രസംഗം അന്ന് യൂട്യൂബിൽ കണ്ടവർ ഉടനെ വരും, എന്തോ സംഭവിക്കാൻ പോകുന്നു സ്വോത്രം. യവൻ കഥവ് ഉറക്കിയല്ല, ഉടനെ ഞങ്ങളെപ്പോലുള്ള ഉപദേശിമാരെ കവറ് കാണിക്കും. ഞങ്ങളുടെ ഭാര്യമാർ പറയും ചർച്ച സെക്രട്ടറി കാണുന്നില്ല, അച്ചായം മേടിച്ച് കഥവ് തുറന്നോളാം. സന്തോഷമില്ലല്ലോ. അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം നോഹയുടെ പെട്ടകത്തിന് കുറ്റിയിട്ടത്. എന്താ കാര്യം? തമ്പുരാൻ ഒരു പെട്ടകത്തിന് കുറ്റിയിട്ടാൽ പിന്നെ അതാർക്കും തുറക്കാൻ പറ്റത്തില്ല. തീർന്നില്ല. തമ്പുരാൻ നിന്റെ കുടുംബത്തിൽ ഒരു വഴി തുറന്നാൽ കോട്ടൂരിലെ മന്ത്രവാദിക്കും അത് അടയ്ക്കാനും പറ്റത്തില്ല. സ്വോത്രം. അതിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. പെട്ടകത്തിനകത്ത് കയറി 40 ദിവസം മഴയും മഞ്ഞും ഒക്കെയായി. സ്വോത്രം. അപ്പൊ നോഹയുടെ ഭാര്യ മക്കളും ഒക്കെ പറഞ്ഞു, ഇത് കർത്താവ് വെറുതെ പറഞ്ഞതാ, ഇത് മിക്കവാറും അറബിക്കടലിൽ മുങ്ങുമെന്ന്. സ്വോത്രം. നോഹ കയറിയ പെട്ടകത്തിനകത്ത് കുലുക്കമുണ്ടായിരുന്നു. പലരും പറയും ക്രിസ്തീയ ജീവിതത്തിൽ കയറിയ വീട്, കാറ്, ഉടനെ മാല, സ്വർണം ഇതെല്ലാം കിട്ടുമെന്ന്. കഷ്ടം. യേശു ചെന്ന കാനാവിലെ കല്യാണ വീട്ടിലും പ്രശ്നം ഉണ്ടായിരുന്നു. സന്തോഷമില്ലല്ലോ. സ്വോത്രം. സ്വോത്രം. തീർന്നില്ല. യേശു കയറിയ പടകിനകത്ത് കാറ്റും തിരമാലയും ഉണ്ടായിരുന്നു. പലരും പറയും യേശുവിനെ കണ്ട പ്രശ്നങ്ങളുണ്ട്. നോഹയുടെ പെട്ടകം ആടിയൊലഞ്ഞു, പക്ഷെ പടകിനകത്ത് പല കാര്യങ്ങളും ഉണ്ടായി. പക്ഷെ അടിസ്ഥാനമിട്ടത് സ്വർഗത്തിലെ ദൈവമെങ്കിൽ അതിനെ ആരാരാത്തിനകത്ത് സ്വർഗത്തിലെ ദൈവം ഉറപ്പിച്ചു. വചനം മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഈ വചനം നീ എടുത്ത് അടിസ്ഥാനമിട്ടെങ്കിൽ സഹോദര സഹോദരി, ക്രിസ്തീയ ജീവിതത്തിൽ പ്രതികൂലം വന്നാലും രോഗങ്ങൾ വന്നാലും പ്രതിസന്ധി വന്നാലും നിന്റെ ഭവനത്തിനകത്ത് ചില്ലറ കാശവിശ ഉണ്ടായാലും അടിസ്ഥാനമിട്ടത് സ്വർഗത്തിലെ ദൈവമെങ്കിൽ അതിൻ്റെ നടുവിൽ ആരാരാത്തിനകത്ത് ഉറപ്പിക്കുക. പെട്ടകത്തിന് സ്ട്രക്ചർ കൊടുത്ത് എൻ്റെ നാഥന് കഴിയും. വിശ്വസിക്കുന്നവർക്കായി ഇന്ന് രാത്രി ഒരു ദൂതം ഏറ്റെടുക്കണം. ക്രിസ്തീയ ജീവിതത്തിൽ പ്രതിസന്ധിയുണ്ട്, പ്രതികൂലമുണ്ട്. പെട്ടകം അല്പമാടി ഉളഞ്ഞാൽ, തിരമാലകൾ അതിനെതിരെ വന്നാൽ, വൻ മഴ പെയ്തിറങ്ങിയാൽ, മരങ്ങൾ അതിനെതിരെ ആഞ്ഞടിച്ചാൽ, ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, അടിസ്ഥാനമിട്ടത് സർവശക്തനെങ്കിൽ അവൻ തളരാതെ പതറാതെ എന്നെ നിത്യതയുടെ കവാടത്തിലെത്തിക്കുക. അതിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. സ്തോത്രം. പെട്ടകം അവിടെ ഉറച്ച് നല്ല സ്ഥലമായിരുന്നു. അമ്പൂരിയുടെ കാമ്പട തേക്കുപാറ മണലി സ്ഥലമായിരുന്നു. നോഹ ആ പെട്ടകത്തിൽ നിന്നിറങ്ങി. അപ്പോൾ അവിടെ സുവിശേഷമൊന്നുമില്ല, ഒരു കൃഷി തുടങ്ങി. മുന്തിരി കൃഷി, നല്ല കൃഷി. ആദ്യം കൃഷി ചെയ്തു തമിഴ്നാട്ടിലേക്കും ഗൾഫിലേക്കും കയറ്റി അയച്ച് നല്ല ഹല്ലേലൂയ കാശായപ്പോൾ ഇലന്തൂരിലെ ചേച്ചിയെ ചാക്കിട്ടോള് ആരാണ്ട് നോഹയോട് പറഞ്ഞു, അച്ചായ ഇത് വാറ്റി വിറ്റാൽ നല്ല കാശ് കിട്ടുമെന്ന്. സന്തോഷമില്ലല്ലോ. നോഹ ഉടനെ എന്തോ ഇത് നല്ലതുപോലെ ഇത് ബിവറേജസ് വാറ്റി നല്ല കാശ് ഇരട്ടിയായിട്ട് കിട്ടിയപ്പോൾ ഏതോ കള്ള ഉപദേശി എന്നിട്ട് പറഞ്ഞു, നോഹയപ്പച്ച ഇച്ചിരി അടിച്ചാലും കുഴപ്പമില്ലെന്ന്. സ്വോത്രം. ആദ്യം നോഹ 30 അടിച്ചു, പിന്നെ 60 അടിച്ചു, പിന്നെ 90 അടിച്ചു. നമ്മുടെ നെയ്യാറ്റിൻകരയിൽ അച്ചായന്മാരുടെ കണക്ക് മലയാളം പറഞ്ഞാൽ നൂൽബന്ധമില്ലാതെ വീട്ടിനകത്തായിപ്പോയി. സന്തോഷമില്ലല്ലോ. അപ്പോൾ 3 കുഞ്ഞുങ്ങളുണ്ട്, ശേം, ഹാം, യാഫേത്ത്. ഉച്ചയ്ക്ക് വന്നപ്പോൾ സുവിശേഷം പ്രസംഗിച്ച പപ്പായുടെ കടപ്പ് കണ്ട് അവർ കൂടാരത്തിന് മറിഞ്ഞു നിന്നു. നോഹ ബോധത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു. മക്കളെ ശപിച്ചു. കനാൻ ശപിക്കപ്പെട്ടവൻ. കണ്ടോ, ഉപദേശം പ്രസംഗിച്ച സത്യ ഉപദേശി നല്ല ഒന്നാന്തരം കലക്കവെള്ളം കലക്കി മുന്തിരി കഴിച്ച് മക്കളെ ശപിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, യവ ഇനി നോയ. സന്തോഷമില്ലല്ലോ. കർത്താവ് അവിടുന്ന് ഗുഡ് ബൈ പറഞ്ഞു. ഇവിടത്തേക്ക് പോയെന്നറിയാമോ? ഇറാഖിനകത്ത് മെസ്സപ്പെട്ടോമിയ, അവിടെ കൽദയ പട്ടണമായ ഊരിൽ ഉരിയാടാത്ത ദൈവതങ്ങളുടെ നടുവിൽ ശേത്തിന്റെ തലമുറയിൽ തേരകിന്റെ മകനായി ഒരുവൻ വിഗ്രഹങ്ങളെ കൊണ്ട് പാർത്തുകൊണ്ടിരിക്കുന്ന അബ്രഹാം. അവൻ ഈ വിഗ്രഹത്തെ ഉണ്ടാക്കിയിട്ട് ഒരു ചലനമില്ല. സ്വർഗത്തിലെ ദൈവം നേരെ അവിടെ ഇറങ്ങി അബ്രഹാമിനോട് പറഞ്ഞു, കുഞ്ഞ് എഴുന്നേറ്റോളാൻ പറഞ്ഞു. അവൻ യാത്രയാകുവാൻ തുടങ്ങി. എന്താ അവിടെ വെച്ച് കൊടുത്ത വാഗ്ദത്തം? ഉൽപ്പത്തി 12, നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും. നിന്നാൽ ഭൂമിയിലെ സകല വംശങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നിന്നെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കുഞ്ഞുങ്ങൾ, ഭൂമിയിലെ പൊടി പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ ഞാൻ അനുഗ്രഹിക്കും. അത് കേട്ടിട്ട് അപ്പനോട് ചോദിക്കാതെ അവൻ യാത്ര 1498 കിലോമീറ്റർ അബ്രഹാം നടന്ന് സഞ്ചരിച്ചത്. അതിൻ്റെ പേരാ കനാൻ.
അവന്റെ കൂടെ വേറൊരുവനും ഉണ്ടായിരുന്നു. അവന്റെ പേരാ വിളി കേൾക്കാത്ത ഒരുവൻ, അവന്റെ പേരാ ലോത്ത്. ഇവർ രണ്ടുപേരുടെ കനാനിൽ വന്ന് പാർത്തു. ആടുമാടുകളെല്ലാം ഉണ്ടായി. അബ്രഹാമിന് നല്ലൊരു ഭാര്യയെ കിട്ടി. ഭാര്യയുടെ പേര് സാറ. ലോത്തിന്റെ അമ്മാമയ്ക്ക് ബൈബിളിലും പേരില്ല, ഗൂഗിളിലും പേരില്ല. സന്തോഷം, സ്വോത്രം. അങ്ങനെ ഒരു അമ്മാമയായിരുന്നു ലോത്തിന്റെ അമ്മാമ. അങ്ങനെയെങ്കിൽ ഇപ്പൊ നല്ലതുപോലെ കാര്യങ്ങളായപ്പോൾ ഈ അമ്മാമ്മമാർ രണ്ട് വീട്ടിൽ വന്നപ്പോഴാ പ്രശ്നം രൂക്ഷമായത്. ലോത്തിന്റെ അമ്മാമ ചർച്ചുകാരിയോ ഉപവാസ പ്രാർത്ഥന സോദരി സമാജമല്ല. ലോത്തിന്റെ അമ്മാമ അവറാച്ചായന് ലോത്ത് ആടിനെ മേയ്ക്കുമ്പോൾ പെട്ടിയും പ്രമാണം നോക്കി കരവടച്ച രസീത് നോക്കിയപ്പോൾ എല്ലാം അബ്രഹാമിന്. ബാങ്കിലെ രസീതെല്ലാം അബ്രഹാമിന്. ഉടനെ എന്തോ ഇതെന്നറിയാമോ? ലോത്തിന്റെ അമ്മാമ കഞ്ഞി കൂടി മാറ്റി 2 അടുപ്പ് വീട്ടിൽ കത്തി. സന്തോഷമില്ലല്ലോ? അന്ന് തൊട്ട 2 അടുപ്പ് വീട്ടിൽ കത്തി തുടങ്ങിയത്. സ്വോത്ര സഹോദരിമാർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. 2 സഹോദരന്മാരെയൊക്കെ നമ്മൾ സ്വോത്ര ലെവലാക്കിക്കൊണ്ട് 2 ചേച്ചിമാരെ കൊണ്ടുപോണേ. ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെ കാണാതെ പഠിച്ചാൽ പാടാ. സ്വോത്രം. അങ്ങനെ ഇരുന്നപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കണം. എന്താ, ഒരു വീതം വെപ്പ് കിട്ടി. നല്ല സ്ഥലങ്ങൾ നെയ്യാറ്റിൻകര, കാട്ടാക്കട, വെള്ളറട, പാറശാല എല്ലാം ലോത്ത് കൊണ്ടുപോയി. പാവപ്പെട്ട അബ്രഹാമിന് കിട്ടിയത് തേക്കുപാറ, അമ്പൂരി, മണലി, മൂങ്ങോട് അങ്ങനെയുള്ള സ്ഥലമാണ് കിട്ടിയത്. അതിൻ്റെ പേരാ മമ്രയുടെ തോപ്പ്. മമ്രയുടെ തോപ്പിനൊരു പ്രത്യേകതയുണ്ട്. അബ്രഹാമിൻ്റെ വീട്ടുമുറ്റത്ത് ഒരു കുടില, പക്ഷേ ഒന്നുണ്ട്, ഒരു യാഗപീഠമുണ്ട്, കരുവേലകമുണ്ട്. യാഗപീഠം അന്നന്ന് ദൈവസന്നിധിയിൽ മുട്ടുമടക്കും. കരുവേലകം ആരെങ്കിലും വന്നാൽ ഒരു കട്ടൻ ചായ കൊടുക്കും. സ്വോത്രം. അവന്റെ കുടുംബം എൻ്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. 1 ഭവനത്തിനകത്ത് ആരാധന. 2 ആരെങ്കിലും വന്ന പണമല്ല ആദ്യം കൊടുക്കുന്നത്, ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുന്നു. അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചു. ആ തലമുറയിൽ ഒരു സന്തതി ലഭിച്ചു, ഈസഹാക്ക്. അബ്രഹാമിനെ ദൈവം അനുഗ്രഹിക്കാൻ 3 കാര്യങ്ങൾ. സമയം പോകുന്നെങ്കിലും അങ്ങ് പറയൂ, നാളെ യോഗമില്ലല്ലോ. 1 അവൻ വിട്ടിറങ്ങാൻ തയ്യാറായി. 2 അബ്രഹാം ലോത്തുമായി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി. 3 മലയാളം ഏകജാതനായ ഇസഹാക്കിന് മോറിയാദേശത്തുള്ള മലയിൽ യാഗം കഴിപ്പാൻ പറഞ്ഞപ്പോൾ ദൈവസന്നിധിയിൽ തന്നതിനെ വിട്ടുകൊടുക്കാൻ തയ്യാറായി. 3 മലയാളവേട അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചത്. നമ്പർ 1 വിട്ടിറങ്ങി, നമ്പർ 2 വിട്ടുവീഴ്ച, നമ്പർ 3 വിട്ടുകൊടുക്കാൻ തയ്യാറായപ്പോൾ സ്വർഗത്തിലെ ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചു. പ്രിയ ദൈവമക്കളെ, സ്വോത്രം. ഇസഹാക്ക് എന്നൊരു സന്തതി ഉണ്ടായി. ഇസഹാക്കിന് ശേഷം അവന് 2 കുഞ്ഞുങ്ങളുണ്ടായി. 1 ഏശാവ്, 2 യാക്കോബ്. ഏശാവ് ആരാ? വനവേട്ടക്കാരനും വനശാലിയുമാ. സ്വോത്രം. മറ്റേ യാക്കോബ് ആരാ? മമ്മിയുടെ ചുരിദാറിൽ വീട്ടിൽ ഇങ്ങനെ തുമ്പെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഉപായി ആയിരുന്നു യാക്കോബ്. സന്തോഷമില്ലല്ലോ? അപ്പൊ യാക്കോബിന്റെ പഴയ പരിപാടി തന്നെ പറ്റിക്കലിന്റെ ഡോക്ടറേറ്റ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒന്നവൻ ചെയ്തു. ആ ചേട്ടന്റെ ചേട്ടാവകാശം. ഉച്ചയ്ക്ക് ചേട്ടൻ വനവേട്ട കഴിഞ്ഞ് വരുന്നപ്പോൾ നെയ്യാറ്റിൻകരയിൽ പോയി നല്ല ബിരിയാണി റൈസും പയറും ഒക്കെ മേടിച്ച് എസൻസും വെച്ചിട്ട് നല്ലൊരു പായസവും ചിക്കൻ കറിയും വെച്ചു. സ്വോത്രം. കലത്തിന്റെ അടപ്പ് മാറ്റി വെച്ചു. ചേട്ടൻ അന്ന് 48 ഡിഗ്രി സെന്റിഗ്രേഡ് ചൂടാ. ഏശാവ് ഇങ്ങോട്ട് വന്നപ്പോൾ ഏശാവിന് ഈ കലത്തിലെ ചിക്കനും പായസവും ഒക്കെ കണ്ടപ്പോൾ ഇവന് കഴിക്കാൻ, പക്ഷേ എസൻസിന്റെ മണവും കൂടെ മൂക്കിൽ അടിച്ചു. നിൽക്കാൻ പറ്റുമോ? സ്വോത്രം. ആ സമയത്ത് ഏശാവ് പറഞ്ഞു, അനിയ ഈ ഭക്ഷണം തരണം. ചേട്ടനോട് അനിയൻ പറഞ്ഞു, നിന്റെ അവകാശം തരുമെങ്കിൽ ഞാനിത് തരാം. 1 ഏശാവ് പട്ടുപോകാൻ ഒറ്റ കാര്യം, ജ്യേഷ്ഠാവകാശം നഷ്ടപ്പെടുത്തി ദൈവസന്നിധിയിൽ. 2 അപ്പന് കണ്ണു മങ്ങി. അന്നേരം അപ്പച്ചനൊരാഗ്രഹം, ഇച്ചിരി വേട്ടയിറച്ചി കഴിക്കണമെന്ന്. സ്വോത്രം. ഏശാവിനെ വിളിച്ച് ചെവി പറഞ്ഞു, മോനെ, എൻ്റെ കാലം തീരാറ്, വസ്തു പ്രമാണം അനുഗ്രഹം എല്ലാം നിനക്ക് തരാം. പോയി വനാന്തരത്തിൽ പോയി പെട്ടെന്ന് വേട്ടയിറച്ചി കൊണ്ടുവരാൻ. യവൻ തോക്കും 47 പോയപ്പോൾ മമ്മി കേട്ടു. മമ്മി കേട്ടിട്ട് ഇളയ മോനോട് പറഞ്ഞു, ദാണ്ട നിന്റെ ചേട്ടൻ എവിടെ പോയിരിക്കുവാന്നറിയാമോ? അപ്പന് വനാന്തരത്തിൽ പോയിരിക്കുക, ഇറച്ചി കൊണ്ടുവരാൻ. അവൻ അത് വാങ്ങിച്ചാൽ അനുഗ്രഹം കൊണ്ടുപോകും, നീ പരിപാടിയാ. ഉടനെ യാക്കോബ് മമ്മിയോട് ചോദിച്ചു, എന്താ ഒരു പോംവഴി? എല്ലാം ഞാൻ ശരിയാക്കി തരാം, LDF വരും, എല്ലാം ശരിയാകും. സ്വോത്രം. മമ്മി പെട്ടെന്ന് നല്ലൊരു മട്ടൻ കറി, ആദ്യത്തെ ഫാസ്റ്റ് ഫുഡ് ഉണ്ടാക്കിയത് ആര്? നെയ്യാറ്റിൻകര വിസ്മയല്ല, നമ്മുടെ മമ്മിയായ അല്ലെങ്കിൽ റബേക്ക. സ്വോത്രം. ഇസഹാക്കിന്റെ ഭാര്യ റബേക്ക നല്ല കറി ഉണ്ടാക്കി. അപ്പ അവനൊരു സംശയം യാക്കോബിന്, പപ്പായ്ക്ക് എൻ്റെ സൗണ്ട് അറിയത്തില്ല. അതിന് മമ്മി സൊല്യൂഷൻ ഉണ്ടാക്കി, നീ ഏശാവിൻ്റെ രോമക്കുപ്പായ ഇടണം, നമ്മുടെ ജയറാം മിമിക്രി മോണോക്ട് അവതരിപ്പിച്ചോലെ ശബ്ദവും മാറ്റണമെന്ന്. സ്വോത്രം. നേരെ അവിടെ ചെന്ന് പപ്പായുടെ അടുത്ത് ചെന്നിട്ട്, അപ്പച്ചാ നല്ല കറി വന്നിരിക്കുന്നു. ഉടനെ അപ്പച്ചന് സംശയം, ഇതാരാ, എങ്ങനെ കിട്ടി? ഉടനെ പറഞ്ഞു, നമ്മുടെ കർത്താവായ യഹോവ തന്നെന്ന്. എത്ര നല്ല കള്ളമാ പറഞ്ഞു.
പറഞ്ഞെന്നറിയാമോ? സ്വോത്രം. എന്നിട്ട് ആ ശബ്ദം മാറി. അന്നേരം ചോദിച്ചു, നീ എൻ്റെ ആദ്യജാതനായ ഏശാവ് തന്നെ? അതെ പപ്പ എന്ന് പറഞ്ഞു. കയ്യിലൊന്ന് തടവിക്കോളാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഉടനെ പപ്പ നല്ല മട്ടൻ കറിയും കഴിച്ച് സ്വോത്രം ഈ ചെറുക്കനെ അനുഗ്രഹിച്ചു. അനുഗ്രഹം കൂടെ കിട്ടിയപ്പോൾ മമ്മി പറഞ്ഞു, ഇനി ഇവിടെ നിൽക്കരുത്, സ്ഥലം കാലിയായിക്കോണം. എവിടെ? ഒരു ട്രാൻസിസ്റ്റ് വിസ കിട്ടി അരാമ്യനായ ലാബാന്റെ വീട്ടിലേക്ക് പോകാൻ. ചരിത്രമായി ഇസ്രായേലിന്റെ അരാമ്യനായ ലാബാന്റെ വീട്ടിലേക്ക് പോകാൻ ചെറുപ്പക്കാരനിറങ്ങി. കയ്യിൽ ഒരു തുരുത്തി വെള്ളം. അത് കഴിഞ്ഞിട്ട് എന്താ സംഭവം എന്നറിയാമോ? ഒരു വടി. രാവിലെ വീട്ടിൽ നിന്നിറങ്ങി, എങ്ങോട്ടും അറിയത്തില്ല. യവൻ നടന്ന് പോയപ്പോൾ വഴിയരികിൽ വടി നഷ്ടപ്പെട്ടു, തുരുത്തി വെള്ളം തീർന്നു. അന്ന് രാത്രി ലൂസ് എന്ന പട്ടണത്തിൽ യവൻ കിടക്കുക. AC ഇല്ല, നല്ല മെത്തയില്ല. ഒരു കല്ല് തലയണയായി എടുത്തു വെച്ചു. ഉൽപ്പത്തി വാക്യമൊന്നും വായിക്കാൻ എനിക്ക് സമയമില്ല. അവൻ തലയണയായി എടുത്തു വെച്ചപ്പോൾ വീട്ടിലോട്ട് ചെന്നാൽ ഏശാവ് ശരിയാക്കും. അപ്പുറത്ത് ലാബാന്റെ വീട് അവൻ അറിയത്തില്ല. അവന്റെ കണ്ണുനീർ എവിടെ ഇറങ്ങി? തലയണയിൽ ഇറങ്ങിയപ്പോൾ സ്വർഗത്തിന്റെ കോപണി അവന് വേണ്ടി ഇറങ്ങി വന്നു. ഇന്ന് രാത്രി വചനം മനസ്സിലാകുന്നവർക്ക് ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. എല്ലാ വഴികളും അടയും, എല്ലാ വാതിലുകളും അടയും. നിന്നെ സഹായിക്കേണ്ടവർ നിനക്കെതിരെ എഴുന്നേറ്റ് നിൽക്കുക. എന്ന് രാത്രി നിന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് സിസ്റ്റർ കണ്ണുനീർ ഇറങ്ങി വരുമ്പോൾ അന്ന് രാത്രി സ്വർഗത്തിന്റെ കോപണി നിനക്ക് വേണ്ടി ഇറങ്ങി വരും. നിന്റെ വശത്ത് 1000 പേര്, നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും. എന്നാൽ അതൊന്നും നിന്നോട് അടുത്ത് വരികയില്ല. ആരാ നിന്റെ ദൈവം? ഉയരത്തിൽ നിന്ന് മനുഷ്യപുത്രനെ നോക്കിക്കാണുന്ന ദൈവം, കീഴെ ശാശ്വത ഭുജങ്ങൾ വെച്ചിരിക്കുന്ന നല്ല ദൈവത്തെ ഇന്ന് രാത്രി നീ ആരാധിക്കുന്നത്. അതിനായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. സ്വോത്രം. ദർശനം കിട്ടിയപ്പോൾ ആളങ്ങ് ഉഷാറായി. നമ്മുടെ ഹോർലിക്സ് ഒക്കെ കഴിച്ചോല്. ഇവ ഒറ്റ പോക്ക് പോയി. എവിടാന്നറിയാമോ? അരാമ്യനായ ലാബാന്റെ വീട്ടിൽ. ഇവൻ ചെന്നപ്പോഴേ ലാബാന് പിടികിട്ടി. ഇവ അഭിഷേകത്തോട് അന്യഭാഷ പറയുന്നവനാണ്. സ്വോത്രം. ലാബാൻ എന്തോ ഇത് ആടുമാടുകളുടെ എല്ലാം ഇവനെ ഏൽപ്പിച്ചു, റബ്ബർ തോട്ടം എല്ലാം ഏൽപ്പിച്ചു. അപ്പോൾ ലാബാനോട് ചോദിച്ചു, എനിക്ക് എന്തോ പ്രതിഫലം തരും. നല്ലൊരു നടി ഉണ്ടായിരുന്നു, അവളുടെ പേരാ റാഹേലമ്മ. സ്വോത്രം. റാഹേലിന്റെ ഫോട്ടോ എടുത്ത് വാട്സപ്പിൽ ഇട്ടിട്ട് പറഞ്ഞ്, ഇതാ കൈവച്ചോ, 7 വർഷം കഴിയുമ്പോൾ നിനക്ക് കല്യാണം കഴിച്ചു തരാന്ന്. ഈ റാഹേലിനെ ഓർത്ത് ഈ യാക്കോബ് 7 വർഷം ആടുമാടുകളെല്ലാം തീറ്റി. അന്നത്തെ കാലത്ത് ഒരു പ്രത്യേകത ഉണ്ട്. കല്യാണം രാത്രിയില്ല, പകലല്ല. അതിനുശേഷം ഈ പർദ്ദ ഇട്ടിട്ട് കല്യാണം നടത്തുക. കല്യാണം എല്ലാം കഴിഞ്ഞ് രാവിലെ നോക്കിയപ്പോൾ മുമ്പിലിരിക്കുന്നത് ആരാ? റാഹേലല്ല. താരതമ്യേന കണ്ണു മങ്ങിയ ലേയ. കൊടുത്ത നെയ്യാറ്റിൻകരയല്ല, പാറശാലയും കിട്ടും. സന്തോഷമില്ലല്ലോ. അപ്പനെ പറ്റിച്ച് ചേട്ടനെ പറ്റിച്ച് പോയ യാക്കോബിന്റെ ചെന്ന് വീണത് ഡോക്ടറേറ്റ് നേടിയ ഏറ്റവും വലിയപ്പനായ ലാബാൻ. അപ്പൊ ലാബാനുമായിട്ടൊരു തർക്കം ഉണ്ടായി. ലാബാൻ പറഞ്ഞു, ഒരു 7 വർഷവും കൂടെ നീ നില്ല്, അപ്പൊ ഞാൻ റാഹേലിനും തരാം. അപ്പൊ പ്രാർത്ഥനയില്ല, കൂട്ടായ്മയില്ല, ആരാധനയില്ല. ആടുമാടുകളായി. ഇപ്പൊ കൊല്ലം 20. ആ സമയത്ത് 2 ദാസിമാരെയും കിട്ടി, ബിൽഗ, ശിൽപ. ആ സമയത്ത് നമ്മുടെ ലാബാന്റെ പിള്ളേർ UK-യിലും കാനഡയിലും പഠിക്കാൻ പോയി, വിൽസൺ പാസ്. അപ്പോഴാണ് അവന്മാർക്ക് ബുദ്ധി വന്നത്. വീട്ടിൽ തിരിച്ചു വന്നപ്പോൾ ലാബാന്റെ അക്കൗണ്ട് ബുക്കും പ്രമാണവും ചെക്ക് ചെയ്തപ്പോൾ എല്ലാ ആരുടെ പേരില? യാക്കോബിന്റെ പേരിൽ. അപ്പോൾ നമ്മുടെ പിന്നെ മാരായമുട്ടത്തെ ചെറുപ്പക്കാർ കാണിക്കുന്ന പോലെ അളിയന്മാർ കത്തി കാണിക്കാൻ തുടങ്ങി. സന്തോഷമില്ലല്ലോ. അപ്പ യാക്കോബിന് പിടികിട്ടി, ഇനി രക്ഷയില്ല. അത് മാത്രമല്ല, ലാബാന്റെ മുഖം നോക്കിയപ്പോൾ കടന്നൽ കുത്തിയോലിരിക്കുക. സ്വോത്രം. അപ്പൊ ചെറുപ്പക്കാർ സിറ്റിയിൽ ഉലുമാളിൽ പോയി ലാബാൻ രോമം കത്തിരിക്കാൻ പോയപ്പോൾ പെങ്കൊച്ചുങ്ങളെ 4 പേരും കൂടെ വിളിച്ചിട്ട് പടപട ടയോട്ടയ്ക്കകത്ത് കയറി. എവിടെ ചെന്നെന്നറിയാമോ? യാബോക്കിന്റെ കടവിൽ ചെന്നു. സന്തോഷമില്ലല്ലോ. സെൻട്രൽ സ്കൂൾ പോലെ കേട്ട് കർത്തമത്ത് കഥ അങ്ങ് കേട്ടോണ്ട്. സ്വോത്രം. അങ്ങനെ യാബോക്കിന്റെ കടവിൽ ചെന്ന് പെങ്കൊച്ചുങ്ങളെ എങ്ങനെയും കയറ്റിവിടാം. യവൻ അക്കരെ കടക്കാൻ വയ്യ. അന്ന് സായം സന്ധ്യ, ആൾക്കാരൊന്നുമില്ല. ഒരുവൻ ഇങ്ങനെ പോകുന്നു, ദൈവത്തിന്റെ ദൂതൻ. അപ്പ യാക്കോബിനെ പിടികിട്ടി. യവനെ കയറി പിടിച്ചെങ്കിലേ കാര്യം നടക്കത്തുള്ളൂ. യാക്കോബ് ദൈവത്തിന്റെ ദൂതനുമായിട്ടൊരു മൽപ്പിടുത്തം നടത്തി. അവസാനം ദൈവത്തിന്റെ ദൂതൻ അതിനകത്ത് പറഞ്ഞു, നീ ദൈവത്തോട് ദൂതനോട് മൽപ്പിടുത്തം നടത്തിയത് കൊണ്ട് നിന്റെ പേരിന് യാക്കോബ് എന്നല്ല, നിന്റെ പേര് ഇസ്രായേൽ. സ്വോത്രം. അല്ലാതെ ഞാൻ ഇസ്രായേലിന്റെ ഇസ്രായേൽ എന്തെന്ന് പറയാതെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സ്വോത്രം. അപ്പനിട്ട പേര് യാക്കോബ്, സ്വർഗമിട്ട പേര് ഇസ്രായേൽ. ഇനിയുള്ള കാര്യം, ഇവരെന്തോ ചെയ്തു? ഇസ്രായേൽ ജനം അവിടെ പടർന്ന് പന്തലിച്ചു. ആ കാലഘട്ടത്തിനകത്ത് വേറൊരു കാര്യമുണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോൾ യാക്കോബിന്റെ തലമുറകളും ശേഖേമിലേക്ക്, ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, യോസഫ് ആട് മേയ്ക്കാൻ പോയി. ആ ചേട്ടന്മാർ യോസഫ് അവസാനം മിസ്രൈമിന്റെ ഉപപ്രധാനമന്ത്രി. അപ്പനും ചേട്ടന്മാർക്കും വിസ കൊടുത്തു. 72 പേർ മിസ്രൈമിൽ വന്നു. മിസ്രൈമിൽ വന്നപ്പോൾ
പിന്നത്തതിൽ എന്ത് സംഭവിച്ചെന്നറിയാമോ? മിസ്രൈമിനകത്ത് ഇവരങ്ങ് പെരുകി ഒരു 10-30 ലക്ഷം ജനമായി. അപ്പ ഈ പറവോന് പിടികിട്ടി മിസ്രൈം കൂടെ അവന്മാർ അടിച്ചു മാറ്റും. അന്നാണ് പറവോൻ കൽപ്പന കൊടുത്ത് 3 മാസം പ്രായമുള്ള ആൺകുഞ്ഞുങ്ങളെ മുഴുവൻ നദിയിൽ കൊല്ലുവാൻ. അപ്പ സ്വർഗത്തിലെ ദൈവം ഒരുവനെ കണ്ട് മോശ. അപ്പോൾ അവന്റെ ബലമുള്ള കരം ഇസ്രയേലിന് വേണ്ടി ഇറങ്ങി വന്നു. എന്താ? അവരുടെ കഷ്ടത ഞാൻ കണ്ടു, അവരുടെ നിലവിളി ഞാൻ കേട്ടു. പറവോന്റെ കട്ടക്കളത്തിൽ ഊഴിയ വിചാരകന്മാരുടെ ചാട്ടവാറേറ്റുമ്പോൾ പെസഹായ്ക്കകത്ത് ആയിരക്കണക്കിന് ആടുകളെ അറുത്തുകൊണ്ട് ഈ ജനം മറുകട കടന്നു. എവിടെ? ചെങ്കടലിൽ കൂടി കനാൻ. ആ യാത്ര പോയപ്പോൾ മോശ അങ്ങ് പോയി. സ്വർഗത്തിലെ ദൈവം ഒരുവനെ എടുത്തു, അവന്റെ പേരാ യോശുവ. യോശുവയുടെ നേതൃത്വത്തിൽ 2 പേർ എവിടേക്ക് വന്നു? കനാനിലേക്ക് വന്ന് കാലേവും യോശുവയും മുന്തിരിക്കൊല തോളത്ത് വെച്ചുകൊണ്ട് പിതാക്കന്മാർ കാൽ ചവിട്ടിയ ദേശത്തേക്ക് വന്നു. അവർ പടർന്നു പന്തലിച്ചു, ഒരു ജാതിയായി തീർന്നു. ഒരുവനിൽ തുടങ്ങി പേര് ഇസ്രായേൽ. മോശയുടെയും യോശുവയുടെ നേതൃത്വത്തിൽ അബ്രഹാം കാൽ ചവിട്ടിയ മണ്ണിൽ തിരിച്ചു വന്നപ്പോൾ ഒരു ജാതിയായി തീർന്നു ഇസ്രായേൽ. അങ്ങനെയെങ്കിൽ ഈ ജാതി പിന്നത്തതിൽ ഒരു രാഷ്ട്രമായി മാറി. ആ രാഷ്ട്രത്തിനകത്ത് 3 നാഥക്കന്മാർ വന്നു. 1 കഴുതയെ അന്വേഷിച്ചു പോയ ശൗൽ ഇസ്രായേലിന്റെ രാജാവായി. 2 അവനെ ദൈവം അങ്ങ് പോക്കി 40 വർഷം മറ്റൊരുവനെ രാജാവാക്കി. കാട്ടിനകത്ത് കരമടിച്ചു കൊണ്ട് കിടന്ന ദാവീദിനെ പിടിച്ച് ഇസ്രായേലിന്റെ രാജാവാക്കി. 3 ദാവീദിന്റെ കാലശേഷം ഒരുവൻ വന്നു 40 വർഷം, ശലോമോൻ. ആ ശലോമോൻ രാജാവായതിനു ശേഷം അവന്റെ മോന്റെ കാല രഹാബയം. ആ കാലഘട്ടത്ത് ഇസ്രായേൽ 2ആയി വെട്ടിമുറിക്കപ്പെട്ടു. 1 ഇസ്രായേൽ, 2 യഹൂദിയ. ഇസ്രായേലിന്റെ തലസ്ഥാനമാ ശമരിയ, യഹൂദിയുടെ തലസ്ഥാനമാ ജെറുസലേം. കരമുയരുന്നില്ലല്ലോ. ഇപ്പോഴാ പ്രവചനം ശരിയായ. അന്നാളിൽ ജെറുസലേമിന് ചുറ്റുമുള്ള സകല ജാതികൾക്കും ഞാനൊരു പരിഭ്രമ പാത്രമാക്കും, അതിനെ ഞാനൊരു ഭാരമുള്ള കല്ലാക്കും. അതിനെതിരെ ജാതികൾ വിരോധമായി കൂടി വരും, അതിനെ ചൊടുന്നവർ കഠിനമായി മുറിവേൽക്കപ്പെടും. പ്രഭാഷണത്തിലേക്ക്. ഈ ജെറുസലേമിനകത്ത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനം. പിന്നത്തതിൽ യേശു പറയുന്നെന്താ? യഹൂദ്യയിലും ശമരിയയിലും ലോകത്തിന്റെ അറ്റത്തോളം. മിണ്ടുന്നില്ലല്ലോ. നിങ്ങൾ വിശ്വസ്ത സാക്ഷികളാകുവിൻ. എത്ര ക്ലിയറാ! അങ്ങനെയെങ്കിൽ 2ാം ലോക മഹായുദ്ധത്തോടുകൂടി യഹൂദൻ മടങ്ങി വരുന്നു. ഈ ജെറുസലേം ഒരു അന്താരാഷ്ട്ര പ്രശ്നമാണ്. 15 പ്രത്യേകത ജെറുസലേമിന്റെ ഞാൻ പറയും. സംശയം ഉണ്ടെങ്കിൽ ലോകത്തിന്റെ അവസാനം ഒന്നുകൂടെ ചോദിക്കാം. എന്തായി ജെറുസലേമിന്റെ പ്രത്യേകത? 1 ജെറുസലേം, 2 പരിഭ്രമ പാത്രം, 3 ഭാരമുള്ള കല്ല്. എന്താ പരിഭ്രമ പാത്രം? പറയാം. 15 കാര്യങ്ങൾ ലോക ചരിത്രത്തിൽ ജെറുസലേം. 1 ദാവീദിന്റെ പട്ടണം, 2 5000 വർഷം പഴക്കം, 3 മതങ്ങളുടെ സംഗമഭൂമി, 4 ഇസ്ലാമിന്റെ മുഹമ്മദ് നബി സ്വർഗാരോഹണം ചെയ്തെന്ന് പറയുന്ന പാറ, ഡോം ഓഫ് ദ റോക്ക് ഇവിടെ. 5 ഏറ്റവും നിർണായകം മക്ക മദീന കഴിഞ്ഞാൽ അൽ-അഖ്സ മസ്ജിദ് ഇവിടെ കിടക്കുന്നു. 6 യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണം നടന്ന കിദ്രോൻ തോട്. 7 യേശുവിന്റെ അമ്മ മറിയയുടെ കല്ലറ. 8 യേശുവിന്റെ ശവശരീരം തൈലലേപനം ചെയ്ത ഇതേ ജെറുസലേമിൽ. 9 യേശു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാർക്ക് വന്ന് സമാധാനം കൊടുത്തത് ഇതേ സ്ഥലം. 10 യേശുവിന്റെ അമ്മ മറിയയുടെ കല്ലറയും ഇതേ പട്ടണത്തിനകത്ത്. 11 ലോക ചരിത്രത്തിൽ 60 പ്രാവശ്യം ഈ പട്ടണത്തിൽ യുദ്ധം. 12 43 പ്രാവശ്യം ജനങ്ങളെ ഒഴിച്ചു മാറ്റി. 13 23 പ്രാവശ്യം മുറിവേറ്റു. 14 ഏറ്റവും നിർണായകം, ഇന്ന് ചുവന്ന പശുവിനെ അറക്കുവാൻ ഒരു യാഗപീഠമുണ്ട്, ഹനൂക്ക ഫെസ്റ്റിവൽ. ആ യാഗപീഠം ഇതേ പട്ടണത്തിൽ. 15 യഹൂദന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തൊരു ചെറുപ്പക്കാരനുണ്ട്, അവന്റെ പേരാ തിയോഡർ ഹെർസൻ. അവന്റെ ശവക്കല്ലറയും ഈ പട്ടണത്തിനകത്ത്. ഈ യെറുസലേം യഹൂദൻ വിട്ടുകൊടുക്കുമോ? ഇല്ലല്ലോ. കരമുയരുന്നില്ലല്ലോ. ഇത്രയും പ്രത്യേകതയുള്ള സ്ഥലം അവൻ വിട്ടുകൊടുക്കത്തില്ല. അതാ ബൈബിൾ പ്രവചനം. അല്ലാതെ യേശു വരുന്നെന്ന് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. ഡ്രായിങ് വരയ്ക്കുന്ന പോലെ തെളിയിക്കണം. 1 ജെറുസലേം, 2 പരിഭ്രമ പാത്രം, 3 അതൊരു ഭാരമുള്ള കല്ലാകും. എന്താ ഭാരമുള്ള കല്ല്? ഇവിടെ നോക്കിക്കോണം. ഷൈന വീഡിയോ അത് കവറേജ് ചെയ്യും. എന്താ ഭാരമുള്ള കല്ല്? 48 മെയ് 14-ാം തീയതി ഈ ഡേവിഡ് ബെൻഗൂറിയൻ സ്വാതന്ത്ര്യദിനത്തിൽ ജെറുസലേം അല്ല തലസ്ഥാനം, ഇസ്രയേലിന്റെ തലസ്ഥാനം ഏതായിരുന്നെന്നറിയാമോ? ടെൽ അവീവ്. ഇതാ കിടക്കുന്നു. 2017 അമേരിക്കയിൽ ഒരു പ്രസിഡന്റ് വന്നു, അവന്റെ പേരാ ഡൊണാൾഡ് ട്രംപ്. ട്രംപ് വായാടി ട്രംപ് എന്നാ ഞാൻ പറയുന്നത്. കാര്യം എന്തോന്നറിയോ? ട്രംപ് നല്ല മനുഷ്യനാ. ഈ ട്രംപ് കോവിഡ് വന്നപ്പം പറഞ്ഞ എന്തോന്നോ പാസ്റ്ററെ,
വെള്ളക്കാരൻ എന്തുവാ കോവിഡ് എന്ന് സ്വോത്രം, ഞങ്ങൾക്ക് എന്തുവാ പനിന്ന്. 11 ലക്ഷം ചത്ത അവൻ്റെ മൂക്കിലും മാസ്ക് കയറ്റിയപ്പോഴാണ് കോവിഡ് എന്തുവാന്ന് ട്രംപ് പറഞ്ഞത്. സന്തോഷമില്ലല്ലോ സ്വോത്രം. ഇപ്പോൾ വീട്ടിൽ ഇരുന്ന് ചപ്പാത്തി നിന്ന് സ്വോത്രം. അതുകൊണ്ടാണ് ഈ വായാടി ട്രംപ് എന്ന് പറയുന്നത് സ്വോത്രം. ചാനലുകാർക്ക് പോലും അറിയത്തില്ല അവൻ നല്ലവനായിരുന്നു, എങ്ങനെ ജയിക്കേണ്ടവനായിരുന്നു. കോവിഡായ അവൻ്റെ കസേര പോക്കിയത്. ഈ ട്രംപിനെ ദൈവം കൊണ്ടുവന്നു. ദാ കിടക്കുന്നു ജെറുസലേമിനെ ഇസ്രയേലിന്റെ തലസ്ഥാനമാക്കി US. അവന്മാരാ ഇന്നത്തെ ലോകത്തെ പോലീസ്. അവരെ തലസ്ഥാനമാക്കിയപ്പോൾ ഒരു 3ാമത്തെ പ്രവചനത്തിലേക്ക് ഭാരമുള്ള കല്ല്. ഇങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ മനസ്സിലാക്കണം, ആരാ സ്വർഗത്തിലെ ദൈവം? ഭരണാധികാരികൾ സിംഹാസനത്തിൽ കൊണ്ടിരുത്തുന്നവനാ സ്വർഗത്തിലെ ദൈവം. വീട്ടിൽ ചെന്ന് വായിക്കണം. ഇയ്യോബ് 34:24. അവൻ ബലശാലികൾ സിംഹാസനങ്ങളിൽ നിന്ന് മാറ്റി തനിക്ക് ബോധിച്ചവരെ അതതിൻ്റെ സിംഹാസനത്തിനകത്തിരുത്തും. ആരാ ദൈവം? മനസ്സിലാക്കണം. ശ്രീ പിണറായി വിജയൻ ഭരിക്കണോ? ദൈവം വിചാരിക്കും. മാറ്റണോ? കർത്താവ് വിചാരിക്കും. അത് കഴിഞ്ഞിട്ട് മോഡി സാർ ഭരിക്കണോ? ഇതെല്ലാം ദൈവത്തിനറിയാം. സിംഹാസനങ്ങളിൽ വാഴുന്നവരെ ഇരുത്തുന്നവനാ സ്വർഗത്തിലെ ദൈവം. അടുത്തത് 2ാമത്തെ ഭാരമുള്ള കല്ല്. ഇതാ നിൽക്കുന്നു. ഇതെല്ലാം ക്ലിയർ വീഡിയോയിൽ വരും. ദാ ട്രംപിന്റെ മകളുടെ പേരാ ഇവാഞ്ചലിൻ. അവളെ കെട്ടിയ ഒരു ചെറുപ്പക്കാരന്റെ പേരാ ജാറേദ് കുഷ്ണർ. അവൻ യഹൂദനാ. അവനാ വൈറ്റ് ഹൗസിന്റെ ഉപദേഷ്ടാവ്. അവനാ അന്ന് അവിടെ ബൈബിൾ വൈറ്റ് ഹൗസ് വേണമെന്ന് പറഞ്ഞവനായിരുന്നു. അവര് ലോകം വിട്ടുനിന്നു. US എംബസി ജെറുസലേമിൽ ദാ കിടക്കുന്നു. എംബസിയും കൂടെ തുറന്നു. എന്തിനാ എംബസി തുറന്നത്? സന്തോഷമില്ലല്ലോ സ്വോത്രം. നെയ്യാറ്റിൻകര ടൗണിലെ വലിയൊരു പ്രോജക്റ്റ് വരുമ്പോൾ ആദ്യം എന്താ തുറക്കുന്ന? സൈറ്റ് ഓഫീസ്. അങ്ങനെ വല്ലതും കേട്ടിട്ടുണ്ടോ? കരം ഉയരുന്നില്ലല്ലോ സ്വോത്രം. നെയ്യാറ്റിൻകര ഒരു 15 കെട്ടം വരുമ്പോൾ ഉടനെ വന്ന് കല്ലും മണ്ണും ഇറക്കുവാന്നോ ചെയ്യുന്നത്? അവിടെ ഒരു സൈറ്റ് ഓഫീസ്, എഞ്ചിനീയർമാരുടെ റൂം, പ്ലാൻ സ്കെച്ച്. അതുപോലെ സഹോദരങ്ങളെ, ഈ എംബസി തുറന്ന് എന്തിനാണെന്നറിയാമോ? യഹൂദന്റെ ആലയത്തിന്റെ പണിക്ക് വേണ്ടിയാണ് ഈ എംബസി തുറന്നത്. അവിടം വരെ ലോകം എത്തിക്കഴിഞ്ഞു. ഇന്ന് രാത്രി നിങ്ങൾ വചനം മനസ്സിലാക്കണം, ശ്രദ്ധയോടെ ഇരിക്കണം. അങ്ങനെയെങ്കിൽ 48 മെയ് 14 70 കൊണ്ട് കൂട്ടിയാൽ 2018 മെയ് 14 സംഭവം. അപ്പൊ സങ്കീർത്തന മനുഷ്യന്റെ ആയുസ് എത്ര? 70. ബാക്കി മിണ്ടുന്നില്ലല്ലോ. ഏറെയായാൽ അത് പറയുമ്പോൾ സന്തോഷമില്ല സ്വോത്രം. പിന്നെ ബാക്കി എന്തെങ്കിലും സഖാവ് VS-ന്റെ കണക്ക് ബോണസ്. ഇന്നാൾ ഞാൻ എവിടെയോ പ്രസംഗിച്ചു സ്വോത്രം. പുഷ്പരാജായിരുന്നോ, സുജിത്തായിരുന്നോ, ഷാജിലായിരുന്നോ, ഞാൻ എവിടെയോ പ്രസംഗിച്ച് പിണറായി സാറ് പോയാലും കോടിയേരി പോയാലും VS പോകത്തില്ലെന്ന് സ്വോത്രം. മെനഞ്ഞാന്നൊരു ചെറുപ്പക്കാരൻ എന്നോട് ചോദിക്കുക, പാസ്റ്റർ പ്രവാചകനാണെന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ പ്രവാചകനല്ല, മേല അങ്ങനെ പറയരുത്. പാസ്റ്റർ പറഞ്ഞ പോലെ സംഭവിച്ചു. കോടിയേരി സാറ് പോയിട്ട് ആ VS ഇരുന്ന് പരിപ്പോടെ തിന്നുകൊണ്ടിരിക്കുന്നെന്ന് സ്വോത്രം. ഞാൻ പറഞ്ഞു, എത്ര ക്ലിയർ. ആ സെഞ്ചുറിയിലേക്ക് കിടക്കുന്നത് ഇവരെല്ലാം ഇസ്രയേലിനെ കണ്ടവരാ. 48 മെയ് 14 മുമ്പ് ജനിച്ചവരവരെല്ലാം. ഇവരൊക്കെ മരണം വഴി പോകുന്നതിന് മുമ്പ് കാര്യം റെഡി. ദാണ്ട് ഇപ്പം ജെറുസലേമിൽ എംബസി. ഇപ്പം ബ്രിട്ടനിൽ ഒരു പ്രധാനമന്ത്രി വന്നു. ആ സഹോദരിയുടെ പേര് ലിസ്ട്രസ് എന്ന് പറയുന്ന യഹൂദനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. അവർ കഴിഞ്ഞ ദിവസം ലോകത്തോട് പറയാം, ഞങ്ങളുടെ എംബസി ഞങ്ങൾ ജെറുസലേമിലേക്ക് മാറ്റുക. അപ്പൊ പിന്നെ നമ്മുടെ മോഡി സാർ ആരാ? സാധാരണ പുള്ളിയല്ലല്ലോ. ഇസ്രയേലിന്റെ ആൾക്കാർ വരുമ്പോൾ മോഡി സാർ കൊട്ടാരത്തിൽ നിന്നല്ലേ ഇറങ്ങി ചെന്നിട്ട് പറയുന്നത് മേരാ ബായി ആകെയാന്ന്. സന്തോഷമില്ലല്ലോ സ്വോത്രം. BJP-ക്കാർക്ക് പോലും സന്തോഷമില്ല. ബാക്കി ഞാൻ മുൻപോട്ട് പറയാം. ഇന്ത്യ നിലനിൽക്കുന്നത് ഇസ്രയേലിന്റെ സപ്പോർട്ട്. പുള്ളിക്കാരനും പറയുക, ഞങ്ങളും അങ്ങോട്ടാക്കി തരാം സ്വോത്രം. എല്ലാ രാജ്യങ്ങളും എംബസി മാറ്റുന്നു. ജെറുസലേം ലോകത്തിലെ ഏറ്റവും നിർണായകമായ വിഷയം. അത് കഴിഞ്ഞിട്ട് ദാണ്ട് ഇസ്രയേൽ ഇനി ജൂതരാഷ്ട്രം. മിണ്ടുന്നില്ലല്ലോ. ഒരു കാരണവശാലും പലസ്തീനികൾക്കോ അറബ് ലീഗിനോ മിണ്ടാൻ പറ്റത്തില്ല. സക്കരിയാവിന്റെ പ്രവചനത്തിന്റെ 2ാം ഭാഗം. 1 ജെറുസലേം, 2 അതൊരു പരിഭ്രമപാത്രം, 3 ഇന്നതൊരു ഭാരമുള്ള കല്ലായി ഇവിടം വരെ ആയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്നത്തെ റഷ്യ സാമ്പത്തിക രംഗം തകരുന്നു. ഇന്ന് വരെ ചർച്ചയ്ക്ക് തയ്യാറാവാത്ത റഷ്യ കഴിഞ്ഞ ദിവസം UN-നോട് പറഞ്ഞിരിക്കുക, നമുക്ക് വേണേ ഒരു വിട്ടുവീഴ്ച കൊണ്ടുവരാമെന്ന്. സ്വോത്രം. ഈ യുദ്ധം ഇവിടെ തീരത്തില്ല, ഒരു തൽക്കാല വെടിനിർത്തൽ. അങ്ങനെയെങ്കിൽ ഇന്ന് റഷ്യ തകർന്നുകൊണ്ടിരിക്കുക. ഇവനാരെ ആക്രമിക്കും? ഇസ്രയേലിനെ റഷ്യ ആക്രമിക്കും. തൊട്ടുവെക്കാം എസക്കേലിന്റെ പ്രവചനം 38-ാം അധ്യായം 7-8. ഇനി ബൈബിൾ സ്റ്റഡി പോലെ പോകത്തോളൂ. വായിക്കാം. എസക്കേൽ 38, 7-8 വാക്യങ്ങൾ വായിച്ചിട്ട് മക്കൾ. ഒരുങ്ങിക്കൊള്ളുക, നീയും നിന്റെ അടുക്കൽ കൂടിയിരിക്കുന്ന നിന്റെ സമൂഹമൊക്കെയും ഒരുങ്ങിക്കൊള്ളുവീൻ. നീ അവർക്ക് മേധാവിയായിരിക്കാം. റഷ്യ അവർക്ക് മേധാവിയായിരിക്കും, അറബ് ലീഗിന്. അടുത്തത്, ഏറിയ നാൾ കഴിഞ്ഞിട്ട് നീ സന്ദർശിക്കപ്പെടും. റഷ്യ
ഇസ്രായേലിനോട് സ്വർഗം പറയുന്നത് നീ സന്ദർശിക്കപ്പെടും. അടുത്തത് വാളിന് ഒഴിഞ്ഞു പോന്നതും വാളിനൊഴിഞ്ഞു പോകുന്നതും പല ജാതികളിൽ നിന്നും ശേഖരിക്കപ്പെട്ടതുമായ ഒരു രാജ്യത്തിലേക്ക് നീ ഒടുക്കം വന്നു ചേരും. ഈ റഷ്യ ഉക്രൈൻ അല്ല, ഒടുക്കം വന്നു ചേരും. വായിച്ചാട്ട് നിരന്തര ശൂന്യമായി കിടന്നതും ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ. ഇസ്രായേൽ പർവ്വത നിരകളിൽ തന്നെ. ഇതാ പ്രവചനം. അതാ ഇന്നലെ ഞാൻ പറഞ്ഞത്. ഒളിമ്പിക്സ് തുടങ്ങുന്നതിന് മുമ്പ് PT ഉഷ ഒരു ദീപശിഖാട്ടി യാത്രയും കരമുയരുന്നില്ലല്ലോ. സ്വോത്രം. CPM സമ്മേളനം പാലക്കാട് നടക്കുമ്പോൾ നെയ്യാറ്റിൻകരയിൽ സഖാ വാൻസലിന്റെ നേതൃത്വത്തിൽ പറയത്തില്ല, രക്തസാക്ഷികൾ സിന്താബ, ദീപശീക സിന്താബ. ഇത് വല്ലതും കണ്ടിട്ടുണ്ടോ? സ്വോത്രം. നമ്മൾ എവിടെ കാണാൻ? നെയ്യാറ്റിൻകരയിൽ തട്ടുകടയിൽ നിന്ന് ചായ കുടിക്കും. സ്വോത്രം. അന്നേരം പോകുന്നത് സമ്മേളനം പാലക്കാട്, ദീപശീക ഇവിടുന്ന. ഇതിന്റെ മലയാളമാ ഈറ്റുനോവിന്റെ ആരംഭം. BJPയുടെ സമ്മേളനം കോഴിക്കോട് നടക്കുമ്പോഴത്തേക്ക് ഇവിടെ നെയ്യാറ്റിൻകര മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ കുട്ടിനിക്കർ വിട്ട് BJPയുടെ സഹോദരങ്ങൾ പറയത്തില്ല, ബലിദാനികൾ സിന്താബ, ബലിദാനികൾ. കേട്ടോ വല്ലവരും? ഇതങ്ങാണ് കേൾക്കുമോ? നമ്മൾ സ്വപ്നെ സരിതയും കൂടത്തായി ജോലിയുടെ വിഷങ്കലക്കം കണ്ടുകൊണ്ടിരിക്കുക. സ്വോത്രം. ഇതൊക്കെ നിങ്ങൾ ഇത് തീരാൻ പോവാ. സ്വോത്രം. അങ്ങനെയെങ്കിൽ ആ സ്റ്റാർട്ടിംഗ് വെടിക്കെട്ട ഈറ്റുനോവിന്റെ ആരംഭം റഷ്യ ഉക്രൈൻ. ഇത് അവസാനം ചെല്ലുന്ന ഇസ്രയേലിന്റെ മണ്ടയിൽ. അങ്ങനെയെങ്കിൽ ഇസ്രയേലിനെ ആക്രമിക്കണമെങ്കിൽ ഒരു റോഡ് ശരിയാവണം. ആ റോഡിന്റെ പേരാ കരമന കളിക്കാവിള ഹൈവേ. അങ്ങനെ വല്ലവരും കേട്ടിട്ടുണ്ടോ? സന്തോഷം ഇല്ലല്ലോ. അയ്യോ, നിങ്ങൾ നെയ്യാറ്റിൻകരയല്ല, സ്വോത്രം, പൂവാറും അല്ല, ഊരമ്പൂ അല്ല, കരമനയല്ല, സ്വോത്രം, കരമന കളിക്കാവിള നേരെ കയറാൻ അതുപോലെ ഒരു ഹൈവേ ഉണ്ടാക്കുന്നു. അതിന്റെ പേരാ ചൈനയുടെ സിൽക്ക് പാത. ഇതെങ്കിലും കേട്ട വല്ലവരും ഉണ്ടോ? ചൈനയുടെ സിൽക്ക് പാത. നിങ്ങൾ സ്കൂളിലും പോകത്തില്ല, പള്ളിക്കൂടത്തിലും പോകത്തില്ല. മാങ്ങേറിയാൻ നടന്നതുകൊണ്ടായി കുഴപ്പമായി പോയത്. സ്വോത്രം. ഇതിന്റെ പേര് ഇന്നാൾ നമ്മുടെ മോഡി സാറിന് പാലം ഉദ്ഘാടനം ചെയ്തില്ലേ? 25 കിലോമീറ്റർ ബോഗിബീൽ കരമുയർത്തിയായിട്ട് ആസാമിനകത്ത് മോഡി സാർ പാലം ഉദ്ഘാടനം ചെയ്തു. തീർന്നില്ല. ചൈനയിൽ എത്ര കിലോമീറ്ററാണ് കടൽപ്പാലം? ഈ റോഡെല്ലാം ചെല്ലുന്നത് ചൈനയുടെ സിൽക്ക് പാത. എന്താ ചൈനയുടെ സിൽക്ക് പാത? അറബ് രാജ്യങ്ങൾ മുഴുവൻ ആരെ ആക്രമിക്കും? ഇസ്രയേലിനെ ആക്രമിക്കാൻ കൂട്ടുനിൽക്കും. ശ്രദ്ധയോടെ. എങ്ങനെ കൂട്ടുനിൽക്കും? അതിന് റോഡ് വേണം. ആ റോഡിന്റെ പേര് രാഷ്ട്രങ്ങൾ തകരണം. പണ്ട് ഞങ്ങളുടെ ശുചിത്തൊക്കെ ഒരു പാട്ടുപാടും. ഭരണകൂടങ്ങൾ തകരുന്നു, കടലിൻ മുഴക്കം കേൾക്കുന്നു, പ്രാക്കളെ പോലെ നിങ്ങൾ പറന്നിടുമേ. ഇന്നലെ യോഗം കഴിഞ്ഞപ്പോൾ ഇവിടെ ഈ സൗണ്ട് സിസ്റ്റം ഉപയോഗിക്കുന്ന സഹോദരങ്ങൾ നല്ല പാട്ടിട്ടു. പ്രാക്കളെ പോലെ നാം പറന്നിടുമേ, പ്രാണപ്രിയൻ വരവിൽ. കേട്ടൊരു വല്ലതും ഉണ്ടായിരുന്ന കഷ്ടം. നമ്മളിത് വല്ലതും കേൾക്കുമോ? സ്വോത്രം. അതിൻ്റെ പുറകെ പാട്ടുണ്ട്. ഭരണകൂടങ്ങൾ തകരുന്നു, കടലിൻ മുഴക്കം കേൾക്കുന്നു. അങ്ങനെ കേട്ട സഹോദരി സഹോദരന്മാർ വല്ലതും ഉണ്ടോ? കഷ്ടം. നെയ്യാറ്റിൻകര ഇപ്പൊ പോയാൽ എന്താ പാട്ട്? ചട്ടിമാറ്, കൊട്ടമാറ്, കലമാറ്. സ്വോത്ര. സന്തോഷമില്ലല്ലോ. പിന്നെ പുതിയൊരു പാട്ട് വന്നിട്ടുണ്ട്. മാറിൽ ചാരിയിടാൻ എല്ലാം മറക്കാൻ. സ്വോത്ര. അർത്ഥമില്ലാത്ത പാട്ട് പാടരുത്. പാട്ടിനകത്ത് ആശയം വേണം. എത്ര ക്ലിയർ. ഭരണകൂടങ്ങൾ തകരുന്നു. ഇതെവിടെ തുടങ്ങി? 2009. എവിടെ ഇത് ആരംഭിച്ചത്? ആഫ്രിക്കയുടെ വടക്കേറ്റം, അറബ് വസന്തം. ആദ്യത്തെ ഭരണകൂടം ടുണീഷ്യ, 2 അൾജീരിയ, തൃശ്ശൂർ പൂരം, വടക്കേക്കാരും തെക്കേക്കാരും കരയോഗത്തിന്റെ വെടിവെപ്പ് പോലെ ഭരണകൂടം. അത് കഴിഞ്ഞ് എവിടത്തേക്ക് വന്നെന്നറിയാമോ? മറുകര കടന്നു. അത് എവിടം വരെ വന്നു? ഈജിപ്തിൽ ഹോസ്നി മുബാറക്ക്, സിറിയയിൽ ബാഷർ, ജോർദാനിൽ ഹുസൈൻ രാജാവ്, ലെബനോനിലെ രാജാവ് തീർന്നു. കേണൽ ഗദ്ദാഫി ലിബിയയുടെ ഭരണാധികാരിയെ പൈപ്പിട്ട് വെടിവെച്ചു കൊന്നു. ഭരണകൂടം. എത്ര ക്ലിയറാ. അത് കഴിഞ്ഞിട്ട് യമനിൽ മലയാളി നേഴ്സുമാർ കരഞ്ഞുകൊണ്ട് വന്നില്ലേ? പത്രത്തിൽ കണ്ടില്ലായിരുന്നോ? കലാപം. അടുത്തത് സുഡാനിൽ കലാപം. അത് കഴിഞ്ഞ് സൗദി അറേബ്യയിലെ പള്ളിയിൽ ബോംബ് പൊട്ടുന്നു. തീർന്നില്ല. കോവിഡ് കാലത്ത് നിങ്ങൾ കണ്ടു, അഫ്ഗാൻ തകർന്നു. ഇന്നത്തെ അഫ്ഗാൻ ആരയിലിരിക്കുന്നു? താലിബാൻ. കേട്ട വല്ലവരും ഉണ്ടോ? കരമുയർത്തിയാട്ടെ. താലിബാന്റെ കയ്യിൽ. ക്ലിയർ. സ്വോത്രം. ഇവിടുന്ന് ഒരു റോഡ് വെട്ടും. അതാ കരമന കളിക്കാവിള, ചൈനയുടെ സിൽക്ക് പാത. എവിടത്തേക്ക് റോഡ് പോവും? കേട്ടോണം. 1 അഫ്ഗാൻ, 2 പാകിസ്ഥാൻ, 3 ചൈന, അതിൻ്റെ ഒരു ബോർഡർ ഇറാൻ. അതിലേക്കൂടെ നേരെ എവിടെ കയറും? ഇറാഖ്. ഇറാഖിന്റെ വടക്കേറ്റത്തൊരു നദിയുണ്ട്. ആ നദിയുടെ പേരാ യൂഫ്രട്ടീസ് ടൈഗ്രീസ്. അതിൻ്റെ അപ്പുറത്തൊരു പട്ടണമുണ്ട് തുർക്കി. തുർക്കിയിൽ നിന്ന് നേരെ കയറിയാൽ സിറിയ കയറാം. ഈ സിറിയ വഴി റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കും. ചൈനയുടെ സിൽക്ക് പാത. ബൈബിൾ വായിക്കാം മോളെ. യെശയ്യാ പ്രവചനം 19, 23, 24. കരമന കളിക്കാവുള്ള ഹൈവേ വായിച്ചാട്ടെ. അന്നാളിൽ മിസ്രയീമിൽ നിന്ന് അശൂരിലേക്ക് ഒരു പെരുവഴി ഉണ്ടാകും. ഇതാരാ? യേശാവിന്റെ മക്കളാ. സിറിയ, ഈജിപ്റ്റ്, അറബ് ലീഗ് മുഴുവൻ യാത്ര ചെയ്യാൻ ഒരു പെരുവഴി ഉണ്ടാകും. അടുത്ത വാക്ക്. അശൂര്യർ മിസ്രയീമിലേക്കും സിറിയക്കാരൻ ഈജിപ്തിലേക്കും, ഈജിപ്റ്റ്
മിസ്രയീമ്യർ അശൂരിലേക്കും ചെല്ലും. ഇതാ അറബ് ലീഗ് ഒരുമിക്കും. അറബ് ലീഗ് ഒരുമിക്കാൻ ഇന്നൊരുവൻ വന്നിട്ടുണ്ട്. അവന്റെ പേരാ യേശു. വരുന്നതിന് മുമ്പ് ഒരുവൻ വന്നായിരുന്നു, സ്നാപക യോഹന്നാൻ. അതുപോലെ ആന്റി ക്രൈസ്റ്റ് വരുന്നതിന് മുമ്പ് ഇന്നൊരുവൻ വന്നു, ഹാഗിയ സോബിയ പള്ളി പിടിച്ച തുർക്കിയിലെ തൊയ്ബർദോഗൻ. അവനാ ഇന്നത്തെ അറബ് ലീഗിന്റെ നേതാവ്. ഇനി അടുത്ത വാക്യം, അടുത്തത് അന്നാളിൽ. വായിച്ചാട്ട് മകളെ. അന്നാളിൽ ഇസ്രായേൽ ഭൂമിയുടെ മധ്യേ ഒരു അനുഗ്രഹമായി. ഇപ്പം ഭൂമിയുടെ മധ്യേ അവൻ ഒരു അനുഗ്രഹമായിരിക്കുമ്പോൾ ഈ റോഡ് വെട്ടും. ഇസ്രായേൽ ഭൂമിയുടെ മധ്യ ഒരു അനുഗ്രഹമാണോ? സന്തോഷമില്ലല്ലോ. ഇന്ത്യ പട്ടാളക്കാരോട് ചോദിച്ചാൽ മതി, ഇസ്രായേൽ അനുഗ്രഹമാണോ? പാങ്ങോട് കേട്ടിട്ടുണ്ടോ? പാങ്ങോട്, അങ്ങനെ ഒരു സ്ഥലം വല്ലവരും കേട്ടിട്ടുണ്ടോ? പാങ്ങോട്, തിരുവനന്തപുരം ജില്ല മിലിറ്ററി ക്യാമ്പ്. സന്തോഷമില്ലല്ലോ. അവിടെ ചെന്ന് പട്ടാളക്കാരൻ വാതൊക്കെ നിൽക്കുക. അവനോട് ചോദിക്കണം, ബായ് ഇസ്ക അന്തർ ക്യാ ബന്ദൂക്കെ, അകത്തേതാ തോക്കെന്ന്. ഉടനെ പറയും ഇസ്രായേലിന്റെ തോക്കാന്ന്. സ്വോത്രം. കാർഗിൽ യുദ്ധം കേട്ട എത്ര പേരുണ്ട്? കാർഗിൽ യുദ്ധം. അന്ന് പാകിസ്ഥാന്റെ മണ്ടക്കിട്ട് ആരടിച്ച തോക്ക? ഇന്ത്യ അടിച്ച തോക്കിന്റെ പേരാ ടൈവർ ടാർ 21. ബൈബിളിനകത്തുണ്ട്. വീട്ടിൽ ചെന്ന് വാക്യം വായിക്കാൻ എനിക്ക് സമയമില്ല. യെശയ്യാ പ്രവചനം 54:16. തീക്കൊള്ളി പോലെ ഒരായുധം നിന്റെ കയ്യിൽ തരും, അതുണ്ടാക്കുന്ന കൊല്ലനെയും നിന്റെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിക്കും. അതാ ടൈവർ ടാർ. അത് കഴിഞ്ഞിട്ട് ബാലാക്കോട്ട് ഭീകരാക്രമണം. വല്ലതും കേട്ടിട്ടുണ്ടോ? ബാലാക്കോട്ട് ഭീകരാക്രമണം. പത്രത്തിൽ അങ്ങനെ വായിച്ച വല്ലവരും ഉണ്ടോ? ഇന്ത്യയുടെ മണ്ടയ്ക്ക് പാകിസ്ഥാൻ അടിച്ചു. അന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി പാകിസ്ഥാന്റെ മണ്ടയ്ക്ക് അടിച്ചില്ലേ? അന്നേരമല്ലേ മോഡി സാറ് ഡയറക്റ്റ് അടി കണ്ടത്. സ്വോത്രം. ആ ബാലാക്കോട്ടിൽ ആരുടെ മിസൈലാണ് അടിച്ചത്? ആ മിസൈലിന്റെ പേരാ സ്പാരോ. ഇത് ആരുടെ മിസൈലാ? ചൈനയുടെ അല്ല, ഇന്ത്യയുടെ ഇരിക്കുന്ന ഇസ്രയേലിന്റെ മിസൈൽ. സ്പാരോ എവിടെ വന്നു? ബൈബിളിനകത്ത് വന്നു. സക്കറിയാവ് 10 പിന്മഴയുടെ കാലത്ത് യഹോവയോട് മഴയ്ക്ക് വേണ്ടി അപേക്ഷിക്കുക, അവൻ മിന്നൽ പിണറിനെ അയക്കും. ആ മിസൈല, അതിന്റെ പേരാ ഇന്ന് അവ ഇട്ടേക്കുന്ന സ്പാരോ. തീർന്നില്ല. ഈ അടുത്ത സമയത്ത് നമ്മുടെ അതിർത്തിയിൽ ഒരു സംഘടന ഉണ്ടായി, ചൈന ഇന്ത്യ. കോവിഡ് കാലത്ത് കണ്ട വല്ലവരും ഉണ്ടോ? കരമുയരുന്നില്ലല്ലോ. സന്തോഷമില്ലല്ലോ. ചൈന ഇന്ത്യ. നിങ്ങൾ പലരും വിചാരിക്കും ഞാൻ കരമുയർത്താൻ പറയുന്ന ഫോട്ടോ എടുക്കാനാണ്. ഞാൻ നിങ്ങളുടെ പടം എടുക്കത്തില്ല. നിങ്ങൾ ഇത് അറിയുന്നോന്നറിയാനാ കരമുയർത്താൻ പറയുന്നത്. ചൈന ഇന്ത്യ സംഘടന കണ്ടോ? കോവിഡ് കാലത്ത് 44 ചൈനയുടെ പട്ടാളക്കാരെ ഇന്ത്യക്കാർ ഞെരിച്ചു കൊന്നില്ലേ? മിണ്ടുന്നില്ലല്ലോ. സ്വോത്രം. നമ്മുടെ ഒരു ഡോക്ടറെ അവർ കൈകാര്യം ചെയ്തില്ലേ? സ്വോത്രം. ആ ചൈന പറഞ്ഞ് എന്ത് ഇന്ത്യയെ ശരിയാക്കുമെന്ന്. അപ്പൊ ആരാ പറഞ്ഞ? ഇസ്രയേൽ പറഞ്ഞു ഇന്ത്യയെ തൊട്ടാൽ ചൈന വിവരം അറിയും. സ്വോത്രം. സന്തോഷമില്ലല്ലോ. സ്വോത്രം. അതുകൊണ്ടല്ലേ മോഡി സാറും അമിത്ഷായും അത് കഴിഞ്ഞ് രാജ്നാഥ് സിംഗോട് അന്ന് റോഡ് വെട്ടി. ലഡാക്കിലേക്ക് റോഡ് 3000 കിലോമീറ്റർ കരം ഉയർത്തിയാട്ട് ഇന്നാൾ അവിടെ ആ ഹെലികോപ്റ്ററിൽ നമ്മുടെ പട്ടാളക്കാർ പറന്നിറങ്ങിയത്. ഇപ്പോൾ ഇസ്രയേൽ ആരാ? ഭൂമിയുടെ മധ്യേ ഒരനുഗ്രഹം. അടുത്ത ഒരു കാര്യം കൂടെ. ചാക്ക അന്താരാഷ്ട്ര വിമാനത്താവളം കണ്ട എത്ര പേര്? അനന്തപുരിയുടെ അവിടെ നിന്ന് ചാക്കയെ പ്ലെയിൻ ഇറങ്ങുന്നത് അതെങ്കിലും കണ്ട? തിരുവനന്തപുരത്തായിരുന്നു കൈ ഉയർത്തിയാട്ട് ചാക്ക വിമാനത്താവളം കണ്ടവർ ആരും കരമുയർത്തുന്നില്ലല്ലോ. സ്വോത്രം. ചാക്ക വിമാനത്താവളം. പണ്ട് നിങ്ങൾ മനോരമ വാർത്തയില്ലായിരുന്നോ? കാറ്റടിക്കുന്നു, അത് കഴിഞ്ഞ് കാറ്റ് വീശുന്നു, പ്ലെയിൻ വഴിതിരിച്ചു വിട്ടു. ഇന്ന് ഒറ്റ പ്ലെയിൻ വഴിതിരിച്ചു വിട്ടെന്ന് നിങ്ങൾ പത്രത്തിലുണ്ടോ? യെല്ലോ, മാംഗോ, റെഡ് 8 ജില്ലകളിൽ അലർട്ട്. പക്ഷേ തിരുവനന്തപുരത്ത് വരുന്ന ഒരു വിമാനത്തെ വഴിതിരിച്ചു വിട്ടെന്ന് പറയാമെങ്കിൽ ഇപ്പം 5000 ഞാൻ ഫ്രീ തരാം. സ്വോത്രം. വിടത്തില്ല. ഏതാ? തിരുവനന്തപുരം ശംഖുമുഖം മുതൽ എയർപോർട്ടിന്റെ റൺവേ മുഴുവൻ ആരെയില്ല? ഇസ്രയേല. ഞാൻ പഠിപ്പിച്ച പയ്യന റൺവേയുടെ മുഴുവൻ ചുമതല. സ്വോത്രം. അവിടെ ചെല്ലുമ്പോൾ എന്നെ വിളിച്ചാൽ മതി, ഒരു ചായ അവൻ നിങ്ങൾക്ക് വാങ്ങിച്ചുകൊണ്ട് തരും. സ്വോത്രം. പ്രസംഗിച്ചവൻ ഇത്രയും സന്തോഷമില്ല, പഠിപ്പിച്ചവൻ ഇന്ന് റൺവേയുടെ ചുമതല. സ്വോത്രം. എത്ര കാര്യം. എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ പഠിപ്പിച്ച ഒരു സ്റ്റുഡൻറ്റ് തിരുവനന്തപുരം എയർപോർട്ടിന്റെ റൺവേയുടെ ചുമതല. പക്ഷേ എനിക്ക് സന്തോഷമില്ലേ? സ്വോത്രം. ഞാൻ പഠിപ്പിച്ച്. അപ്പോൾ അവനോട് ഞാൻ ചോദിച്ചു, മോനെ ഈ രാത്രി ചിന്നമാമ മീൻ വെട്ടുമ്പോൾ മത്തി കൊത്താൻ ഈ കാക്ക ഇറങ്ങുന്ന പോലെ എന്നല്ല പ്ലെയിൻ ഇറങ്ങുന്നത് ഈ തിരുവനന്തപുരത്ത്, ഇതാരാ നിയന്ത്രിക്കുന്നത്? അപ്പോൾ എന്നോട് പറഞ്ഞു, സാറേ റൺവേ മൊത്തം റഡാർ ഇസ്രയേലിൻ്റെ, ഏത് കാറ്റ് വന്നാലും ശംഖുമുഖം ഇളകിയാലും പ്ലെയിൻ ഇറങ്ങുന്നതിന് കുഴപ്പമില്ലെന്ന്. സ്വോത്രം. ഇപ്പൊ വചന ശരിയായില്ലേ? ഇസ്രായേൽ ഭൂമിയുടെ മധ്യേ അന്നാളിൽ ഒരനുഗ്രഹമായിരിക്കും. സ്വോത്രം. അതുകൊണ്ടല്ലോ ഇവിടുത്തെ BJP-ക്കാർ പോലും ഇസ്രയേലിനെ പറ്റി പലവും പറയോ. മുരളീധരൻ സാറൊക്കെ പറയുന്നത് എന്താണെന്നറിയോ? ഇസ്രയേലോ അമര ബായി നമ്മുടെ ചേട്ടനാണ്. സന്തോഷമില്ലല്ലോ. സ്വോത്രം. യവനില്ലേ കാര്യമില്ല. സ്വോത്രം. ഞാൻ എവിടോ അന്തിയൂർ കോണം. സ്വോത്രം. നമ്മുടെ ഷൈൻ ഉണ്ടായിരുന്നല്ലോ. സ്വോത്രം. ഇതാ പിടിക്കുന്ന അന്തിയൂർ കോണത്ത് കർത്താവിൻ്റെ വരവ് ഇസ്രയേലും പറഞ്ഞപ്പോൾ BJP-ക്കാർ മുഴുവൻ റോഡിൽ നിന്ന് കേട്ടോണ്ടിരിക്കുന്നു. സ്വോത്രം. രാത്രി ഞാൻ തിരിച്ചു പോയപ്പോൾ അവിടുത്തെ നല്ല റിട്ടയേർഡ് RSSന്റെ ഒരു കാര്യഭാഗം അദ്ദേഹം ഒരു സാറ് അദ്ദേഹം വന്ന് എനിക്ക് കൈ തന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ ഒരു ഷോള് ഞങ്ങൾ ഇട്ടേക്കട്ടെ എന്ന്. സ്വോത്രം. ഇത്രയും പ്രസംഗിച്ചതിന്
ഞാൻ പറഞ്ഞു വേണ്ടേ വേണ്ട, നോട്ടുമാല വല്ലോ ഇട്ടേരെ, ഷോളേ വേണ്ട എന്ന് പറഞ്ഞു. സ്വോത്രം. ഇതങ്ങാണ് ഇട്ട് കഴിഞ്ഞാൽ ഇതായിരിക്കുന്നു. ഷൈനോട് ചോദിച്ചാൽ മതി. അന്ന് മൊത്തം അന്തിയൂർക്കോണത്ത് BJP-ക്കാരാ പ്രസംഗം കേട്ടത്. സ്വോത്രം. അവരവിടുത്തെ പാസ്റ്ററോട് പറഞ്ഞു ഇനിയും കൊണ്ടുവരണം, പുള്ളിയെ കൊണ്ടുവരണമെന്ന്. സ്വോത്രം. ഞങ്ങൾക്ക് ഇതൊന്ന് കേൾക്കണമെന്ന്. സ്വോത്രം. എന്നിട്ട് ഒരു ചെറുപ്പക്കാരൻ പറയും ഞങ്ങളുടെ ജില്ലാ പ്രസംഗം ഒരു ഉണ്ടാക്കും അറിയത്തില്ല, ഇപ്പോഴായി ചരിത്രം മൊത്തം പാസ്റ്റർ പറഞ്ഞു തന്നിന്ന്. സ്വോത്രം. ഇന്ത്യയും ഇസ്രയേലും തമ്മിലുള്ള ബന്ധമെന്ന്. സ്വോത്രം. എത്ര നല്ല കാര്യം. അങ്ങനെയെങ്കിൽ ബൈബിൾ റെഡി. അശൂരിൽ നിന്ന് മിസ്രൈമിലേക്ക് ഒരു പെരുവഴി ഞാൻ ഉണ്ടാക്കും. മിസ്രൈമർ അശൂരുമായി ആരാധന കഴിക്കും. അറബിലി അന്നാളിൽ ഇസ്രയേൽ ഭൂമിയുടെ മധ്യേ ഒരനുഗ്രഹം. ഇതെല്ലാം കണ്ണുകൊണ്ട് കണ്ടു. അങ്ങനെയെങ്കിൽ ഇസ്രയേലിനെ ആരടിക്കും? റഷ്യ അടിക്കും. എന്തിനു വേണ്ടിയാ? ജാതീയ സംഘടനമല്ല. ഇന്നലെ ഞാൻ പറഞ്ഞു ഇസ്രയേലിൽ 3 കാര്യമുണ്ട്. ഒന്ന്, യേശുവിൻ്റെ അമ്മ മറിയ പാർത്ത സ്ഥലമാ ഹൈഫ. ആ ഹൈഫയിൽ ഇന്ന് കടലിനടിയിൽ എണ്ണയുണ്ട്. 2, ലോത്തിന്റെ കാലത്തിറങ്ങിയ ചാവുകടൽ ബഹാർ ലൂട്ട്, അവിടെ കിടപ്പുണ്ട് തോറിയം, ലിഥിയം, യുറേനിയം, പ്ലൂട്ടോണിയം, പ്രൊട്ടറ്റീനിയം. 3, ഏറ്റവും നിർണായകമാണ്, ഇസ്രയേലിനകത്ത് ഗ്യാസ് ഉണ്ട്. ഇതുവരെ അവൻ തൊട്ടിട്ടില്ല. ഇന്ന് ലോകത്തിൽ ഖത്തറിനേക്കാൾ കൂടുതൽ ഗ്യാസ് ഇസ്രയേലിൻ്റെ. ഇതോടെ കിട്ടിയാൽ ഇസ്രയേലിനെ ആരടിക്കാൻ നോക്കും? റഷ്യ. അപ്പോൾ അറബ് ലീഗ് അവനോട് ചേരും. ലോകം 2 ചേരിയിൽ. വായിക്കാം എസക്കേൽ പ്രവചനം 38:5-6 വാക്യം. എസക്കേൽ 38:5-6 വാക്യം വായിച്ചാട്ടെ. അവരോടുകൂടെ ഒട്ടൊഴിയാതെ പരിചയും തലക്കോരികയും ധരിച്ച പാഴ്സികൾ, ഇറാൻകാർ മൊത്തം റഷ്യയുടെ കൂടെ. അടുത്തത് കൂശ്യർ, എത്യോപ്യ രാജ്യം. അടുത്തത് ലിബിയ രാജ്യം. അടുത്തത് ഗോമേര്, ഇന്നത്തെ തുർക്കിയിലെ തൈബർദോഗൻ. അടുത്തത് അവന്റെ എല്ലാ പടക്കൂട്ടങ്ങളും, എല്ലാ ഇസ്ലാമിക രാഷ്ട്രങ്ങളും. അടുത്തത് വടക്കേ അറ്റത്തുള്ള തോഖർമാഗ്രഹം അഥവാ IOC അഥവാ ഇസ്ലാമിക് ഓർഗനൈസേഷൻ മുഴുവൻ റഷ്യയുടെ കൂടെ ചേരും. ഇതാ റഷ്യ, ചൈന, അത് കഴിഞ്ഞിട്ട് ഇറാൻ, പാകിസ്ഥാൻ, ഇവരെല്ലാം ഒരുമിക്കുന്നു. അന്ത്യദിനങ്ങൾ. ബൈബിള് ക്ലിയർ ആയില്ലേ? നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുക്കെ വാതിൽക്കലായി. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്നുണരുവാൻ നാഴിക വന്നിരിക്കുന്നു. ഇനി അടുത്ത വാക്യം, ഇവരാരുടെ കൂടെ? റഷ്യയുടെ കൂടെ. ഇനി അടുത്തത് എന്തിനാ ഈ റഷ്യ വരുന്നതെന്ന് അടുത്ത വാക്യത്തിലുണ്ട്. അപ്പൊ ഇസ്രയേലിന്റെ കൂടെ ആരെങ്കിലും ഒക്കെ കാണണമല്ലോ. വായിക്കാൻ മോളെ എസക്കേൽ പ്രവചനം 38:13 വാക്യം. ശെബ ആരാന്നറിയാമോ? ഇന്നത്തെ സൗദി അറേബ്യയുടെ അപ്പുറത്ത് കിടക്കുന്ന രാജ്യമായ ശെബ. അതിന്റെ മലയാളം യമൻ. ഈ യമനെ അമേരിക്ക അടിച്ച് ശരിയാക്കും. എന്താണെന്നറിയാം? സൗദി പോയിട്ടുള്ളവർക്ക്, ഞാൻ പോയിട്ടില്ല, അവിടെ ഒരു എണ്ണ കമ്പനി ഉണ്ട്, അരംകോ. അങ്ങനെ വല്ലതും കേട്ടവരുണ്ടോ? സൗദി അരംകോ. കരം ഉയരുന്നില്ലല്ലോ. അങ്ങനെ ആരും കേട്ടിട്ടില്ല ചെറുപ്പക്കാരുടെ സഹിതം. ആ അരംകോ എണ്ണ കമ്പനിയുടെ മണ്ടയ്ക്ക് ഇന്ന് യമന് ഹൂത്തി വിമതർ അടിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയെങ്കിൽ ഈ ഇറാഖിനെ അടിച്ചതുപോലെ യമനെ ആരടിക്കും? അമേരിക്ക പിടിച്ച് കയ്യിലാക്കും. ശബ. അത് കഴിഞ്ഞിട്ട് ദദാന യമനോട് ചേർന്ന് കിടക്കുന്ന രാജ്യം. അതിന്റെ പേരാ ഇന്നത്തെ ഏഡൻ. ഏഡൻ കഴിഞ്ഞാൽ ഈജിപ്റ്റ് കഴിഞ്ഞാൽ ഇസ്രായേൽ. എത്ര ക്ലിയർ! ശബയും ദദാനും. അടുത്ത വായിച്ചാട്ട് മോളെ. തർശീഷ് എന്തുവാന്നറിയാമോ? ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്ന 4 രാഷ്ട്രങ്ങൾ. 1 അമേരിക്ക, 2 ഓസ്ട്രേലിയ, 3 കാനഡ, 4 ഇന്നത്തെ യൂറോപ്പ്. ഉക്രൈനെ പിന്താങ്ങുന്ന മുഴുവനും ഇസ്രയേലിന്റെ കൂടെ നിൽക്കും. അടുത്തതാ എന്റെ പ്രസംഗം. ഇത് ജാതീയ സംഘടനമല്ല. അടുത്ത വാക്ക് അതിലെ സകല ബാലസിംഹങ്ങളും നിന്നോട്. ഇന്ന് അമേരിക്കയോട് ചേർന്ന് നിൽക്കുന്ന ജപ്പാന്, ഇന്ത്യ മിണ്ടുന്നില്ല. സകല ബാലസിംഹങ്ങളും നീ കൊള്ളയിടുവാനോ വന്നത്? ഇതാ എന്റെ പ്രസംഗം. ഇസ്രയേലിനെ ആക്രമിക്കുന്നത് ജാതീയ സംഘടനയല്ല, കൊള്ളയിടുവാൻ. സമുദ്രത്തില് ധാതുലവണം, കടലിലെ എണ്ണ, ഇസ്രയേലിലെ കരിശ് എന്ന് പറയുന്ന സ്ഥലത്തെ ഗ്യാസ്, ഇതെടുക്കാൻ നീ കൊള്ളയിടുവാൻ അവൻ വരും. അമേരിക്ക ചോദിക്കും, നീ കൊള്ളയിടുവാനോ വന്നിരിക്കുന്നത്? ഇതാ ഒരന്തിമ യുദ്ധം. ബൈബിളിനകത്തുണ്ടോ? യുദ്ധം എപ്പോൾ നടക്കും? എസക്കേലിന്റെ പ്രവചനം വായിച്ചാട്ട് മക്കളെ. അതിന്റെ 38 തന്നെ 15-16 വാക്യങ്ങൾ. 38, 15, 16 വാക്യങ്ങൾ. നീയും നിന്നോടുകൂടെ പല ജാതികളും, നീയും നിന്നോടുകൂടെയുള്ള പല ജാതികളും ഒട്ടൊഴിയാതെ കുതിരപ്പുറത്ത് കയറി ഒരു മഹാസമൂഹവും മഹാസൈന്യവുമായി നിന്റെ ദിക്കിൽ നിന്ന് വടക്കേ അറ്റത്തു നിന്ന് തന്നെ സിറിയയിലെ ഗോലാൻ കുന്നിൽ നിന്ന് പുറപ്പെട്ട് വരും. എവിടത്തേക്ക്?
ദേശത്തെ മറക്കേണ്ടതിനുള്ള അവിടം വരെ നിൽക്കട്ടെ. ദേശത്തെ മറക്കേണ്ടതിന് ഒരു മേഘം പോലെ ആ നീ എന്റെ ജനമായ ഇസ്രായേലിന്റെ നേരെ വരും. എന്റെ ജനമായ ഇസ്രായേലിന് നേരെ റഷ്യയും അറബ് രാജ്യങ്ങളും വരും. ഇതെപ്പോൾ? ഇന്ന് നടക്കൂ, നാളെ നടക്കൂ, മറ്റന്നാൾ നടക്കൂ. ഒരു വാക്യം കൂടെ വായിച്ചിട്ട് കാണിക്കെടുക്കാൻ പോകും. എപ്പ ഈ യുദ്ധം നടക്കും? വായിക്കുന്നു എസക്കേൽ പ്രവചനം 21, 26, 27. വായിച്ചാട്ടെ. എസക്കേൽ 21, 26, 27. അത് യഹോവയായ കർത്താവ് വായിച്ചാട്ടെ. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. ഞാൻ മകുടം നീക്കി കിരീടം എടുത്തു കളയും. അതങ്ങനെ ഇരിക്കയില്ല. ഞാൻ താണതിനെ ഉയർത്തുകയും അടുത്തത് ഉയർന്നതിനെ താഴ്ത്തുകയും ചെയ്യും. അവിടെ നിന്ന് ഫുൾ സ്റ്റോപ്പ് ഇട്ടാട്ടെ. താണതിനെ ഉയർത്തും, ഉയർന്നതിനെ താഴ്ത്തും. അതുകൊണ്ടല്ലയോ കോൺഗ്രസ് ഇന്ത്യയിൽ നിന്ന് മാറിയിട്ട് നമ്മുടെ പാവപ്പെട്ട രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ നടത്തുന്നില്ലേ? തിരിച്ചു പിടിക്കാൻ സന്തോഷമില്ലല്ലോ. താഴ്ന്നതിനെ ഉയർത്തും, ഉയർന്നതിനെ താഴ്ത്തും. ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാ? ശ്രീ നരേന്ദ്രമോദി സാർ. എവിടുന്നാ വന്ന്? പകലോ മറ്റം കുടുംബത്തിൽ നിന്നാണ് വന്നത്. സന്തോഷമില്ലല്ലോ. സ്വോത്രം അല്ല. ഗുജറാത്തിലെ തട്ടുകടയിൽ ചായ ഒഴിച്ചുകൊണ്ട് നടന്ന് ഒരപ്പച്ചൻ്റെ മകൻ രണ്ടാമത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി. കരമുയരുന്നില്ലല്ലോ. സ്വോത്രം. അത് കഴിഞ്ഞിട്ട് ഇന്ത്യയുടെ മുൻ പ്രസിഡന്റ് ആരായിരുന്നു? രാംനാഥ് കോവിന്ദ്. എവിടെ നിന്ന് വന്നു? ഒരു അധകൃത കുടുംബത്തിൽ ഹൈക്കോടതി ജഡ്ജിയായി വിരമിച്ചതായിരുന്നു രാംനാഥ് കോവിന്ദ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ എവിടെ നിന്ന് വന്നു? സന്തോഷമില്ലല്ലോ. കണ്ണൂര് ചെത്തു തൊഴിലാളി കുടുംബത്തിൽ 10 മക്കളിൽ ഒരാൾ. താഴ്ന്നവൻ ഉയരും, ഉയർന്നവൻ താഴും. அங்கே போய தமிழ்நாட்டின் முதலமைச்சர் முன்னாடி இருந்த எடப்பாடி பழனிசாமி எங்கே நின்று வந்து யாருக்குமே தெரியக்கூடாது. அண்ணாடிஎம்கே ஆஃபீஸ் டீ போட்டிருக்குதா, அது அந்த വ്യക്തി തമിഴ്നാട്ടിൻ முதலமைச்சர் தெரியாது. നിങ്ങൾക്കൊന്നും തെരിയത്തില്ല. സ്വോത്രം. ഇവിടെ നെയ്യാറ്റിൻകര കിടക്കുന്ന നിങ്ങൾക്ക് ഇത്രയും തമിഴ് അറിയത്തില്ല. കൊല്ലത്ത് കിടക്കുന്ന എനിക്ക് ഞാൻ എന്ത് വൃത്തിയായിട്ട് തമിഴ് പഠിച്ചു. നാഗർകോവിലെ കളിക്കാവള മാർത്താണ്ട ഇറച്ചിപ്പാല എല്ലാം പോയി. ഈ കേരളത്തിലെ പെന്തിക്കോശാരെ വിശ്വസിക്കാൻ പറ്റത്തില്ല. പുഷ്പരാജ് ബ്രദർ ഇവരെപ്പോഴാണ് കാലുവാരുന്നതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഒരു വള്ളമല്ല, ഞാൻ തമിഴ്നാട്ടിലോട്ട് പിടിച്ചേക്കോ ബിൽസൺ ഭാഷ. സ്വോത്രം. കേരളത്തിനെ വിട്ട് അവിടെ അരുമയാന ഊഴിയം ചെയ്ത ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നത് നല്ല കാര്യം. സ്വോത്രം. ഇന്ന് രാത്രി വചനം മനസ്സിലാക്കുക. അവിടെ ആരായിരിക്കുന്നു? അത് കഴിഞ്ഞിട്ട് KR നാരായണൻ. വല്ലവരും കേട്ടിട്ടുണ്ടോ? കോട്ടയത്തിനകത്ത് ഉഴവൂർ ഒരു KR നാരായണൻ സാറ്. ആരാ? ഒരു പിന്നോക്ക കുടുംബത്തിൽ ജനിച്ച പുള്ളിക്കാരൻ. ആരായി? ഇന്ത്യയുടെ പ്രസിഡന്റായി. ഇപ്പൊ അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ഉണ്ട്, ബരാക് ഒബാമ. അങ്ങനെ വല്ലതും കേട്ടിട്ടുണ്ടോ? ഒരു കറുത്ത പുള്ളി, ബരാക് ഒബാമ. ആഫ്രിക്കയിൽ നിന്ന് കരിമ്പ് കൃഷി ചെയ്യാൻ വന്നവർ അമേരിക്കയുടെ പ്രസിഡന്റായി. അടുത്തത് ഇപ്പൊ ഇന്ത്യയുടെ പ്രസിഡന്റ് ആരാ? ദ്രൗപദി. മിണ്ടുന്നില്ലല്ലോ. പിള്ളേരാരും പഠിക്കുന്ന പിള്ളേർ PSC ഇതൊക്കെ വരും മോളെ. എന്നിട്ട് 10 രൂപ എനിക്ക് ചായ മേടിക്കാൻ തന്നേക്കണം. ഇത്രയൊക്കെ പറയുമ്പോൾ PSC വരും. ആരാ? ഇന്ത്യയുടെ പ്രസിഡന്റ് ദ്രൗപദി മുർമു. മിണ്ടുന്നില്ലല്ലോ. എവിടുന്നാ വന്നത്? കോട്ടൂര കാണിക്കാരുടെ കുടുംബത്തിൽ നിന്ന്. സന്തോഷമില്ലല്ലോ. അതാ ഒറീസയിലെ ട്രൈബൽ കോളനിയിൽ കടന്ന പാവപ്പെട്ട ഒരു സഹോദരി ടീച്ചറായി റിട്ടയർ ചെയ്തപ്പോൾ 135 കോടി ജനത്തിന്റെ പ്രസിഡന്റായി ഇന്ന് മാറി. ഇതാ ബൈബിൾ. അവൻ താഴ്ന്നവനെ ഉയർത്ത്, ഉയർന്നവനെ താഴ്ത്ത്. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. അതങ്ങനെ ഇരിക്കയില്ല. മകുടം നീക്കി കിരീടം എടുത്തു കളയും. താഴ്ന്നവനെ ഉയർത്തും, ഉയർന്നവനെ താഴ്ത്തും. ഇതെല്ലാം കണ്ട ആരൊക്കെ ഉണ്ട്? നിങ്ങൾ കണ്ടതല്ലേ ഇല്ലയോ? അങ്ങേ ഈ തലമുറ യുദ്ധം വരും. ഇനി അടുത്ത വാക്ക്, അതാ നമ്മുടെ പ്രസംഗം. വായിക്കാം. അങ്ങനെ ഞാൻ അതിന് ഉന്മൂലനാശം. ഒന്നാമത്തെ ലോകമഹായുദ്ധം 1914-17. അടുത്ത വായിര് മോളെ. ഉന്മൂലനാശം വരുത്തും. രണ്ടാം ലോകമഹായുദ്ധം 39-45. അടുത്തത് അതിന് അവകാശമുള്ളവൻ വരുവോളം. ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ കാണികളെല്ലാം ഇത് മനസ്സിലാക്കണം. ലൈനിൽ പോകുന്നതാ. എത്ര ഉന്മൂലനാശമുണ്ട്? ഒരിക്കൽ കൂടി. ഞാൻ അതിന് ഉന്മൂലനാശം ഉന്മൂലനാശം വരുത്തും. 14-17. 1-39-45. 2 മൂന്നാമത്തെ ഉന്മൂലനാശത്തിന്റെ പേര് മൂന്നാം ലോകമഹായുദ്ധം. അത് ആരംഭിക്കുന്നതിന് ഒരു സംഭവം ഇവിടെ നടക്കും. അതാ നമ്മുടെ പ്രസംഗം. അടുത്ത് വായിച്ചാട്ടെ. അതിന് അവകാശമുള്ളവൻ വരുവോളോ. അത് ഇല്ലാതെ കരമുയർത്തിയാട്ടെ. അതിന് അവകാശമുള്ളവൻ വരുവോളോ അതില്ലാതെ ഇവർക്ക്. ഇന്ന് രാത്രി പുന്നക്കാട് ദൈവസഭയിൽ നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ നിന്നാകുന്നു. അവിടെ നിന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി മടങ്ങി വരുന്നു. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. മൂന്നാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് കാൽവറി രക്തത്താൽ
വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കുവാൻ എൻ്റെ നാഥൻ മധ്യാകാശത്തിൽ വരും. ഞാനേ പാലായ്ക്കടുത്ത് പ്രസംഗിച്ചുകൊണ്ടിരുന്നതാ. അവിടെ പ്രസംഗിച്ചപ്പോൾ ഒരു കത്തോലിക്ക സഭയിലെ പ്രൊഫസർ അദ്ദേഹം ഈ യോഗത്തിൽ എൻ്റെ പ്രസംഗം കേൾക്കാൻ വന്നു. പ്രസംഗം എല്ലാം കഴിഞ്ഞു. പുള്ളി എന്നോട് ചോദിച്ച കാര്യമാണ്. അദ്ദേഹം നല്ല വിദ്യാഭ്യാസമുണ്ട്. എൻ്റെ വിദ്യാഭ്യാസം കൂടെ കേട്ട പുള്ളിക്ക് സന്തോഷമായി. പുള്ളി എന്നെ വിളിച്ച, സാറേ ഇത്രയൊക്കെ ഇവിടെ ശരിയായി, എന്താ ഈ റഷ്യ ഇസ്രയേലിനെ മണ്ടക്കിട്ട് അടിക്കാത്തതെന്ന്. അന്നേരം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സാറേ ആ അടി ഇവിടെ നടക്കും, പക്ഷെ അടി നടക്കുന്നതിന് മുമ്പ് ഇവിടുന്ന് ഒരു കൂട്ടം എടുക്കപ്പെടണം. ആ കൂട്ടത്തിന്റെ പേര് രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ കൂട്ടം. ഇന്ന് രാത്രി കാലം സമീപമായി, ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട സുവിശേഷത്തിലേക്ക് മടങ്ങിവ. റഷ്യ ഉക്രൈൻ കാണുമ്പോൾ ഇന്ന് രാത്രി അകത്തളത്തിനകത്ത് കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, എവിടെയോ ഒരു യുദ്ധത്തിന്റെ ശങ്കുലി മധ്യാകാശത്തിൽ മുഴങ്ങാറായി. അതിനു മുമ്പ് യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എന്റെ വിശുദ്ധന്മാരെ ചേർക്കുക. നാഥൻ മധ്യാകാശത്തിൽ വരും. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് പോയ യേശു പോയതുപോലെ മടങ്ങി വരും. 3 ഭാഗം ഞാൻ ചിന്തിച്ചു. 1 യെരൂശലേം, 2 പരിഭ്രമപാത്രം, 3 ഭാരമുള്ള കല്ല്, 4 ആര് വിരോധം, 5 കഠിനമായി മുറിവേൽക്കപ്പെടും. 12:2-3 അന്നാളിൽ യെരൂശലേമിനെ സകല ജാതികൾക്കും ഞാൻ പരിഭ്രമപാത്രമാക്കും. സകല ജാതികളും അതിനെതിരെ വിരോധമായി കൂടി വരും. അതൊരു ഭാരമുള്ള കല്ലായി തീരും. അതിനെ തൊടുന്നവർ കഠിനമായി മുറിവേൽക്കപ്പെടും. 2 ഭാഗവും കൂടെ പറയുമ്പോൾ സന്ദേശം അവസാനിക്കും. അതിൽ ഇന്ന് അവസാനമായി നാം കണ്ടത്, ജാതികൾ യെരൂശലേമിന് നേരെ വരുന്നു. ഇതിനകത്ത് ആരക്കപ്പെടും? അവരുടെ നിലവിളി ഉയരുമോ? വായിക്കാം മക്കളെ. എസെക്കിയേലിന്റെ പ്രവചനം 38:16 വാക്യം പോലെ, നീ ഒരു മഴക്കോൾ പോലെ, മേഘം പോലെ. അവിടെ തൊട്ടൊന്ന് വായിച്ചാട്ടെ. എസെക്കിയേൽ 38:16 വാക്യം വായിക്കാം. ദേശത്തെ മറക്കേണ്ടതിനുള്ള, ദേശത്തെ മറയ്ക്കേണ്ടതിന് ഒരു മേഘം പോലെ, മേഘം പോലെ നീ എന്റെ ജനമായ ഇസ്രായേലിന്റെ നേരെ വരും. റഷ്യയോട് പറയുന്നത് എന്റെ ജനമായ ഇസ്രായേലിന്റെ നേരെ വരും. അടുത്തത്, ഗോഗേ, റഷ്യയെ അന്ത്യകാലത്ത് ജാതികൾ കാണുകെ, അന്ത്യകാലത്ത് ജാതികൾ കാണുകെ ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുക. വായിച്ചോ. അവർ എന്നെ അറിയേണ്ടതിന്, ഞാൻ നിന്നെ എന്റെ ദേശത്തിന്റെ നേരെ വരുത്തും. ഇസ്രായേലിന്റെ മണ്ണിലേക്ക് റഷ്യയും അറബ് രാജ്യങ്ങളെയും വരുത്തും. ഇസ്രായേൽ എവിടെ കിടക്കുന്നത്? 21 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ. അതിന്റെ തൊട്ടടുത്ത റഷ്യ കിടക്കുന്നത്. ഇവരെല്ലാം കൂടെ കയറി വരും. അമേരിക്കയിൽ നിന്ന് ഒരു പ്ലെയിൻ ഇസ്രായേലിൽ വരണമെങ്കിൽ 8.5 മണിക്കൂർ നോൺ സ്റ്റോപ്പാണ് അമേരിക്കയുടെ വിമാനങ്ങൾ ഇറങ്ങണമെങ്കിൽ. ഇന്ത്യയിൽ നിന്ന് ബോംബെ നിന്നാണ് ഏറ്റവും കൂടുതൽ പോകാൻ എളുപ്പം. 5.25 മണിക്കൂർ എടുക്കും ഇസ്രായേലിൽ എത്തണമെങ്കിൽ. ദാണ്ട് 21 രാഷ്ട്രങ്ങൾ, നെയ്യാറ്റിൻകര, ആറയൂര്, അത് കഴിഞ്ഞിട്ട് അമരവിള, ആറാലമ്മോട്, ഇപ്പുറത്ത് നമ്മുടെ പെരുമ്പഴുതൂര്, അത് കഴിഞ്ഞിട്ട് ഒലത്താന്നി, ഇങ്ങനെ കിടക്കുന്ന ഈ റൗണ്ടിൽ മൊത്തം കിടക്കുന്ന ഇസ്ലാമിക് രാഷ്ട്രങ്ങളാണ്. ഒരു വാട്സപ്പ് അടിച്ച് റഷ്യയുടെ നേതൃത്വത്തിൽ അവന്മാർ കയറിയാൽ ഇവൻ്റെ അയൺഡോമും അനങ്ങത്തില്ല, ഇവൻ്റെ പ്ലെയിനും അനങ്ങത്തില്ല. ഒരു രാത്രിയിൽ ഉക്രൈൻ്റെ മണ്ടയ്ക്ക് 400 റഷ്യയുടെ ഫൈറ്ററാണ് കയറിയത്. അതുപോലെ എൻ്റെ ജനമായി ഇസ്രായേലിന്റെ നേരെ വരും. റഡാറും പോവും, വിമാനവും പോവും. അന്നാളിൽ അവരെന്തോ ചെയ്യുമെന്നറിയാമോ? കുത്തിയവങ്കലേക്ക് നോക്കും. മിണ്ടുന്നില്ലല്ലോ. ആരാ? അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്ന് ഭവിക്കട്ടെ. പീലാത്തോസിന്റെ അരമനയിൽ 2 കൂടുകൾ. ഒന്ന് വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു, മറ്റേത് ബറബാസ്. അവര് പറഞ്ഞെന്താ? യേശുവിനെ ക്രൂശിക്ക, ബറബാസിനെ വിട്ടുതരിക. അപ്പോൾ യഹൂദ പരീക്ഷകൾ പറഞ്ഞു, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്ന് ഭവിക്കട്ടെ. അവർ ഏകജാതനെ ചൊല്ലി വിലപിക്കും. അയ്യോ കർത്താവെ, തെറ്റിപ്പോയി. അവർ യുദ്ധ ദിവസത്തിൽ നിലവിളി തുടങ്ങും. ഇസ്രായേൽ പാളയത്തിനകത്ത് കൂട്ടത്തിൽ ഒരു നിലവിളി തുടങ്ങും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? യുദ്ധ ദിവസത്തിൽ വീരനെ പോലെ ആരാ? നമ്മുടെ സർവശക്തനായ കർത്താവ്. അവൻ കണ്ണുനീരിന്റെ മുൻപിൽ വഴികളെ തുറക്കുന്ന ദൈവം.
പഴയ നിയമത്തിൽ ഒരു വിമോചകനുണ്ട് മോശ. അവന്റെ പ്രത്യേകത എന്താ? ഞങ്ങളുടെ പെട്ടകത്തിനകത്ത് അവനെ കയറ്റി 3 മാസം വരെ അമ്മച്ചയും പെങ്ങളും ഒക്കെ ഒളിച്ചു വെച്ചു. പക്ഷേ ഫറവോന്റെ പട്ടാളക്കാർ വീട്ടിനകത്ത് വരും. പക്ഷെ എന്താ ചെയ്തതെന്നറിയാമോ? അമ്മയും പെങ്ങളും കൂടെ അവനെ ഞങ്ങളുടെ പെട്ടകത്തിൽ നൈൽ നദിയിൽ ഒഴുക്കി വിട്ടു. അമ്മയും പെങ്ങൾ മിരിയാം ഇടിവിൽ നിന്ന് 3 മാസം പ്രായമുള്ള മോശക്കുഞ്ഞ് 5 കിലോയോളം വെയിറ്റേ കാണത്തുള്ളൂ. പെട്ടകം അവന്റെ ആടി ഉലയാൻ തുടങ്ങി. ആ പിഞ്ചു പൈതൽ എന്തോ ചെയ്തു? പെട്ടകത്തിനകത്ത് നിലവിളിക്കാൻ തുടങ്ങി. ഇന്ന് രാത്രി ദൂതേറ്റെടുക്കണം. വാഗ്ദത്തമുള്ളവനെ നൈൽ നദിക്കകത്ത് മുക്കിക്കൊല്ലുന്നവനല്ല സ്വർഗത്തിലെ ദൈവം. കാലത്തിന്റെ യവനികക്കകത്ത് അടുത്ത 40 വർഷം 80ാമത്തെ വർഷം അവൻ ചെങ്കടലകത്ത് ഒരു കോൽ നീട്ടണമെങ്കിൽ അവനെ എതിരേൽക്കുക. ഫറവോന്റെ കൊട്ടാരത്തിനകത്ത് നിന്ന് പുത്രി അയക്കുക. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാകുന്നു? വാഗ്ദത്തമുള്ളവൻ നൈൽ നദിക്കകത്ത് കടന്ന് ആ പെട്ടകത്തെ ചുമക്കുക. കൊട്ടാരത്തിന്റെ അന്തപുരത്ത് നിന്ന് ഫറവോന്റെ പുത്രിയെ കുളിക്കടവിലയച്ച മഹാദൈവത്തെയാ ഇന്ന് രാത്രി നീ സേവിക്കുന്നത്. അവൻ ആർക്കും കടക്കാരനല്ല. നിന്റെ കണ്ണുനീരിന് മുൻപിൽ പ്രവർത്തിക്കുവാൻ കരുത്തുറ്റ ദൈവം. ദാനിയേലിന് വേണ്ടി സിംഹക്കുഴിയിൽ ഇറങ്ങിയ ദൈവം. ഹാഗാറിന്റെ പൈതലിന് വേണ്ടി ബേർശബ മരുഭൂമിയിൽ ഉറവ തുറന്നു കൊടുത്ത ദൈവം. ശദ്രക്കനും മേശക്കനും അഭേദ്രകനും പോലെ തീജ്വാലയിൽ ഇറങ്ങിയ ദൈവം ഇന്ന് രാത്രി 1000 ആണ്ട് ശാപത്തിൽ കടന്ന രൂത്തിന്റെ കണ്ണുനീരിനകത്ത് ഒരു കരം ഇറങ്ങി വന്നെങ്കിൽ ഇന്ന് രാത്രി പറയണം, ആ കരം തളർന്ന കലമല്ല ബ്രദർ സിസ്റ്റർ, ആ കരം അന്ത്യം വരെ നിന്നെ വഴി നടത്തുക. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. സ്വോത്രം. സഖാവ് പിണറായി വിജയന്റെ മകളെ ഈ ബ്രാലുമൂട്ടി വെള്ളത്തിൽ കുളിക്കാൻ വരുമോ? ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ മകള് ബ്രാലുമൂട്ടി നെയ്യാറിന്റെ കൈവഴി കുളിക്കാൻ വരുമോ? ഇല്ല. പക്ഷെ വാഗ്ദത്തമുള്ളവൻ ചെങ്കടലിൽ കിടന്നാൽ, അല്ലെങ്കിൽ നൈൽ നദിക്ക് അവൻ്റെ പെട്ടകം ഒഴുങ്ങി ആരവനെതിരെ കൽപ്പന എഴുതിയോ അവന്റെ കൊട്ടാരത്തിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം തൻ്റെ പുത്രി അയച്ചു. ഇന്ന് രാത്രി ദൂത് മനസ്സിലാകുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി പറ, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തും. എൻ്റെ സഹായം എവിടെ നിന്ന് വരും? ആകാശവും ഭൂമിയും സൃഷ്ടിച്ച യഹോവയിങ്കൽ നിന്ന് വരും. അവസാന രാത്രി പറയണം, ബഹുമാന്യനാം ആചാര്യനായി വാനിൽ അവൻ വാഴുകയാൽ അവന്റെ ചങ്കിലെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ നിലവിളിക്ക് മറുപടി തരുവാൻ ഇന്ന് രാത്രി നൈൽ നദിക്കകത്തല്ല, നിന്റെ ഇടുങ്ങിയ പ്രാർത്ഥനാ വിഷയത്തിനകത്ത് നിന്റെ കുടുംബത്തിന്റെ പെട്ടകത്തെ ചുമക്കുക ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. ഇന്ന് രാത്രി വചനം പറയുമ്പോൾ തന്നെ കുടുംബത്തിനകത്ത് ചില അന്ധകാരങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. നിന്റെ തലമുറയെ തകർക്ക അക്കര കടത്തുകയില്ലെന്ന് പിശാച് പറയുന്ന ചില ദുർമന്ത്രവാദ കെട്ടുകൾ ഇന്ന് രാത്രി സ്വർഗത്തിന് ഭൂമിക്കും നാഥനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. വാഴ്ചകളെയും അധികാരങ്ങളെ അന്ധകാരത്തിന്റെ പോരുകളെ കാൽവരിയിൽ തകർത്ത യേശുവിന്റെ അടിപ്പിണറിന്റെ കരം ഇന്ന് രാത്രി ചില തലമുറകൾക്ക് ഒരു വിടുതലായി മാറട്ടെ. തകർന്നുകൊണ്ടിരിക്കുന്ന ചില കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പുതുക്കി പണിയുന്ന രാത്രിയായി മാറട്ടെ. ചില കുടുംബത്തിനകത്തെ വേദനകൾ ഇന്ന് രാത്രി സ്വർഗം താങ്ങുന്ന രാത്രിയായി മാറട്ടെ. അതിനായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. സ്വോത്രം. ആരവനെതിരെ കൽപ്പന എഴുതിയോ അതേ കൊട്ടാരത്തിൽ നിന്ന് ഫറവോന്റെ പുത്രി അയച്ചു. നെയ്യാറ്റിൻകര ഒത്തിരി ലാഭമുണ്ട്. ഞാൻ എപ്പോഴും കറങ്ങുന്നതാ നെയ്യാറ്റിൻകര. DDRC ഉണ്ട്, മെട്രോ ഉണ്ട്, നീതിയുടെ ലാഭമുണ്ട്. അവിടെ കണ്ണുണ്ട്, ത്വക്കുണ്ട്, വൈറ്റമിൻ ഉണ്ട്, പ്രോട്ടീൻ ചെക്കുണ്ട്, HB ഉണ്ട്, കോവിഡ് ടെസ്റ്റ് ഉണ്ട്, RT-PC ഉണ്ട്, ആൻറ്റിജൻ ഉണ്ട്. നെയ്യാറ്റിൻകര ഏതെങ്കിലും ലാബിനകത്ത് കണ്ണുനീര് ടെസ്റ്റ് ചെയ്യുന്ന എഴുതിയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പ്രസംഗം അവസാനിപ്പിക്കാം. തലയിലെ മുടി ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, DNA. അതാ ഇന്ന് ഇലന്തൂര് മരിച്ചവരുടെ തലമുടി DNA. കാലിൻ്റെ നഖം കിട്ടിയാലും അറിയാം ഇത് ആരുടെയാന്ന്. പക്ഷെ കണ്ണുനീര് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ലാഭമുണ്ടോ? ഉണ്ട് മക്കളെ. ഇസ്രായേലിൻ്റെ ദൈവം മയങ്ങുന്നവന് ഉറങ്ങുന്നവനുമല്ല. 7 ദിവസം വർക്ക് ചെയ്യുന്ന ലാബ്, 24 മണിക്കൂർ വർക്ക് ചെയ്യുന്ന ലാബ്, 365 ദിവസം വർക്ക് ചെയ്യുന്ന ലാബ്. റിസൾട്ടിന് വേണ്ടി നീ ക്യൂ നിൽക്കേണ്ടി വരത്തില്ല. ഇവിടെ കണ്ണുനീർ വീഴുമ്പോൾ ഉയരത്തിൽ നിന്ന് നിനക്ക് റിസൾട്ട് തരുക. ഇന്ന് രാത്രി മോശ കുഞ്ഞിന് വേണ്ടി നൈൽ നദിയിൽ ഇറങ്ങിയ ഒരു കരം തൻ്റെ മക്കൾക്ക് വേണ്ടി വെളിപ്പെടും. അവർ കൊത്തിയ മംഗലേക്ക് നോക്കും. സ്വോത്രം. അപ്പോൾ യുദ്ധം ആരേറ്റെടുക്കും? സ്വർഗം ഏറ്റെടുക്കും. ആരാ? മേഘം. അന്നത്തെ കാലത്ത് അറ്റ്ലസ് ഒരു സൈക്കിൾ കണ്ടുപിടിച്ചില്ല, ഹെർക്കുലിസ് ഒരു ഹല്ലേലൂയ സൈക്കിൾ കണ്ടുപിടിച്ചില്ല. പക്ഷേ സ്വർഗത്തിലെ ദൈവം പ്രവാചകനെ കൊണ്ട് എഴുതി. എന്താ എഴുതിയെന്നറിയോ? ഇസ്രയേലിനെ ആക്രമിക്കുന്നത് മേഘം. അതിൻ്റെ മലയാള യുദ്ധവിമാനം ഏതാ? എയർ ഇന്ത്യയുടെ വെള്ള, ഇൻഡിഗോയുടെ നീല, എമിറേറ്റ്സിന്റെ ചുമപ്പ്. പക്ഷേ വ്യോമസേനയുടെയും നാവികസേനയുടെയും വിമാനം വല്ലവരും കണ്ടിട്ടുണ്ടോ?
കഴിഞ്ഞ 2 വർഷമായിട്ട് ശംഖുമുഖത്ത് എയർ ഷോ ഇല്ല, ഈ വർഷം വരാൻ പോകുന്നു. അവിടെ പോണ എയർ ഷോയ്ക്ക് ഒന്ന് കാണണം. അതിനകത്തെല്ലാം മേഘത്തിന്റെ കളറുള്ള വിമാനം. ഇതാ പ്രവചനം, ഇതാ ബൈബിളിന്റെ തനിമ. അറ്റ്ലസോ ഹെർക്കുലിസോ ഒരു സൈക്കിൾ കണ്ടുപിടിക്കാത്ത കാലത്ത് ഞങ്ങളുടെ ബൈബിളിനകത്ത് എഴുതി വെച്ചു, ഇസ്രയേലിനെ റഷ്യ ആക്രമിക്കുന്നത് യുദ്ധവിമാനം, മേഘം പോലെ അവൻ കയറി വരും. എന്നാ വിമാനം കണ്ടുപിടിച്ചത്? PSC പഠിക്കുന്ന കുഞ്ഞുങ്ങൾ എഴുതിക്കോ. 1903 അരിസോണയിലെ റൈറ്റ് സഹോദരന്മാർ വിമാനം കണ്ടുപിടിച്ചത്. അപ്പോൾ റഷ്യയുടെ നേതൃത്വത്തിൽ ഒരു പടക്കൂട്ടം കയറി വരും ഇസ്രയേലിന് നേരെ. ആരിതിനകത്ത് കാണും? എവിടെ യുദ്ധം നടക്കും? വായിക്കാം. യോവേലിന്റെ പ്രവചനം 3-ാം അധ്യായം 9-11 വാക്യങ്ങൾ. ബൈബിളുള്ളവരെല്ലാം എടുത്തോ. ഭാവി കാണാൻ പോകുന്ന പ്രവചനം ഇതല്ല. യോവേൽ 3:9-11 വായിച്ചാട്ട്. ഇത് ജാതികളുടെ ഇടയിൽ വിളിച്ചു പറവിൻ, ഇത് ജാതികളുടെ ഇടയിൽ വിളിച്ചു പറവിൻ, വിശുദ്ധ യുദ്ധത്തിന് ഒരുങ്ങുവിൻ. വിശുദ്ധ യുദ്ധം. വിശുദ്ധ യുദ്ധം ഒരു ഹൈന്ദവൻ പറയത്തില്ല, ഒരു ക്രൈസ്തവൻ പറയത്തില്ല, ഒരു ജൈനൻ പറയത്തില്ല, ഒരു ബുദ്ധൻ പറയത്തില്ല. പറയുന്ന സമൂഹമാ ഇസ്ലാമിക സമൂഹം. അതിനവരിട്ടിരിക്കുന്ന പേര് ജിഹാദ്, വിശുദ്ധ യുദ്ധം. ഇത് പറഞ്ഞെങ്കിലേ ഇസ്ലാമിക രാജ്യങ്ങൾ റഷ്യയോട് ചേരത്തോളൂ. സ്വോത്രം. നിങ്ങൾ വിശുദ്ധ യുദ്ധത്തിനായി ഒരുങ്ങുവിൻ. അതാ ഞാൻ പറഞ്ഞത്, അറബ് ലീഗ് മുഴുവൻ ഒന്നിക്കും. എവിടെ ഈ അടി നടക്കുന്നത്? ഇസ്രയേലിന്റെ താഴ്വര. വായിക്കാം 11-ാമത്തെ വാക്യം. ജാതികളെ, ചുറ്റുമുള്ള സകല ജാതികളുമായുള്ളവരെ. ഇസ്രയേലിന്റെ ചുറ്റും 21 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ കിടക്കുക. അറബ് ലീഗ് ആരാ? ജോർദാൻ, ലിബിയ, ലെബനോൻ, സിറിയ എല്ലാം കിടക്കുക ചുറ്റും. അവനെല്ലാം എഴുതിയേക്കും. ചുറ്റുമുള്ള സകല ജാതികളുമേ. വായിച്ചാട്ട് കുഞ്ഞ്. ബന്ധപ്പെട്ട് വന്നുകൂടുവിൻ. ബന്ധപ്പെട്ട് വന്നുകൂടി. റഷ്യ സിഗ്നൽ കൊടുത്ത അടുത്ത വാക്ക് യഹോവ, യഹോവ അവിടേക്ക് നിന്റെ വീരന്മാരെ ഇറക്കുമാറാക്കണമേ. യഹോവ അവിടേക്ക് നിന്റെ വീരന്മാരെ ഇറക്കുമാറാക്കണമേ. അടുത്ത വാക്ക് ജാതികൾ ഉണർന്ന്, ജാതികൾ ഉണർന്ന് യഹോശാബാദ് താഴ്വരയിലേക്ക് പുറപ്പെടട്ടെ. യഹോശാബാദ് താഴ്വര. അവിടെ അന്തിമ യുദ്ധം നടക്കുന്നത് ജെറുസലേമിനോട് ചേർന്ന്. ഒലിവുമലയുടെ തൊട്ടപ്പുറം യഹോശാബാദ് താഴ്വര. അവിടെ ഇത്രയും സൈന്യം, 58 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ, ആദ്യം 21 റഷ്യ. ഇവരെല്ലാം കൂടെ 2.5 ഡിസ്ട്രിക്ട് വലിപ്പം. ഇനി പോയാൽ 1 കോടി ചില്ലറ വരും യഹൂദൻ. ഇവന്റെ മണ്ടയ്ക്ക് കയറിയ എന്തുവോ സന്തോഷമില്ലല്ലോ. നമ്മുടെ നെയ്യാറ്റിൻകര ഒരു കള്ളനെ കിട്ടിയാൽ നാട്ടുകാർ കൈകാര്യം ചെയ്യുന്ന പോലെ ഇസ്രയേലിനെ എല്ലാം കൂടെ മണ്ടയ്ക്ക് അടിക്കാൻ നോക്കും. അന്നവൻ നിലവിളിക്കും. യുദ്ധ ദിവസത്തിൽ വീരനെ പോലെ സ്വർഗം യുദ്ധമേറ്റെടുക്കും. അന്ന് എന്താ നടക്കുന്നത്? ഇനിയുള്ള കാര്യം ശ്രദ്ധയോടെ ഇരിക്കണമേ. ആ യുദ്ധം എങ്ങനെ? എസെക്കേൽ പ്രവചനം 38, 19, 20. ബൈബിളെല്ലാം ക്ലിയർ. അന്നാളിൽ നിശ്ചയമായിട്ട് ഇസ്രായേൽ ദേശത്ത് ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകും. ഈ വിമാനമെല്ലാം തകരാൻ പോവാ. ഇസ്രായേൽ ദേശത്ത് ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകും. ഭൂമി പടുപട പൊട്ടും, കിടുകിട കീറും, മത്തനെ പോലെ ചാഞ്ചാടും, കാവൽമാടം പോലെ ആടും. സ്വർഗം സിട്ടാവായ ദൈവം, കുഞ്ഞാടിന്റെ കോപ ദിവസം. അടുത്ത വായിച്ചാട്ട് കുഞ്ഞ്. ഞാൻ എന്റെ തീഷ്ണതയും എന്റെ കോപാഗ്നിയിലും അരുളി ചെയ്യുന്നു. അടുത്തത്, അങ്ങനെ സമുദ്രത്തിലെ മത്സ്യവും. നമ്പർ 1, ഭൂകമ്പം ഉണ്ടായാൽ സമുദ്രത്തിലെ മത്സ്യം. കരയെ മാത്രമല്ല ഭൂകമ്പം, കടലിലും ഭൂകമ്പം നടക്കും. അതിന്റെ പേരാ സുനാമി. കരമുയർത്തിയാട്ടെ കേട്ടവർ വല്ലതും ഉണ്ടോ? 3 ലക്ഷം പേരെ കൊണ്ടുപോയത് കടലിൽ അഗ്നിപർവ്വതം പൊട്ടിയ സുനാമിയാ. അതുകൊണ്ടല്ലേ ബൈബിൾ കടലിന്റെയും ഓളത്തിന്റെയും മുഴക്ക നിമിത്തം ഭൂസീമവാസികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമം. കടലിൽ ഭൂകമ്പം ഉണ്ടായാൽ കപ്പൽ പട മുഴുവൻ തകരും. മിണ്ടുന്നില്ലല്ലോ. അപ്പോൾ 1 കടലിൽ, 2 ആ ഭൂകമ്പം. വായിച്ചാട്ട്. ആകാശത്തിലെ പറവയും. ആകാശത്തിലെ പറവ പരുന്തല്ല, കഴുകനല്ല, വിമാനം. ഭൂകമ്പം ഉണ്ടായാൽ ശംഖുമുഖ റൺവേ തകരും, റഡാർ തകരും. പ്ലെയിൻ എവിടെ ഇറങ്ങും? ചാക്ക റോഡിൽ ഇറങ്ങിയാൽ തീ പിടിക്കും. നിന്ന് കത്തിയാൽ പ്ലെയിൻ താഴെ കരിഞ്ഞു വീഴും. ആകാശത്തിലെ പറവ. എത്ര ക്ലിയർ. അടുത്ത വായിക്കാം. കാട്ടിലെ മൃഗവും. കാട്ടിലെ മൃഗം ആരാ? തീവ്രവാദികൾ. സ്വോത്രം. അവന്മാർ രംഗത്തില്ല. IS, ജെയ്ഷെ മുഹമ്മദ്, താലിബാൻ, മാവോയിസ്റ്റ്. ഇനി നാട്ടുകാർ കേൾക്കായി. അഭിമന്യു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്, ഒരു പയ്യനെ എറണാകുളത്ത് ചിലർ കുത്തിക്കൊന്ന്. അതിന് കേരള പോലീസും അവർ ഒത്തു കളിച്ചു. അതിൽ 3-4 പേരെ കിട്ടിയില്ല. അവന്മാർ കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു. പോലീസുകാർ കേട്ടാലും നമുക്കൊരു പേടിയില്ല പറയുന്നതിന്. സ്വോത്രം. അവൻ്റെ മേലധികാരികൾ നമ്മുടെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുക. പണ്ടൊരു കോൺസ്റ്റബിൾ ഏതോ ഒന്ന് സംസാരിച്ചെന്നോട്. ഞാൻ പുള്ളിയോട് പറഞ്ഞു, മോൻ എവിടാ ജോലി എന്നതെന്ന് ചോദിച്ചു. സ്വോത്രം. അപ്പം ഇന്നടത്താന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഇന്ന ആളെ മോൻ അറിയാമെന്ന് ചോദിച്ചു. ഞാൻ കേട്ടിട്ടുണ്ടെന്ന് പറയും. സ്വോത്രം. ഞാൻ പറയുന്നത്, നിൻ്റെ മേളിൽ ഇരിക്കുന്ന ആൾ എന്നോട് സംസാരിക്കുന്നത്, മോൻ ആ സ്റ്റേഷനിൽ ഇരിക്കണോ വയനാട്ടിൽ പോകണമെന്ന് ചോദിച്ചു. പിന്നെ മിണ്ടിയില്ല. സ്വോത്രം.
ലോക്കൽ ഒരു പോലീസുകാരൻ വിചാരിച്ചു വഴിയെ നടക്കുന്ന ഉപദേശിയുടെ മേളിൽ ഒന്ന് കയറാമെന്ന് വിചാരിച്ച്. ഇന്ന് കേരളത്തിലെ സിറ്റിയിലിരിക്കുന്ന സിറ്റി പോലീസ് കമ്മീഷൻ, എനിക്ക് പറയുന്നത് ഒരു കുഴപ്പമില്ല, രാവും പകലും നമ്മുടെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുക. സന്തോഷമില്ലല്ലോ? സ്വോത്രം. അദ്ദേഹം കർത്താവിൻ്റെ വരവ് നല്ലോണം പഠിക്കുന്ന ഒരു ബ്രദറുകാരനാണ്. സ്വോത്രം. വേറെ 2-3 പോലീസുകാരെ പേര് പറയുന്നില്ല, അവരെല്ലാം എൻ്റെ സുഹൃത്തുക്കളാണ്. അന്നേരം അവർ ജോട്ടാ പോലീസുകാരൻ സജു ജാത്തന്നൂരിനോട് സംസാരിക്കാൻ വന്നേക്കും. സന്തോഷമില്ലല്ലോ? പോയ വയനാട്ടിലാണ്. സ്വോത്രം. പണ്ട് ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ചിറ്റാറിനടുത്ത് പുഷ്പരാജ് ഒരിക്കൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതിൻ്റെ അപ്പുറത്ത് 9:30 സമയം കഴിഞ്ഞു പോയി. സ്വോത്രം. 9:30 സമയം കഴിഞ്ഞപ്പോൾ നടന്ന സംഭവം. 9:30 സമയം കഴിഞ്ഞപ്പോൾ ആ സ്റ്റേഷനിലെ SI പറഞ്ഞ്, ഞാൻ 9:30 വരെ സമയം തന്നത്, 5 മിനിറ്റ് കൂടെ യോഗം കഴിഞ്ഞ് നിങ്ങൾ എല്ലാവരും കേസിൽ പെടുമെന്ന്. വളരെ സന്തോഷത്തോടെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സാറിൻ്റെ പേരെന്തുവെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ സഹോദരൻ്റെ മകൻ സാറിനേക്കാളും ഉന്നത പോസ്റ്റിൽ, എൻ്റെ ചേട്ടൻ്റെ മകൻ. തീർന്നില്ല സാർ, ഇവിടെ എന്തെല്ലാം നടക്കുന്ന 5 മിനിറ്റ് ഞങ്ങൾക്ക് അധികം എടുത്ത്, അത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് തെറ്റാ, സമ്മതിക്കാം, അതിന് കേസെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഒത്തിരി കാര്യം അവിടുത്തെ പാസ്റ്റർമാരും കുഞ്ഞുങ്ങളോട് പറഞ്ഞു. സ്വോത്രം. ഞാനൊന്നും മിണ്ടിയില്ല. നേരെ യോഗം കഴിഞ്ഞ് വന്ന് പിറ്റേന്ന് അവിടുത്തെ ദൈവദാസനെ പിന്നെയും വിളിച്ചെന്ന് പറഞ്ഞു. 3-ാം ദിവസം വയനാട്ട് നല്ലൊരു സ്റ്റേഷനിലേക്ക് പോയി. സ്വോത്രം. പ്രാർത്ഥിക്കുന്നവനോട് അടക്കാൻ വന്നാൽ വിഷമിക്കേണ്ട. ഇദ്ദേഹത്തിനെ നിയന്ത്രിക്കുന്ന ഹോമിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുന്നതെല്ലാം നമ്മുടെ സുഹൃത്തുക്കളാണ്. സ്വോത്രം. ഞങ്ങൾ ഒരു മതത്തെ കുറ്റം പറയത്തില്ല, ഒരു സംഘടനയെ കുറ്റം പറയത്തില്ല, ഒരു വ്യക്തികളെ കുറ്റം പറയത്തില്ല. കഴിഞ്ഞ 3 ദിവസമായിട്ട് നമ്മുടെ ആഗ്രഹം എന്തോ, പുന്നക്കാട് എല്ലാവരും യേശുവിനെ കാണണം, എല്ലാവരും നിത്യരക്ഷ കരസ്ഥമാക്കണം. അതുകൊണ്ട് എവിടെങ്കിലും കേട്ടിട്ട് ആരെങ്കിലും സംസാരിക്കാൻ വന്നാൽ അവരോട് ഞങ്ങൾ മിണ്ടത്തില്ല. മേളിലുള്ളവരോട് ഒന്ന് പറയും, സാറേ ഇന്നാളെ നോക്കിക്കോണേ, മതി, ഇന്ന് രാത്രി വചനം കേൾക്കണം. എന്താ? അഭിമന്യുവിൻ്റെ കൊലപാതകികൾ മറിഞ്ഞിരുന്നതാ. അന്നേരം കോവിഡ് വന്നത്. മിണ്ടുന്നില്ലല്ലോ? യവന്മാർക്ക് കോവിഡ് അടിച്ചപ്പോൾ മിണ്ടാൻ വയ്യ. അവർ കൊച്ചി വന്ന് ഹാജരായി. സന്തോഷമില്ലല്ലോ? കോവിഡിന് ചികിത്സ കിട്ടണേ സർക്കാർ ആശുപത്രി പോകണം. സ്വോത്രം. അതുപോലെ കർത്താവിൻ്റെ വരവിൽ ഈ കാട്ടിലെ തീവ്രവാദികൾ മുഴുവൻ പുറത്തിറങ്ങും. എന്താ സഖാവ് പിണറായിക്ക് ഇത്രയും സെക്യൂരിറ്റി? നെയ്യാറ്റിൻകരയിലെ CPM അറിയത്തില്ല. ഞാൻ പറഞ്ഞു തരാം. മാവോയിസ്റ്റുകളുടെ ഭീഷണിയ സഖാവ് പിണറായി വിജയൻ ഉള്ളത്. സ്വോത്രം. അതുകൊണ്ടായി 18 വണ്ടിയായിട്ട് നടക്കുന്നത്, അല്ലാതെ BJPയുടെയും കോൺഗ്രസിൻ്റെ അല്ല. സ്വോത്രം. നാട്ടുകാർ മനസ്സിലാക്കണം, അന്ത്യകാലത്ത് എല്ലാ രാഷ്ട്ര നേതാക്കൾക്കും ഭീഷണി കാട്ടുമൃഗങ്ങൾ. അടുത്ത വായിച്ചാട്ട്. നിലത്തിഴിയുന്ന ഇഴജാതിയൊക്കെയും. നിലത്തിഴയുന്ന ഇഴജാതി. കരപ്പട്ടാളം. കരപ്പട്ടാളം ആരൊക്കെയാ? BSF, ബോർഡർ സെക്യൂരിറ്റി, IBT. ഈ ഭൂമി വളർന്നാൽ ഇവരെല്ലാം എന്തോ വീടും, അകത്ത് കിടങ്ങിനകത്ത് വീടും. ഇതാ അടുത്ത വാക്ക് വായിച്ചാട്ട് മോളെ. ഭൂതലത്തിലെ സകല മനുഷ്യരും. ഭൂതലത്തിലെ സകല മനുഷ്യരും എന്റെ സന്നിധിയിൽ വിറയ്ക്കും. യഹോവയുടെ സന്നിധിയിൽ വിറയ്ക്കും. ഇതിന്റെ പേരാ 3-ാം ലോക മഹായുദ്ധം. അടുത്തത് അടുത്ത വാക്ക്. മലകൾ ഇടിഞ്ഞു പോകും. മതി. അതുകൊണ്ട് കുഞ്ഞാടിന്റെ കോപ ദിവസം വരുന്നു. ഇപ്പൊ ബൈബിള് ശരിയായില്ലേ? ഇനി കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെ ഇളക്കും, ഞാൻ ഭൂമിയെ ഇളക്കും, ഞാൻ കരയെ ഇളക്കും, ഞാൻ കടലിനെ ഇളക്കും, ഞാൻ സകല ജാതികളെയും ഇളക്കും. സകല ജാതികളുടെയും മനോഹര വസ്തു ഈ തലമുറയിൽ വരും. ആരാ ഈ ഇളക്കത്തിന്റെ നടുവിൽ? ആരാ സകല ജാതികളുടെയും മനോഹര വസ്തു? എൻ്റെ യേശു കർത്താവ്. യേശു പെന്തക്കോസിന്റെ ദൈവമാണോ? യേശു CSIയുടെ ദൈവമാണോ? യേശു മർത്തോമായുടെ ദൈവമാണോ? ഇല്ല. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്ക് ദൈവമക്കളാകുവാൻ ഇന്ന് രാത്രി പുണ്യസ്ഥലങ്ങൾ തേടണ്ട, സ്വോത്രകാഴ്ചകൾ കൊടുക്കണ്ട, ഉരുളലുകൾ നടത്തണ്ട. ഇന്ന് രാത്രി പുന്നക്കാട് ഓൺലൈനിൽ ആര് പറയും, യേശു എൻ്റെ ഏക ദൈവം, യേശു എൻ്റെ ഏക രക്ഷിതാവ്, യേശു എൻ്റെ ഏക കർത്താവ്. നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർത്താൽ അവനെ ചേർക്കുവാൻ യേശു വരാറായി. കരമുയരുന്നല്ലോ. പണ്ഡിതന്റെ ദൈവമല്ല, പാമറിന്റെ ദൈവമല്ല, 4 സെന്റിൽ കിടക്കുന്നവന്റെ ദൈവമല്ല, 4 ഏക്കറിൽ കിടക്കുന്നവന്റെ ദൈവമല്ല, മുതലാളിയുടെ ദൈവമല്ല, തൊഴിലാളിയുടെ ദൈവമല്ല, കൂലിത്തൊഴിലാളിയുടെ ദൈവമല്ല, സമ്പന്നന്റെ ദൈവമല്ല. ഇന്ന് രാത്രി ആര് കരമുയർത്തി പറയൂ, യേശു എൻ്റെ ഏക ദൈവം. താങ്കൾ ഏത് മതമാകട്ടെ, ഏത് സംഘടനയാകട്ടെ, ഇന്ന് രാത്രി പുന്നക്കാട്ടൊരു വീട്ടിന് മുമ്പിൽ ഇന്ന് രാത്രി ആരെങ്കിലും കൈ ഉയർത്തി ഇന്ന് രാത്രി സ്വർഗത്തോട് പറ, യേശു എൻ്റെ ഏക ദൈവം, യേശു എൻ്റെ ഏക രക്ഷിതാവ്, യേശു എൻ്റെ ഏക കർത്താവ്. ഇന്ന് രാത്രി നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർത്താൽ നിന്നെ ചേർക്കുവാൻ നാഥൻ വരാറായി. വാതിലുകളെ
നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കഥകുകളെ ഉയർന്നിരിപ്പീൻ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. ഇസ്രയേലിനെതിരെ അവിടെ ഒരു യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് ആത്മാവിലെ സത്യത്തിലും ആരാധിക്കുന്ന ഇസ്രയേലാകുന്ന ദൈവസഭ എടുക്കപ്പെടാറായി. ഇന്ന് രാത്രി സത്യവചനം കേട്ടിട്ട് മടങ്ങി വാ. ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. എൻ്റെ ശബ്ദം കേട്ട ആരെങ്കിലും ഇന്ന് രാത്രി വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും അത്താഴം കഴിക്കും. ആത്മാവ് സഭകളോട് പറയുന്നത് ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ. പുന്നക്കാട് വാതിലുകൾ അടയാറായി. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. അടുത്ത വാക്യം ഈ യുദ്ധത്തിനകത്ത് സംഭവിക്കുന്ന ചില കാര്യങ്ങൾ വായിക്കാം. എസക്കേൽ 39:8-9 വാക്യങ്ങൾ. 2 വാക്യം കഴിയുമ്പോൾ എന്ന് അവസാനിപ്പിക്കും. എസക്കേൽ 39:8-9 വാക്യങ്ങൾ. ഇതാ അത് വരുന്നു, ഇതാ അത് വേഗം വരുന്നു, അത് സംഭവിക്കുമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. അടുത്തത് ഇതത്രേ ഞാൻ അരുളി ചെയ്ത ദിവസം, കുഞ്ഞാടിന്റെ കോപ ദിവസം. അടുത്തത് ഇസ്രായേലിന്റെ പട്ടണങ്ങളിൽ വസിക്കുന്നവർ പുറപ്പെട്ട് പരിച, പലക, വില്ല്, അമ്പ്, കുറുവടി. അവിടെ കുറുവടി. ഈ കുറുവടി ആരെയിലാ ഉള്ളത്? അമേരിക്കൻ പട്ടാളത്തിന്റെ ഉണ്ടോ? സന്തോഷമില്ലല്ലോ. ചൈനക്കാരുടെ കുറുവടി ഉണ്ടോ? ഇല്ലല്ലോ. അപ്പം നമ്മുടെ സഹോദരന്മാർ പോവും. ആരാ? RSSന്റെ കുറുവടിയായിട്ട് തിരുവനന്തപുരത്ത് നിന്ന് മാർച്ച് പാസ്റ്റ് ചെയ്യുന്നവരും പോകുമെന്ന്. ആ പാതയാ ചൈനയുടെ സിൽക്ക് പാത. സ്വോത്രം. ഇന്ന് ഈ പട്ടാളത്തിൻ്റെ ഒരു റിക്രൂട്ട്മെന്റ് വരുന്ന അഗ്നിപഥ് കേട്ട വല്ലവരും ഉണ്ടോ? അഗ്നിപഥ് കരമുയർത്തിയായിട്ട് അഗ്നിപഥ് മോഡി സാറ് 10 ലക്ഷം യുവാക്കളെ വാർത്തെടുക്കുന്നത് എന്തിനു വേണ്ടിയാ? അന്തിമ യുദ്ധത്തിന് വേണ്ടി. കരമുയരുന്നില്ലല്ലോ. आज़ादी का अमृत होना 70-5 साल का अंदर अपना इंडिया में ऐसा वाला एक मिलिट्री पैदा नहीं हुआ है। मगर इसी तरफ में मेरा मोदी जी ने ये नया कानून लेके आया। 18 साल लड़कियों को 5 साल फौज का अंदर जिसने एयरफोर्स में ट्रेनिंग किया हुआ है उसके लिए मिलिट्री तैयार. करमुयरुन्निल्लല്ലോ സ്വോത്രം. അല്പം ഹിന്ദിയൊക്കെ പഠിക്കണമല്ലേ? പച്ചോളം കിട്ടത്തില്ല അമ്മാമ. സ്വോത്രം. നെയ്യാറ്റിങ്കര ബസ് സ്റ്റാൻഡിൽ മാത്രമേ ഉള്ളൂ ചായ കുടിക്കാൻ ഹിന്ദിക്കാരനല്ലാത്ത. ബാക്കി കളിക്കാവിള, വെള്ളറട, കാട്ടാക്കട എല്ലാം ഹിന്ദിക്കാരനാണ്. സ്വോത്രം. കളിക്കാവിള ഇല്ലായിരുന്നു. കഴിഞ്ഞ ആഴ്ച പോയി അവിടെ രാത്രി ഞാൻ ചായ കുടിക്കാൻ ഇറങ്ങിയപ്പോൾ ഒരു ചെറുപ്പച്ചായ ക്യാ ചായയെ ബായിന്ന്. സ്വോത്രം. ഞാൻ മുമ്പ് ഇറങ്ങുമ്പോൾ ആ കടയിൽ ചോദിക്കുന്നത് അയ്യാ ഏതൊക്കെ വേണം ചായ പോട്ടറെ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. സ്വോത്രം. അവിടെയും ഹിന്ദിക്കാരനായിരുന്നു. സ്വോത്രം. അതുകൊണ്ട് നെയ്യാറ്റിങ്കര ഇനി ബസ് സ്റ്റാൻഡ് പൊളിക്കാൻ പോകും. അവിടെയും വരും ഹിന്ദിക്കാരൻ. വിഷമിക്കേണ്ട. സ്വോത്രം. അവിടം വരെത്തി. അങ്ങനെ ഇന്ത്യയുടെ ചരിത്രത്തിൽ 75 സ്വാതന്ത്ര്യ വർഷം കഴിയുമ്പോൾ ആദ്യമായി 10 ലക്ഷം പട്ടാളക്കാർ. അതെന്തിനാണെന്നറിയാമോ? ട്രെയിൻ ചെയ്ത് ഇസ്രയേലിന്റെ ഇറാന്റെ കണക്ക് വീട്ടിൽ ഇരുത്താനാ. ഒരടി വരുമ്പം നമ്മുടെ സഖാക്കൾ മിസ് കോൾ അടിക്കുന്ന പോലെ അടിക്കാൻ വേണ്ടി മോഡി സാറ് ട്രെയിൻ ശരിയാക്കുന്നു. കരമുയരുന്നില്ലല്ലോ. നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ ഒരു യുദ്ധത്തിന്റെ ശങ്കുലി ഇവിടെ മുഴങ്ങാറായി. കുറുവടിയുമായിട്ട് ആൾക്കാർ യാത്ര ചെയ്യാൻ പോകുന്നു. അതാ ഇന്നത്തെ അഗ്നിപഥും അഗ്നിവീർ തീർന്നില്ല. അന്നത്തെ യുദ്ധത്തിൽ ആറ്റം പൊട്ടും. എത്ര ആറ്റമാ മോളെ? ഒരു വാക്യം എടുക്കാൻ മറന്നുപോയി. എഴുത്. സെക്കരിയ പ്രവചനം 14-12 വാക്യം. ഇത് നമ്മുടെ സഹോദരങ്ങൾ കേൾക്കട്ടെ. ഇനി അടുത്ത സമയത്ത് ഇവിടെ വരാൻ പറ്റത്തില്ല. സെക്കരിയ പ്രവചനം 14-12 എടുത്താട്ടെ. യെരൂശലേമിനോട് യുദ്ധം ചെയ്ത ഈ വാക്യെങ്കിലും കേട്ടിട്ട് നിങ്ങളൊന്ന് മാനസാന്തരപ്പെടണം. യെരൂശലേമിനോട് യുദ്ധം ചെയ്യുവാൻ സകല ജാതികളെയും യഹോവ ശിക്ഷിപ്പാനുള്ള ശിക്ഷയാവിത്. 18,000 ആറ്റമായുധം കിടപ്പുണ്ടെന്ന് പാസ്റ്റർമാരെ നോക്കിയാൽ ഹൈഡ്രജൻ ബോംബ് ഇതെല്ലാം കൂടെ കൂട്ടിപ്പൊട്ടുന്ന ഒരു സുദിനമാണ്. ആ കിടക്കുന്ന 18,000 ആറ്റം ബോംബ് പൊട്ടുവന്ന്. അന്നത്തെ മനുഷ്യന്റെ അവസ്ഥ വായിച്ചോട്ട് മക്കളെ. അവർ നിവർന്നു നിൽക്കുമ്പോൾ അവരുടെ മാംസം ചീഞ്ഞഴുകിപ്പോകും. എലന്തൂരി കുഴിച്ചിട്ടതാ. പക്ഷെ ആറ്റം പൊട്ടിയാൽ പച്ച മനുഷ്യന്റെ മാംസം ചിതറിപ്പോകും. തീർന്നില്ല. അടുത്തതൂടെ അവരുടെ കണ്ണ് തടത്തിൽ തന്നെ ചീഞ്ഞഴുകിപ്പോകും. 3000 ഡിഗ്രി സെന്റിഗ്രേഡിലായി ചൂടടിക്കുന്ന കണ്ണ് ഇവിടുന്ന് തന്നെ അങ്ങ് ഒഴുകിപ്പോകും. സ്വോത്രം. അടുത്തത് അവരുടെ നാവ് വായിൽ തന്നെ ചീഞ്ഞഴുകിപ്പോകും. ആ കിടക്കുന്ന ഈ ആറ്റത്തിന്റെ റേഡിയേഷൻ ക്യാൻസറിനേക്കാളും അപ്പ തന്നെ നാക്കിന് വരൾച്ച ഉണ്ടാവും. അത് അഴുകിപ്പോകും. അടുത്തത് അന്നാളിൽ യഹോവയാൽ ഒരു മഹാപരവം ഉണ്ടാകും. സ്വർഗം യുദ്ധമേറ്റെടുക്കും. കണ്ടോ? ഹിരോഷിമ, നാഗസാക്കി. ഞാൻ കുറെ ദിവസം കൊണ്ട് പറയുന്നു. ഒരു കൊച്ചു ബോംബിട്ടപ്പോൾ 1,40,000. അങ്ങനെയെങ്കിൽ 18,000 ആറ്റം ബോംബ് പൊട്ടിയാൽ ഹിരോഷിമയിലും നാഗസാക്കിയിലും 2 ഇട്ടപ്പോൾ രക്ഷയ്ക്ക് വേണ്ടി വെള്ളത്തിൽ ചാടി. കടൽ വെള്ളം 1000 വരെ തിളച്ചെന്നാ പറഞ്ഞ. കൈകാലുകൾ വിണ്ടുകീറി കണ്ണുരുവി. അതിലും വലിയ കഷ്ടം ഈ 3-ാം ലോക മഹായുദ്ധത്തിൽ വരുന്നു. യെരൂശലേമിന് വേണ്ടി
ഹല്ലേലൂയ. യുദ്ധം ചെയ്യുന്ന സകല ജാതികളെയും യഹോവ ശിക്ഷിക്കും. അവർ എഴുന്നേൽറ്റ് നിൽക്കുമ്പോൾ അവരുടെ കണ്ണ് തടത്തിൽ നിന്ന് പോകും, അവരുടെ ശരീരം പൊട്ടിത്തെറിക്കും, വഴുകിപ്പോകും. ഇന്ന് രാത്രി വരാൻ പോകുന്ന യുദ്ധത്തിൽ നിൽക്കണോ, യേശുവിന്റെ വരവിൽ പോകണമോ? ഇന്ന് രാത്രി പുന്നക്കാട് ദൈവസഭയെ മറ്റൊരുത്തനിലും ഇനി രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴ് ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം യേശുവിന്റെ നാമം. യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ചങ്കില ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കുവാൻ 10,000 പേരിൽ സുന്ദരനായി യേശു വരാറായി. ഇന്ന് രാത്രി നീ ഒരുങ്ങിയിട്ടുണ്ടോ? സഹിഷ്ണുതയോടെ എൻ്റെ വചനം നീ കാത്തത് കൊണ്ട് ഭൂതലത്തിലെങ്ങും വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. ഇതാ ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ ഇന്ന് രാത്രി നിനക്കുള്ളതിനെ മുറുകെ പിടിച്ചു കൊള്ളുക. ആത്മാവ് സഭകളോട് പറയുന്നത് ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവനെ ആലയത്തിന്റെ നടുത്തൂണായി മാറ്റുവാൻ യേശു വരാറായി. അവസാനിപ്പിക്കാം. 2 വാക്യങ്ങൾ വായിക്കാം. ഈ യുദ്ധത്തിന്റെ പരിണതഫല ശവോടക്കം എസെക്കിയേൽ 39:14-15 വായിച്ചോട്ടെ. ദേശമെല്ലാം വെടിപ്പാക്കേണ്ടതിന്, കോവിഡിന് ശേഷം രോഗികളെ വെടിപ്പാക്കിയല്ലോ, ദേശമെല്ലാം വെടിപ്പാക്കേണ്ടതിന്, അതിൽ ശേഷിച്ച ശവങ്ങളെ അടക്കുവാൻ ദേശത്തിന് ചുറ്റി സഞ്ചരിക്കുന്ന നിത്യപ്രവർത്തിക്കാരെ നിയമിക്കും. അത് സ്റ്റാർട്ട് അല്ലായിരുന്നോ? കോവിഡ് രോഗിയുടെ ഡെഡ് ബോഡി ആരാ അടക്കിയത്? പാസ്റ്റർമാരടക്കിയോ? നെയ്യാറ്റിൻകരയിലെ ചർച്ചിലെ സഹോദരന്മാരടക്കിയോ? തിരുവനന്തപുരത്ത് നിന്ന് 6 പിള്ളേർ ചൊവ്വായി പോകുന്ന പോലെ വന്നില്ലേ? സന്തോഷമില്ലല്ലോ. ബാൻഡ് ഷൂട്ടും ഒക്കെ ഇട്ട് ബഹിരാകാശത്ത് പോകുന്ന പോലെ അല്ലയോ ചേട്ടൻ്റെ ചേച്ചിയുടെ ഡെഡ് ബോഡി അടക്കിയത്? അവരാ ഡെയിലി ശമ്പളക്കാർ. അതിന് ഇംഗ്ലീഷിൽ ബറിയേഴ്സ്. ദാ കിടക്കുന്ന നിത്യപ്രവർത്തിക്കാരെ എഴുന്നേൽക്കും. അതെന്നാ? അടുത്ത വാക്ക് 7 മാസം കഴിഞ്ഞ ശേഷം. ഇതാ റഷ്യ ഉക്രൈൻ കരമുയരുന്നില്ലല്ലോ. ഫെബ്രുവരി 24 തൊട്ട് അടി തുടങ്ങിയതാ. പാസ്റ്റർമാരെ ഇപ്പോഴും കിടപ്പുണ്ട് വഴിയരിക ഡെഡ് ബോഡി, അടക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ബൈബിൾ അത്ര ക്ലിയറാ. വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്തിരിക്കുന്നു. സ്വത്രം. ഇന്റർനെറ്റിനകത്ത് ഷൈൻ കൊടുത്തിട്ടുണ്ട്. അല്ലെ യൂട്യൂബിനകത്ത് കയറി ഉക്രൈനിലെ ശവാടൊക്കെ എങ്ങനെയെന്ന് ചോദിക്കണം. അല്ലെ നിങ്ങളുടെ മൊബൈലിൽ നല്ലൊരു അങ്കിളുണ്ട് ഗൂഗിൾ, അതിനകത്ത് ഏഷ്യാനെറ്റിലെ ഒരു പെങ്കൊച്ചുണ്ട് അളകനന്ദ, അവളുടെ ഒരു സൈറ്റ് എടുക്കണം, ലോകജാലകം. അതിലെന്നിട്ട് അടിച്ചു കൊടുക്കണം ഉക്രൈനിലെ ശവടക്കം. ഇതൂടെ വായിക്കണം. 7 മാസം കഴിഞ്ഞിട്ടുള്ള അടക്കം. ബൈബിള് ശരിയാണോ? മതിമക്കള്, ഇന്ന് രാത്രി മാനസാന്തരപ്പെട്. ദേശത്ത് ചുറ്റി സഞ്ചരിക്കുന്നവർ, അടുത്ത വാക്ക് വായിച്ചാട്ട് കുഞ്ഞെ. ദേശത്ത് ചുറ്റി സഞ്ചരിക്കുന്നവർ സഞ്ചരിക്കുമ്പോൾ അവരിൽ ഒരുവൻ ഒരു മനുഷ്യ അസ്ഥി കണ്ടാൽ, ഉക്രൈനിലെ കണക്ക് വഴിയരികെ അസ്ഥി കിടക്കും, അത് കണ്ടാൽ അതിനരികെ ഒരു അടയാളം വയ്ക്കും. ആരും തൊടത്തില്ല. ബോംബ് പട്ടിയ റേഡിയേഷൻ അടിച്ച തൊടത്തില്ല. അതിനെന്തോയും വായിക്കാം. അടക്കം ചെയ്യുന്നവർ അത് കോവിഡ് രോഗിയെ മെഡിക്കൽ കോളേജിൽ നിന്ന് സ്പെഷ്യൽ ടീം അടക്കാൻ വന്നതുപോലെ അടക്കം ചെയ്യുന്നവർ അതിന് ഹമോൻ ഗോഗ് താഴ്വരയിൽ കൊണ്ടുപോയി അടക്കം ചെയ്യും. ഇസ്രായേലിന്റെ താഴ്വര. പക്ഷെ ഇവിടുത്തെ മലയാളം നെയ്യാറിലോ അല്ലെങ്കിൽ പൂവാറിലോ കടപ്പുറത്ത് ശംഖുമുഖത്തോ പുല്ലുവളയിലോ കൊണ്ടുപോയി വെള്ളത്തിന്റെ റേഡിയേഷൻ അത് മാറ്റാവുന്ന വെള്ളയുള്ളൂ, വെള്ളം ഉള്ളിടത്ത് കൊണ്ട് കുത്തി താക്കുമെന്ന്. ഇന്ന് രാത്രി ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നിർത്താം. ശ്രീലങ്കയിലെ തമിഴ് പുലികളുടെ നേതാവായിരുന്നു വേലുപ്പിള്ള പ്രഭാകരൻ. അവനെ മോനെ കൊന്നത് പട്ടിക്കോലോ വായില, തട്ടിയത് എവിടെ? സ്വത്രം. അവിടെ കൊണ്ട് എവിടെ ഇട്ടെന്നറിയാമോ? ഈ വട്ടിക്കോലവായി 6 മാസം ടാർപ്പ ഇട്ടിരുന്നു. 6-ാം മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. മലയാളക്കാർ കാണിച്ചില്ല, BBC കാണിച്ചു. ഒരു പൊക്ലൈനർ വന്നു, അപ്പൻ്റെ മോൻ്റെ ശവശരീരം കുത്തിയെടുത്തു, നേരെ ജാഫ്നയിലെ കടലിടുക്കി കൊണ്ട് താത്തു. ഇത് തന്നെ ഉക്രൈനി. ഇന്ന് രാത്രി സംശയമുണ്ട്, ഞാൻ ആരെങ്കിലും വാട്സപ്പ് ഇട്ട് തരാം, എന്നെ ഇത് ഉക്രൈനിൽ നിന്ന് മലയാളി പിള്ളേരിട്ടെന്ന് പാസ്റ്റർ ഇത് ഇവിടെ നടക്കുവാന്ന്. സ്തോത്രം. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രി ഈട്ടിപ്പെട്ടി കയറ്റത്തില്ല, നാട് ചുറ്റത്തില്ല, നഗരം ചുറ്റത്തില്ല, ശോശപ്പ ഇടത്തില്ല, ഇരുക്കി അടത്തത്തില്ല, കുന്തിരിക്ക ഇടത്തില്ല, കൂട്ടി അടക്കത്തില്ല. എന്തോ ചെയ്യും? മനുഷ്യന്റെ ശരീരം വഴിയരികത്ത് കിടക്കും. വെറൈറ്റി മാർബിളിൽ 6 IP എഴുതത്തില്ല. ഇന്ന് രാത്രി ബൈബിൾ പ്രകാരം പറയണം, ഇത് ദുഷ്കാലം, സമയം തക്കത്തിൽ ഉപയോഗിക്കുക. മക്കളെ, ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇതാകുന്നു രക്ഷാ ദിവസം. ഇന്ന് രാത്രി ഇത്രയും സംഭവം കണ്ടിട്ട് റഷ്യ ഉക്രൈന്റെ ബാധകമായി വരാൻ പോകുന്ന 3-ാം ലോക മഹായുദ്ധത്തിൽ അസ്ഥികഷ്ടമായി വഴിയരികിൽ ചിതറണോ? യേശുവിന്റെ വരവിൽ പോകണോ? നാഥന്റെ വരവിന്റെ ചിലമ്പൊലികൾ മുഴങ്ങുവാൻ കാലമായി. എന്നാൽ നമുക്കൊരു പ്രത്യാശയുണ്ട്. യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് നാം ഒരു വീട്ടിലേക്ക് പോകും. ഏതാ? നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്.
ദൈവത്തിൽ വിശ്വസിപ്പി, എന്നിലും വിശ്വസിപ്പി. എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ അനേക വാസസ്ഥലമുണ്ട്. ഞാൻ പോയി വീടൊരുക്കിയാൽ ഞാനിരിക്കുന്ന ഇടത്ത് പിന്നെയും മടങ്ങി വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളും. പോയിട്ട് വരാമെന്ന് പറഞ്ഞ ഏക ദൈവം യേശു മാത്രം. ഉലകത്തിലെ മഹാന്മാർ കുഞ്ഞുങ്ങൾ പാടി കല്ലറയ്ക്കകത്ത് കിടക്കുന്നു. രാഘുജീവ്, പ്രിയ, അത് കഴിഞ്ഞിട്ട് ഇന്ദിരാജി, നെഹ്റുജി, ചാച്ചാജി, ഇവരെല്ലാം കിടക്കുക ചെങ്കോട്ടയിൽ. മാർക്സ് ബ്രിട്ടനിൽ, അത് കഴിഞ്ഞ് നമ്മുടെ ലെനിൻ റഷ്യയിൽ. അവരുടെ കല്ലറയെല്ലാം അടഞ്ഞു കിടക്കുക, അപ്പച്ച അമ്മച്ചി. എന്നാൽ ഇന്ന് പടിഞ്ഞാറെ പലസ്തീന ചെരുവിൽ ഒരു കല്ലറയുണ്ട്, യേശുവിന്റെ കല്ലറ. അവിടെ എഴുതി വച്ചിരിക്കുന്നു, അവൻ ഇവിടെ ഇല്ല, മരിച്ചവരിൽ ആദ്യ ബലക്കറ്റയായി ഉയർത്തെഴുന്നേറ്റു. ഇന്ന് രാത്രി പറയണോ, താമസമില്ല, അവനെ കാത്തിരിക്കുന്നവരെ ചേർക്കുവാൻ അവൻ മധ്യാകാശത്തിൽ വരും. കൂടാരമായ ഭൗമഭവനം മണ്ണിനകത്ത് കെട്ടുപോയാലും കൈപ്പണിയല്ലാത്ത നിത്യ വീടൊരുക്കി നാഥൻ വരാറായി. കണ്ടോ, മധ്യാകാശത്തിൽ ജീവിക്കുവാൻ വേറെ 3 ഭൂമികൾ. എന്താ 3 ഭൂമി? ദാ കിടക്കുന്നു. സോളാർ പ്ലാനറ്റ്, 6000 കോടി വാസയോഗ്യ ഗ്രഹങ്ങൾ. മിൽക്കി വേ ഗാലക്സി, 6000 crores കമ്പാർട്ട്മെന്റ്, 5 കമ്പാർട്ട്മെന്റ്. 1 മരിച്ചവരിൽ ആദ്യ ബലക്കട്ടെ ക്രിസ്തു. 2 സഭയാകുന്ന മണവാട്ടി. 3 കൈമേലും നെറ്റിമേലും ചിപ്പ് വെക്കാത്ത പീഡാകാല രക്തസാക്ഷി. 4 2 പേർ മരിച്ചില്ല, കാനോക്കുമേലി അവിടെ വന്ന് മരിക്കും. 5 പഴയ നിയമ വിശുദ്ധന്മാർ, ഹാബേൽ മുതൽ ക്രൂശിലെ കള്ളൻ വരെ വാഴുവാൻ മധ്യാകാശത്തിൽ വീടൊരുങ്ങി. അപ്പച്ചാ, ഇന്ന് രാത്രി അങ്ങ് ഒരുങ്ങിയിട്ടുണ്ടോ? അമ്മച്ചി, ഇന്ന് രാത്രി ഒരുങ്ങിയിട്ടുണ്ടോ? സഹോദര, ഇന്ന് രാത്രി ഒരുങ്ങിയിട്ടുണ്ടോ? വീടൊരുങ്ങി, നാം പോകാറായി. എത്ര പേർക്ക് ഇന്ന് രാത്രി സന്തോഷമുണ്ട്? മധ്യാകാശത്തിൽ 6000 കോടി കമ്പാർട്ട്മെന്റ് ഒരുങ്ങി. കുഞ്ഞാടിന്റെ കല്യാണവും വന്നു. തൻ്റെ കാന്തയും തന്നെത്താൻ വിശുദ്ധീകരിക്കട്ടെ. ഈ സത്യവചനം കേട്ട് ഇതുവരെ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? പ്ലെയിനകത്ത് പോയ എത്ര പേരുണ്ട്? വിദേശ രാജ്യം, സൗദി അറേബ്യ, ഗൾഫ്, കാനഡ, അമേരിക്ക. ആരെങ്കിലും ഉണ്ടെന്ന് കൈ ഉയർത്തിയാട്ട്. ഒരാളെ പോയിട്ടുള്ളൂ, വേറെ ആരും പോയിട്ടില്ലേ? സ്വോത്രം. സഹോദരിമാർ, സഹോദരന്മാർ ആരും പോയിട്ടില്ലേ വിദേശ രാജ്യത്ത്? ഇന്ന് പ്രത്യേക പ്രാർത്ഥന. പോകേണ്ട ഒരു ലാസ്റ്റ് എന്നെ കണ്ടിട്ട് പോയാൽ മതി. സ്വോത്രം. അങ്ങനെയെങ്കിൽ നമ്മുടെ കർത്താവിൻ്റെ ദാസൻ കർത്തൃവേലയിലായിരിക്കുന്ന അദ്ദേഹം ഒരു വിദേശ രാജ്യത്ത് പോയി നേരെ തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ ചെന്ന് എന്നെ ദുബായ് പോകാൻ പറഞ്ഞാൽ കയറ്റി വിടുവോ? ഇല്ല. 7 കാര്യം നടക്കണം. 1 ഒരു പാസ്പോർട്ട്, 2 വിസ, 3 ബോർഡിങ്, 4 എമിഗ്രേഷൻ, 5 ഫൈനൽ ചെക്ക്, 6 ലഗേജ്, 7 ഒരു ലോഞ്ചിനകത്ത് ഇരുത്തും. 7 കാര്യം കഴിയുമ്പോഴാ പ്ലെയിൻ വരുന്നത്. കർത്താവിന്റെ വരവിൽ പോകണമെങ്കിൽ 7 അടിസ്ഥാനം. 1 രക്ഷ, 2 മാനസാന്തരം, 3 അനുതാപം, 4 മുങ്ങിസ്നാൻ, 5 ആത്മാവിലെ സത്യത്തിലും ആരാധിക്കണം, 6 ഏറ്റവും നിർണായകം തിരുമേശ, 7 പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. ആ കുഞ്ഞിനെ നോക്കി സ്വർഗം വിളിക്കും, എന്റെ കാന്തേ, എന്റെ പ്രാവേ. പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിലും ഇരിക്കുന്ന പ്രാവേ, നിന്റെ മുഖം ഞാനെന്ന് കണ്ടോട്ടെ. 2 പ്രാവിനെ ഒരു യാഗപീഠത്തിൽ കൊണ്ടുവെക്കും. ആ പ്രാവിന്റെ ഒരു പ്രത്യേകത, കാലിൽ കെട്ടിടും. ഒരു പ്രാവിന്റെ കഴുത്ത് പുരോഹിതൻ അറക്കും. സ്തോത്രം. ആ രക്തം മറ്റേ പ്രാവിന്റെ തലയ്ക്കകത്തേക്ക് തെറിക്കും. കെട്ടഴിഞ്ഞ പ്രാവിന് അവർ പറത്തിവിടും. നെയ്യാറ്റിൻകര ഇരിക്കത്തില്ല. എവിടെങ്കിലും പെരുങ്കടവിളയോ ആലത്തൂരോ പാറയുടെ കീഴിപ്പോയി ആരും അറിയാതെ ഇരിക്കും. കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച അപ്പച്ച അമ്മച്ചി ആരും നമ്മുടെ മുഖം കണ്ടില്ലെങ്കിലും കാണുന്ന ഒരു നാഥൻ മധ്യാകാശത്തിൽ വരാറായി. പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിലും ഇരിക്കുന്ന പ്രാവേ, നിന്റെ മുഖം ഞാനൊന്ന് കണ്ടോട്ടെ. ഇന്ന് രാത്രി സത്യ ഉപദേശം കേട്ടു. 5 സംഭവം ഞാൻ നിരത്തി. 1 ജെറുസലേം, 2 പരിഭ്രമപാത്രം, 3 ഭാരമുള്ള കല്ല്, 4 ജാതികൾ വിരോധമായി, 5 കഠിനമായി ഉലകം മുറിവേൽക്കപ്പെടും. ഒരു ഡ്രായിങ് വരച്ച് കാണിച്ചതുപോലെ ഈ സംഭവങ്ങൾ മുഴുവൻ നിങ്ങളുടെ കണ്ണിൻ മുൻപിൽ വചനപ്രകാരം സയന്റിഫിക്കായി നിരത്തി. ഇനിയും യേശുവിനെ രക്ഷിതാവായി ഹല്ലേലൂയ സ്വീകരിക്കാതെ അലക്ഷ്യമായി പോയാൽ ഇനി അവൻ വരുന്നത് അത്ഭുതം ചെയ്യാനല്ല. എബ്രായർ 9:27 ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. ഇനി രണ്ടാമത് അവൻ വരുന്നത് തനിക്കായി പാപം കൂടാതെ തന്നെ കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ മധ്യാകാശത്തിൽ വരും. ഒരു രാജാവ് നീതിയോടെ വാഴും,
അവന്റെ പ്രഭുക്കന്മാർ നേരോടെ ന്യായം വിധിക്കും. യേശു വരാറായി. ഇന്ന് രാത്രി ഒരുങ്ങിയിട്ടുണ്ടോ? എൻ്റെ വാക്കുകളുടെ പരിസമാപ്തിയിലേക്ക് ഞാൻ വരുന്നു. രണ്ടാം ലോക മഹായുദ്ധം, 5.5 കോടി പേർ മരിച്ചു. എല്ലാ വീട്ടിലെ ശവപ്പെട്ടി വന്നു. അന്ന് ബ്രിട്ടനിലെ ഒരു സംഘടന പറഞ്ഞു, നല്ലൊരു പോർട്രേറ്റ് അയച്ചു തന്നാൽ 10,000 പൗണ്ട്. പലരും പോർട്രേറ്റ് അയച്ചു. അതിലൊരു കൊച്ചു പയ്യൻ 2 പടം അയച്ചു. ഒന്ന്, ഒരു സമുദ്രം, പേര് അറ്റ്ലാന്റിക്. സമുദ്രത്തിന്റെ നടുവിൽ ഒരു പാറ, പാറയുടെ മേളിൽ കാക്ക. പാറ ക്രിസ്തു, കാക്ക വിശ്വാസി. അവൻ ഇങ്ങനെ എഴുതി. സ്തോത്രം. എന്താ സംഭവിച്ചതെന്ന് അറിയാമോ? സ്തോത്രം. രണ്ടാമതൊരു പടം, അതിനകത്ത് ഈ തിരമാല വരുന്നു. പാറമേലിരിക്കുന്ന കാക്കയ്ക്ക് ഒരു കുലുക്കവും ഇല്ല. ആ തിരമാലയുടെ ഇടയ്ക്ക് ഒരു ഡോട്ട് ഇട്ടേക്കുക, ഡ്രോയിങ്. അതിനകത്തൊരു കൊച്ചുമീൻ ഈ കാക്കയുടെ വായിൽ. ഇവൻ എഴുതിയിരിക്കുന്ന ലോകമാകുന്ന ഗംഭീര വാരുതിയിൽ എന്തൊക്കെ പ്രശ്നമുണ്ടായാലും ക്രിസ്തുവാകുന്ന പാറമേലിരിക്കുന്ന കാക്കയ്ക്കറിയാം, ഈ അറ്റ്ലാന്റിക് സമുദ്രം ഇളകിയാലും ആ ഇളക്കത്തിൽ ഒരു കൊച്ചു മീനിനെ എൻ്റെ വായിൽ കൊണ്ട് തരുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. അടിക്കുറപ്പ്. കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് അതതിൻ്റെ ആഹാരം. വയലിലെ ചെടിക്ക് പ്രകാശം കൊടുക്കുന്ന നല്ല ദൈവം. ഇന്ന് രാത്രി കോവിഡ് വരട്ടെ, മങ്കി പോക്സ് വരട്ടെ, ഇനിയുള്ള എന്തൊക്കെ രോഗങ്ങൾ വന്നാലും ക്രിസ്തുവാകുന്ന പാറമേലിരിക്കുന്ന വിശ്വാസിക്ക് ഒരു പ്രത്യാശയുണ്ട്. ഒരു കുഞ്ഞു മീനിനെ തരുവാൻ എൻ്റെ ദൈവം ശക്തൻ. ഈ സത്യവചനം കേട്ട് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഇനി അവൻ വരുന്നത് എന്തിനാ? രോഗികളുടെ സൗഖ്യത്തിനല്ല, കാനാവിലെ കല്യാണ വീട്ടിൽ ഇറങ്ങാനല്ല, ബദസ്തത കുളക്കടവിലോട്ട് പോകാനല്ല, ശതാധിപന്റെ വീട്ടിലേക്ക് പോകാനല്ല, അത്തിമരത്തിൽ ഇരുന്ന സക്കായി ഇറക്കാനല്ല, ബാലകന്റെ കയ്യിലെ യവത്തപ്പവും മീനും മേടിക്കുവാനുമല്ല, തനിക്കായി കാത്തിരിക്കുന്ന തൻ്റെ മക്കളെ ചേർക്കുവാൻ മേഘാരൂഢനായി 10,000 പേർ സുന്ദരനായി എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരും. റഷ്യ ഉക്രൈന്റെ മേളിൽ കയറിയതുപോലെ ഒരു യുദ്ധം ഇസ്രയേലിന്റെ മേളിൽ കയറാൻ പോകുന്നു. 1000കണക്കിന് വിമാനങ്ങൾ അവന്റെ മുകളിലേക്ക് വരും. എന്നാൽ ആ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ്, വിമാനം അവിടെ കയറുന്നതിന് മുമ്പ്, യഹൂദന്റെ നിലവിളി മുടങ്ങുന്നതിന് മുമ്പ് മറ്റൊരു ശബ്ദം ഈ തലമുറയിൽ പുന്നക്കാട് കേൾക്കാൻ പോകുന്നു. കർത്താവ് തൻ ഗംഭീരനാദം, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടിരിക്കുന്ന നാം മരണം കാണാതെ ഈ തലമുറയിൽ അനുരൂപമായി രൂപാന്തരപ്പെട്ട് മധ്യാകാശത്തിൽ എടുക്കപ്പെടും. ഈ വചനങ്ങളാൽ നിങ്ങൾ അന്യോന്യം ആശ്വസിപ്പീൻ. ആത്മാവ് സഭകളോട് പറയുന്നത് ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജെറുസലേമിന്റെ തെരുവീതിയിലൂടെ നടന്നു പോയ യേശു ഇനി വരാൻ പോകുന്നു. ആരായി? രാജാക്കന്മാരുടെ രാജാവായി. ഇവിടുത്തെ സൂര്യനെല്ലാം അസ്തമിക്കാൻ പോകുന്നു. പക്ഷേ നീതി സൂര്യൻ തൻ്റെ മക്കളെ ചേർക്കുവാൻ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ വെളിപ്പെടും. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവറിയുടെ കൊലക്കളത്തിൽ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. സാക്ഷാൽ നമ്മുടെ രോഗങ്ങൾ അവൻ വഹിച്ചു, നമ്മുടെ വേദനകൾ അവൻ ചുമന്നു. 39 അടികൾ അവൻ ഏറ്റുവാങ്ങി. 156 മുള്ളുള്ള കിരീടം അവന്റെ തലയിൽ അടിച്ചിറക്കി. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? ബാശാൻ കൂറ്റന്മാർ എനിക്ക് ചുറ്റും ഓലിയിട്ടു, നായ്ക്കൾ എനിക്ക് ചുറ്റും വട്ടം കൂടി. ഓ, എൻ്റെ അസ്ഥികളൊക്കെയും തൂകിപ്പോകുന്നു. എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിട്ടു. ഒരു സൈന്യാധിപൻ ഒരു കുന്തമെടുത്തു, പടയാളികളുടെ കൈ കൊടുത്തു. തീർത്തേരെ സ്വോത്രം. അവന്റെ ചങ്കിനകത്ത് കുത്തി 6 ലിറ്റർ രക്തവും വെള്ളവും ഒഴുകി. ഏലി ഏലി ലമ്മ ശബത്താനി. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? നിവർത്തിയായി ടറ്റലസ്റ്റായി ഇതുപോലൊരു യാഗം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇന്ന് രാത്രി ആര് പറയും ആ കുഞ്ഞാടിന്റെ രക്തത്താൽ എന്നെ ഒന്ന് കഴുകണമേ? എത്ര പേർക്ക് ഇന്ന് രാത്രി സന്തോഷമുണ്ട്? 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് പച്ച പൈൻമരത്തിന്റെ കുരിശു പകച്ച് വേച്ചുകൊണ്ട് ഇതുപോലൊരു മല, കാൽവറി മല ഉയർന്നു. അവിടെ എൻ്റെ നാഥൻ പരമയാഗമായി അവസാനത്തുള്ളി ചങ്കിന ചോരയോ മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അവൻ ഊറ്റിക്കൊടുത്തെങ്കിൽ അവന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുവാൻ നീതി സൂര്യൻ വരാറായി. കുഞ്ഞുങ്ങളോട് ചേർന്ന് ഈ പാട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. 5 മിനിറ്റൂടെ വെയിറ്റ് ചെയ്യണം. നമുക്കൊന്ന് എഴുന്നേൽക്കാം. എൻ പ്രിയ രക്ഷകൻ നീതിயின் സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. ജെറുസലേമിന്റെ തെരുവീതിയിലൂടെ
ക്രൂശുമരം ചുമന്നവൻ. ഹല്ലേലൂയ. മധ്യാകാശത്തിൽ രാജാക്കന്മാരുടെ രാജാവായി വരാറായി. എല്ലാ കാര്യങ്ങളും പഠിച്ചു. ജെറുസലേമിൻ തെരുവിലൂടെ ക്രൂശുമരം ചുമന്നു കാൽവരിയിൽ നടന്നു പോയവൻ. യെരൂശലേമിൻ തെരുവിലൂടെ ക്രൂശുമരം ചുമന്നു കാൽവരിയിൽ നടന്നു പോയവൻ. ശോഭിത പട്ടണത്തിൽ മുത്തുകളാലുള്ള ശോഭിത പട്ടണത്തിൽ മുത്തുകളാലുള്ള വീടുകൾ തീർത്തിട്ടു വേഗത്തിൽ വരുമാവൻ. വീടുകൾ തീർത്തിട്ടു വേഗത്തിൽ വരുമാവൻ. എൻ പ്രിയ രക്ഷകൻ നീതിയിൽ സൂര്യനാം തേജസ്സിൽ വെളിപ്പെടുവേ. എൻ പ്രിയ രക്ഷകൻ നീതിയിൽ സൂര്യനാം തേജസ്സിൽ വെളിപ്പെടുവേ. താമസമെന്നിയെ വേഗത്തിൽ വരുവാൻ താമസമെന്നിയെ വേഗത്തിൽ വരുവാൻ കാന്തയമെന്നെയും ചേർത്തിടും നിശ്ചയമായി കാന്തയമെന്നെയും ചേർത്തിടും നിശ്ചയമായി. എൻ പ്രിയ രക്ഷകൻ നീതിയിൽ സൂര്യനാം തേജസ്സിൽ വെളിപ്പെടുവേ. എൻ പ്രിയ രക്ഷകൻ നീതിയിൽ സൂര്യനാം തേജസ്സിൽ വെളിപ്പെടുവേ. നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൽ കാന്തിയാൽ ഇരുൾ നിറം മാറിടുമേ. നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൽ കാന്തിയാൽ ഇരുൾ നിറം മാറിടുമേ. രാജരാജ പ്രതിമയെ ധരിപ്പിച്ചിട്ടെന്റെ താൻ രാജരാജ പ്രതിമയെ ധരിപ്പിച്ചിട്ടെന്റെ താൻ കൂടവേ ഇരുത്തുന്ന രാജാവു വേഗം വരും. കൂടവേ ഇരുത്തുന്ന രാജാവു വേഗം വരും. എൻ പ്രിയ രക്ഷകൻ നീതിയിൽ സൂര്യനാം തേജസ്സിൽ വെളിപ്പെടുവേ. എൻ പ്രിയ രക്ഷകൻ നീതിയിൽ സൂര്യനാം തേജസ്സിൽ വെളിപ്പെടുവേ. ആനന്ദപുരത്തിലെ വാസം ഞാൻ ഓർക്കുമ്പോൾ ഇഹത്തിലെ കഷ്ടം സാരമോ. ആനന്ദപുരത്തിലെ വാസം ഞാൻ ഓർക്കുമ്പോൾ ഇഹത്തിലെ കഷ്ടം സാരമോ. പ്രത്യാശഗാനങ്ങൾ പാടി ഞാൻ നിത്യവും പ്രത്യാശഗാനങ്ങൾ പാടി ഞാൻ നിത്യവും സ്വർഗീയ സന്തോഷം എന്നിലുണ്ടിന്നലെങ്ങൾ സ്വർഗീയ സന്തോഷം എന്നിലുണ്ടിന്നലെങ്ങളെ. പ്രിയ രക്ഷകൻ നീതിയിൽ സൂര്യനാം തേജസ്സിൽ വെളിപ്പെടുവേ. എൻ പ്രിയ രക്ഷകൻ നീതിയിൽ സൂര്യനാം തേജസ്സിൽ വെളിപ്പെടുവേ. സന്താപം തീർത്തിട്ട് അന്തമില്ലായുഗം കാന്തനുമായി വാഴുവാൻ. സന്താപം തീർത്തിട്ട് അന്തമില്ലായുഗം കാന്തനുമായി വാഴുവാൻ. ഉള്ളം കൊതിക്കുന്നേ പാദങ്ങൾ പൊങ്ങുന്നേ ഉള്ളം കൊതിക്കുന്നേ പാദങ്ങൾ പൊങ്ങുന്നേ. എന്നിങ്ങു വന്നിട്ട് ചേർത്തിടും പ്രേമഗാഥൻ എന്നിങ്ങു വന്നിട്ട് ചേർത്തിടും പ്രേമഗാഥൻ. പ്രിയ രക്ഷകൻ എല്ലാ കാര്യങ്ങളും പഠിച്ച് എല്ലാ കാര്യങ്ങളും പഠിച്ച് എല്ലാ കാര്യങ്ങളും പഠിച്ച് ആരാധിച്ചാണ് നമ്മുടെ യേശു വരാറായി. പ്രിയ രക്ഷകൻ നീതിയിൽ സൂര്യനാം തേജസ്സിൽ വെളിപ്പെടുവേ. യെരൂശലേമിൻ തെരുവിലൂടെ ക്രൂശുമരം ചുമന്നു കാൽവരിയിൽ നടന്നു പോയവൻ. ശക്തിയോടെ യെരൂശലേമിൻ തെരുവിലൂടെ ക്രൂശുമരം ചുമന്നു കാൽവരിയിൽ നടന്നു പോയവൻ. ശോഭിത പട്ടണത്തിൽ മുത്തുകളാലുള്ള ശോഭിത പട്ടണത്തിൽ മുത്തുകളാലുള്ള വീടുകൾ തീർത്തിട്ടു വേഗത്തിൽ വരുമാവൻ. വീടുകൾ തീർത്തിട്ടു വേഗത്തിൽ വരുമാവൻ. പ്രിയ രക്ഷകൻ നീതിയിൽ സൂര്യനാം തേജസ്സിൽ വെളിപ്പെടുവേ. ശക്തിയോടെ ശക്തിയോടെ എൻ
പ്രിയ രക്ഷകൻ നീതിയിൽ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. നീതി സൂര്യൻ വരുമ്പോൾ തൻപ്രഭയിൽ കാന്തിയാലൻ ഇരുൾ നിറം മാറിടുമേ. നീതി സൂര്യൻ വരുമ്പോൾ തൻപ്രഭയിൽ കാന്തിയാലൻ ഇരുൾ നിറം മാറിടുമേ. രാജരാജ പ്രതിമയെ ധരിപ്പിച്ചിട്ടെത്താൻ രാജരാജ പ്രതിമയെ ധരിപ്പിച്ചിട്ടെത്താൻ കൂടവേ ഇരുത്തുന്ന രാജാവു വേഗം വരും. കൂടവേ ഇരുത്തുന്ന രാജാവു നീതിയിൽ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. പ്രിയ രക്ഷകൻ നീതിയിൽ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. താമസമെന്നിയേ മേഘത്തിൽ വരുന്ന താമസമെന്നിയേ മേഘത്തിൽ വരുന്ന കാക്കയമെന്നെയും ചേർത്തിടും നിശ്ചയമായി കാക്കയമെന്നെയും ചേർത്തിടും ശക്തിയോടെ പ്രത്യാശയോടെ യേശു വരാറായി നമ്മുടെ പ്രാണപ്രിയൻ വരാറായി കാക്കയാകുന്ന മണവാട്ടിയെ ചേർന്നു എല്ലാ മക്കളും ആരാധിച്ചാണ്. അവസാന രാത്രി ശൈത്യത്താലല്ല ശക്തിയാലല്ല ദൈവത്തിന്റെ കൃപയാൽ നീതിയിൽ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. നീതിയിൽ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. ഇന്ന് രാത്രി ഒരു വിടുതലിന്റെ എല്ലാ രോഗക്കെട്ടുകളും യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. എല്ലാ ശാപക്കെട്ടുകളും ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ഇന്ന് രാത്രി നിന്റെ വിടുതലിന്റെ സമയം. ഇന്ന് രാത്രി കെട്ടുകൾ പൊട്ടുന്ന സമയം. ഇന്ന് രാത്രി ശാപങ്ങൾ മാറുന്ന സമയം. ഒരു തീ കത്തുന്നത് പോലെ ഒരു അണക്കെട്ട് പൊട്ടുന്നത് പോലെ ഇന്ന് രാത്രി ഹല്ലേലൂയ ഒരു നദി ഒഴുകുന്നത് പോലെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ കൃപ പരിശുദ്ധാത്മാവിന്റെ കൃപ പരിശുദ്ധാത്മാവിന്റെ കൃപ യോഹന്നാനെ തൊട്ട കരം ഇന്ന് രാത്രി എന്റെ രോഗത്തെ തൊടും, എന്റെ മക്കളെ തൊടും, എന്റെ ക്യാൻസർ രോഗത്തെ ഇന്ന് രാത്രി സ്വർഗം തൊടും. കത്തി തൊടാതെ സർജറി ചെയ്യാൻ എൻ്റെ കർത്താവിന് കഴിയും. പത്മോസിൽ യോഹന്നാനെ തൊട്ട കരം ഇന്ന് രാത്രി എന്നെ തൊടണമെന്ന് സന്തോഷമുള്ളവർ മാത്രം ആ കരം ഒന്ന് ഉയർത്തിയാട്ടെ. ഇതൊരു പ്രത്യേക സമയമാണ്. പുറത്തൊരു മഴ പെയ്യുക, ഇതിനകത്ത് ഇന്നൊരു വചനത്തിന്റെ മഴ പെയ്യട്ടെ, രോഗസൗഖ്യത്തിന്റെ മഴ പെയ്യട്ടെ, നാളുകളായിട്ടുള്ള എരികോയുടെ കോട്ടകൾ തകരട്ടെ, അത്ഭുത രോഗശാന്തിയുടെ കരം ഇന്ന് രാത്രി വെളിപ്പെടട്ടെ. 38 വർഷം ബെഥസ്ദ കുളക്കടവിൽ ഒരുവൻ കടന്നു. യേശു അവിടെ വന്നു. അവനെ നിംസിലേക്കല്ല പറഞ്ഞു വിട്ടത്. യേശു പറഞ്ഞു, കുഞ്ഞെ നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? സ്വോത്രം. അവൻ കിടക്ക എഴുന്നേറ്റെടുത്ത് നടന്നു. ഇന്ന് രാത്രി ഏതെങ്കിലും മുറിവേറ്റ വിഷയമുണ്ടെങ്കിൽ ആ കരമൊന്ന് ഉയർത്തിയാട്ടെ. സജു ചാത്തന്നൂരല്ല ഇത് കാണുന്നത്, സുജിത്തല്ല ഇത് കാണുന്നത്, വിൽസൺ പാസ്റ്റർ അല്ല കാണുന്നത്. നമ്മുടെ ആരാധനയിൽ സ്വർഗത്തിന്റെ ക്യാമറ ഇറങ്ങി വന്നിട്ടുണ്ട്. കരമൊന്ന് ഉയർത്തിയാട്ടെ. ആദ്യനും അന്ത്യനും എല്ലാ കണ്ണുകളും എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. നീ മാത്രമേ തൊട്ടക്കാരൻ സ്തുതികൾക്കും എല്ലാ കരങ്ങളും യോഗ്യ